ഇന്നും ഒരു ബ്ലസ്സഡ് സെഷനാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ഇത് ഈ ഒരു യുവാടെ മീറ്റിംഗ് നമ്മളൊരു ഫോർമൽ ഒരു കൂട്ടായ്മ യോഗം പോലല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ ജനറേഷന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അവരെ ഗൈഡ് ചെയ്യുവാൻ കഴിയുന്ന ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ദൈവമക്കളാണ്. അവർക്ക് ബുക്ക് നോളജ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു നോളജ് എക്സ്പ്ലോഷൻ്റെ ഒരു 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 സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഫിംഗർ ടിപ്പിൽ ഏത് കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവൈലബിളാണ്. നമുക്ക് ആരിൽ നിന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവറിത്തിങ് ഈസ് അവൈലബിൾ. നമ്മുടെ മൊബൈലിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്തതൊന്നുമില്ല. കിട്ടാത്തത് പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ യുവാടെ സെഷനിൽ ഇങ്ങനെയൊരു സെഷൻ നമ്മൾ വെച്ചത്. ഇന്ന് വളരെ വ്യത്യസ്തതകൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താരദാസനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് പ്രിയ ദേവദാസനെ വെൽക്കം ചെയ്യുന്നതിൽ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. പാസ്റ്റർ നെൽസൺ ഫിലിപ്പ്, വെൽക്കം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ, യു അക്സെപ്റ്റഡ് അവർ ഇൻവിറ്റേഷൻ. അമേരിക്കയിൽ നിന്ന് ജോയിൻ ചെയ്തു. ഒത്തിരി വർഷങ്ങൾ ഗൾഫിലാണ് ജീവിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ മലയാളം അല്ലേ, അല്പം ഒരു മലയാളം ശരിക്കും മദർ ടങ് ആണെങ്കിലും നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മാറിയില്ലയോ? അതെ അതെ. എന്നാലും ഫസ്റ്റ് സംസാരിക്കും, അത്യാവശ്യം സംസാരിക്കാൻ എനിക്കറിയാം. ഒരു പക്ഷേ പ്രസംഗിക്കുമ്പോഴൊക്കെ ഒരു ഫ്ലോ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും. പാസ്റ്ററുടെ മമ്മി റേച്ചൽ ആൻറ്റി നമുക്ക് നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. വളരെ ബ്ലെസ്സിങ് ആയിരുന്നു, ഒത്തിരി ആളുകൾക്ക് ബ്ലെസ്സിങ് ആയിരുന്നു. റേച്ചൽ ആൻറ്റിയും പാസ്റ്റർ പപ്പയും ഒക്കെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ചർച്ച്, ക്യുവൈറ്റിലെ ചർച്ച്, ആ ചർച്ചിൽ നിന്നും നമുക്ക് പിന്നെയും ദൈവമക്കൾ വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞു. ആ സാക്ഷ്യങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളായിരുന്നു. റേച്ചൽ ആൻറ്റിയുടെ സാക്ഷ്യത്തിൽ തന്നെ ഒരു പാർട്ട് പാസ്റ്ററെക്കുറിച്ചാണ്. അപ്പോൾ അന്നേരമേ നമ്മൾ റേച്ചൽ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഞങ്ങൾക്ക് നേരിട്ട് പ്രിയപ്പെട്ട നെൽസൺ പാസ്റ്ററിൽ നിന്ന് കേൾക്കണം എന്ന് പറയുവാനിടയായി തീർന്നു. പാസ്റ്റർ അമേരിക്കയിലെ ഏത് സ്ഥലത്താണ്? ഞാനിപ്പോൾ ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്ത്, അപ്പം ഈസ്റ്റേൺ സൈഡ് ഓഫ് US, ന്യൂജേഴ്സിയിലാണ്. ഓക്കെ, ന്യൂജേഴ്സിയിലാണ് പാസ്റ്റർ താമസിക്കുന്നത്. അവിടെ ന്യൂയോർക്ക് സിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ അതൊരു ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ ബോർഡറിലാണ്, തൊട്ടടുത്ത്. അപ്പോൾ ഒരു 20-30 കിലോമീറ്റർ എന്ന് കൂട്ടിക്കോ സിറ്റിയിൽ നിന്നും. ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ന്യൂജേഴ്സി താമസിച്ച് പോകാൻ എളുപ്പമുണ്ട്. അതതിൻ്റെ ജിയോഗ്രഫി എന്ന് പറയുന്നത്. സോ പാസ്റ്റർ ചർച്ച് എവിടെയാണ്? ചർച്ച് വലിയ ചർച്ച്. അപ്പോൾ ഹോപ്പ് സെന്റർ എന്നാണ് ചർച്ചിന്റെ പേര്, ഹോപ്പ് സെന്റർ. അതിന് 2 ക്യാമ്പസ് ഉണ്ട്. അപ്പം ഒറിജിനൽ ക്യാമ്പസ് ജേഴ്സി സിറ്റി എന്ന് പറയുന്ന, അതാണ് ആക്ച്വലി ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ന്യൂജേഴ്സിയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന പോലെ. സോ അതാ ജേഴ്സി സിറ്റി എന്ന് പറയുന്നത്. അവിടാണ് മെയിൻ ക്യാമ്പസ് ഉള്ളത്. എന്നിട്ട് 2017 അവർ വേറൊരു ക്യാമ്പസ് ഹാക്കറ്റ്സ് ടൗൺ എന്ന് പറയുന്ന ഇച്ചിരി മാറിയ, അപ്പോൾ അതൊരു ഇച്ചിരി ഉൾപ്രദേശം, മോർ അവിടെ ഫാമിങ്ങും അഗ്രികൾച്ചറൊക്കെയാണ് അവിടുത്തെ മെയിൻ രീതി. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. അവിടുത്തെ ആ ക്യാമ്പസിലെ പാസ്റ്ററാണ് ഞാനും എൻ്റെ വൈഫ്. ഞങ്ങൾ അതാണ് മാനേജ് ചെയ്യുന്നത്. ബേസിക്കലി അതൊരു ഒരു ഒരു ഇന്ത്യൻ ചർച്ച് അല്ലേ പാസ്റ്റർ? ഒരു ഇന്റർനാഷണൽ. നമുക്കുള്ള വിശ്വാസികൾ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? മലയാളികൾ ആരുമില്ല. ആന്ധ്രയിൽ നിന്ന് ഒരു ആളുണ്ട്, വരുന്നുണ്ട്. ഒരു തെലുഗു ആളുണ്ട്. പിന്നെ പുള്ളി വേറൊരാളുണ്ട്. പുള്ളി ബാംഗ്ലൂരില്ല, മൈസൂരിൽ നിന്നാണ് തോന്നുന്നു. സോ യു ഹാവ് കപ്പിൾ ഓഫ് ഇന്ത്യൻസ് ബേസിക്കലി. രണ്ട് ഇന്ത്യക്കാരുണ്ട്, പക്ഷെ മലയാളികളില്ല. മലയാളികൾ ആരുമില്ല, വേറെ ഇന്ത്യൻസും ആരുമില്ല. പിന്നെ പപ്പായും അമ്മയും ഞങ്ങളൂടെ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു 3-4 പേരുണ്ട്. അങ്ങനെയുള്ളൂ. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ പാസ്റ്ററാണ്. വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കണം പാസ്റ്ററെ. പപ്പായും മമ്മിയെക്കുറിച്ച് പറഞ്ഞു. അതെ, പാസ്റ്ററുടെ ചെറിയ പ്രായം മുതലുള്ള ലൈഫ് എക്സ്പീരിയൻസസ്, പാസ്റ്റർ ഇന്നുള്ള ഒരു പാസ്റ്ററൽ മിനിസ്ട്രിയിലേക്ക് എങ്ങനെയാണ് വന്നത്, എല്ലാ കാര്യങ്ങളും. പാസ്റ്ററുടെ ഫാമിലിയെക്കുറിച്ച് പറയാം. ബട്ട് യുവർ വൈഫ് ആൻഡ് ഓൾ യു ക്യാൻ ഷെയർ വട്ട് എവർ നമ്മുടെ യുവാടെ വ്യൂവേഴ്സിന് ബെനിഫിഷ്യൽ ആകുന്ന എല്ലാം പാസ്റ്റർക്ക് പറയാം. ഞങ്ങൾ കേൾക്കാൻ റെഡി. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യത്തുള്ളൂ പാസ്റ്റർ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. യു ക്യാൻ കണ്ടിന്യൂ.
Sure. അപ്പം തുടങ്ങുന്നതിന് മുമ്പ് let me just say this, right? First of all, Pastor Finney, Pastor ministry, വൈഫിനും പിള്ളേർക്കും just I want to say thank you so much. ബൈബിൾ പറയുന്നുണ്ട് you should give honor where honor is due. അപ്പം നമ്മൾ ബഹുമാനിക്കുന്നവരെ ബഹുമാനിച്ചേ പറ്റൂ, അതാണ് ബൈബിൾ പറയുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് യു പാസ്റ്റർ ആൻഡ് ആസാദി മിനിസ്ട്രി ആൻഡ് പാസ്റ്റർ ചെയ്യുന്ന എല്ലാം. കോവിഡ് ടൈമിൽ ഐ ട്രൈഡ് to start kind of churches എല്ലാം ഷട്ട് ഡൗൺ ആയി. അപ്പം ഞാനൊരു I tried a prayer meeting just every Friday. അതിൻ്റെ ഡിഫിക്കൽട്ടി ഐ നോ, റൈറ്റ്? ഒരു സൂമും അത് ഫേസ്ബുക്കിലൊന്ന് ഇടാനും ആൾക്കാരെ just to gather people and pray. I know the difficulty. I did it for 3 months. അതിൻ്റെ ഡിഫിക്കൽട്ടി എനിക്കറിയാം. അപ്പം പാസ്റ്റർ ഇത് ഇങ്ങനെ ചെയ്യുന്നു, ഇത് യുവാക്കളുടെ ഇതുണ്ട്, യു ഹാവ് വിമൻ ഫോർ ജീസസ്, യു ഹാവ് സോ മെനി തിങ്സ് ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് എ ബ്ലെസ്സിങ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് യു Pastor, and I pray God's blessing upon you and your family, and just for inviting people. എല്ലാം ചെയ്യുന്ന ഇത് വലിയൊരു സാക്രിഫൈസാ. സംടൈംസ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈവൻ പാസ്റ്റേഴ്സ് ആർ ഹ്യൂമൻ ബീങ്സ്, അല്ലേ? സോ അവരും ഒത്തിരി, അവർക്ക് പേഴ്സണൽ ലൈഫ് ഉണ്ട്, അതെല്ലാം ഒത്തിരി സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് പാസ്റ്റർ ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക് യു പാസ്റ്റർ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഫോർ എവറിത്തിങ് ദാറ്റ് യു ഡു. എല്ലാം ഇറ്റ്സ് നോട്ട് ഈസി, ആൻഡ് യു ആൻഡ് യുവർ ഫാമിലി, എല്ലാവരും നിങ്ങൾ അത് ഡെഡിക്കേറ്റ് ചെയ്തു. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആൻഡ് ഐ ജസ്റ്റ് പ്രേ ബ്ലെസ്സിങ്സ് ഫോർ യു. സോ അതൊന്ന് ഫസ്റ്റ് ഒന്ന് പറയട്ടെ, ആൻഡ് ദെൻ ലെറ്റ് മീ സ്റ്റാർട്ട്. എൻ്റെ പേര് നെൽസൺ എന്നാണ്. ഞാൻ ജനിച്ചത് കുവൈറ്റിലാണ്. സോ 1979 ഐ വാസ് ബോൺ ഇൻ കുവൈറ്റ്. അന്ന് ഒരു വൺ തിങ്, എന്നെ ആരെങ്കിലും കണ്ട ഫസ്റ്റ് നോട്ട് ചെയ്യുന്ന ഒരു കാര്യം, വെച്ചിരുന്ന് എണീറ്റിരിക്കാം. ഐ ഹാവ് ഓൺലി വൺ ആർം, ഓക്കെ? ഒരു കൈ ഇല്ല, ജന്മനാലെ ഒരു കൈ ഇല്ല, റൈറ്റ് ഹാൻഡ് ഇല്ല. അപ്പം ലെഫ്റ്റ് ഹാൻഡും കൊണ്ടാണ്, ഐ മീൻ അപ്പം എല്ലാവരും ചോദിക്കാം, സോ യുവർ ലെഫ്റ്റ് ഹാൻഡ്. ഞാൻ പറഞ്ഞു ചോയ്സ് ഇല്ലായിരുന്നു, ഈ കാര്യത്തിൽ എനിക്ക് ചോയ്സ് ഇല്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പം എൻ്റെ മമ്മി ഇതിനകത്ത് ഇതുപോലെ സാക്ഷ്യം പറഞ്ഞതിനകത്ത് ഈ ഒരു സ്റ്റോറി. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചപ്പം ഇതുപോലെ അന്ന് 1979 80s ഇതില്ല, എസ്പെഷ്യലി കുവൈറ്റിൽ അൾട്രാസൗണ്ടോ അതൊന്നുമില്ല. സോ ആസ് ലോങ് ആസ് എവറിത്തിങ് ഇസ് നോർമൽ, ഇറ്റ് ഗോസ് ഓൺ. അത് കഴിഞ്ഞപ്പോൾ വെൻ ഐ വാസ് ബോൺ, അപ്പോഴാ പെട്ടെന്ന് മോനൊരു കൈയില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഷോക്ക് ടു എവറി വൺ. പേരൻസിനും നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് ഓഫ് ഹൂഎവർ ഇസ് ദെയർ, ഇതൊരു ഷോക്കായിരുന്നു. ആൻഡ് അന്നത്തെ ചിന്ത എന്ന് പറയുന്നത്, like, okay, ഒരു കൈ ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് നോർമൽ ലൈഫ് ഓർ സക്സസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദർ ആർ സോ മെനി ചാലഞ്ചസ്. നമുക്കറിയാവുന്ന ഇത് വെച്ച് നോക്കിയാൽ ഐ തിങ്ക് ഒന്നെങ്കിൽ യു വിൽ ബി ഭിക്ഷക്കാരായിട്ടോ ഓർ സം അതർ വേ, ഒരു നോർമൽ ലൈഫ് പോകത്തില്ല. സൊസൈറ്റിയിൽ ഒരു നമ്മൾ കാണുന്ന ഒരു ഇച്ചിരി താഴ്ന്ന കാണുന്നത്. ആൻഡ് സോ ഐ തിങ്ക് ഒരുപാട് വിഷമം മമ്മിക്കും പപ്പായ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അമ്മയുടെ സാക്ഷ്യം കേട്ടാൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്, പേരൻസ് എക്സ്പീരിയൻസ് ചെയ്ത ഡിഫിക്കൽട്ടീസും ചാലഞ്ചസും. പക്ഷെ അതിൽ ഒരു കാര്യം, എൻ്റെ പപ്പായുടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. പുള്ളി ഹി വാസ് എ വെരി ലേൺഡ് മാൻ. അന്നത്തെ കാലത്ത് പുള്ളിയുടെ എൻസൈക്ലോപീഡിയ ഒക്കെ ഉണ്ട്, ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ ഒക്കെ വീട്ടിലുണ്ട്. ആൻഡ് അതെല്ലാം വായിച്ച് എല്ലാം അറിവുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. സോ ഇത് അറിഞ്ഞപ്പോൾ എൻ്റെ മമ്മായ പപ്പ ഒത്തിരി വിഷമത്തിലൊക്കെ ആയിരുന്നപ്പോൾ ആ അങ്കിള് വന്ന് എൻ്റെ മമ്മയോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ബുക്ക് തരാം, ഓക്കെ? ആ ബുക്ക് ഈ നെൽസൺ എന്ന് പറയുന്ന ഒരാൾ, അഡ്മിറൽ നെൽസൺ, പുള്ളി ഹീസ് എ ബ്രിട്ടീഷ് നേവൽ ഓഫീസർ. പുള്ളിയെക്കുറിച്ചാണ്. ആൻഡ് ആ പുള്ളിയെക്കുറിച്ച് ഞാൻ ഇച്ചിരി ഒന്ന് പറയാം, ബിക്കോസ് ഇറ്റ്സ് എൻ്റെ ലൈഫായിട്ട് ഇച്ചിരി ഒത്തിരി അറ്റാച്ച്ഡ് ആണ്. ആ ഓഫീസർ ബ്രിട്ടീഷ് നേവിയിൽ ഉണ്ടായിരുന്ന, ഹി വാസ് ബ്രിട്ടീഷ് നേവി. ഇത് 1700s. അപ്പം ബ്രിട്ടനും ഇതൊക്കെ ഓരോ കോളനീസ്, നമ്മുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ബ്രിട്ടൻ, സ്പെയിൻ, ഫ്രാൻസ്, ഇതെല്ലാം ഓരോ കോളനീസ് ഒക്കെ വന്ന നേവിയാണ് വലിയ അവരുടെ ആർമിയുടെ രീതിയും. അങ്ങനെ അവർ വേൾഡിനെ പിടിച്ചെടുക്കുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ പുള്ളി ഒരു വാറിൽ പോയപ്പോൾ പുള്ളിക്ക് ഇഞ്ചുറി ആയി. ഹി വാസ് സക്സീഡിങ്, ക്യാപ്റ്റനായി മാറുക. അപ്പോൾ ഒരു വാറിൽ ഇഞ്ചുറി ആയിട്ട് പുള്ളിയുടെ റൈറ്റ് ഹാൻഡ് ഒത്തിരി ഇഞ്ചുറി ആയി. അപ്പോൾ അവർ റിട്രീറ്റ് ചെയ്തിട്ട് പുള്ളി, സമ്മറി പറയുവാണെങ്കിൽ, പുള്ളിയുടെ റൈറ്റ് ഹാൻഡ് അവർ ആംപ്യൂട്ടേറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ആ അഡ്മിറൽ നെൽസൺ ഇൻഫാക്ട് ഇന്നും ബ്രിട്ടന് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയാൽ ഹീസ് എ ഹീറോ. അവരുടെ നാഷണൽ ഹീറോ ആയിട്ടാണ് പുള്ളിയെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ആ പുള്ളിയുടെ ഫെയിം വളർന്നത് ആക്ച്വലി റൈറ്റ് ഹാൻഡ് പോയതിന് ശേഷമാണ്. അത് കഴിഞ്ഞാണ് പുള്ളിയുടെ ലൈഫിൽ ഉണ്ടായ വിക്ടറീസ്, ബാറ്റിൽ വിക്ടറീസും എല്ലാം ഉണ്ടായതല്ല അതിൽ. അപ്പം പുള്ളിയുടെ ഒരു വളർച്ചയുണ്ട്. ബട്ട് ആക്ച്വലി ആഫ്റ്റർ ഹി ലോസ്റ്റ് ഹിസ് ആം ആണ് പുള്ളി ശരിക്കും വളർന്നതും
ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ് ഒക്കെ ജയിച്ചതെല്ലാം ആ ഒറ്റ ഹാൻഡും കൊണ്ടാണ്. പക്ഷെ അന്നും ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആർമിയിലൊന്നും നമുക്ക് ആർക്കും ക്വാളിഫിക്കേഷൻ നോക്കിയാൽ യു ഡോണ്ട് വാണ്ട് സമ്മൺ ഒരു കൈ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അത്രയും ആരോഗ്യം ഇല്ലെങ്കിൽ ഇത് നമ്മൾ ആൾക്കാരെ ചൂസ് ചെയ്യത്തില്ലല്ലോ, അതൊരു ക്വാളിഫിക്കേഷൻ അല്ലേ. അപ്പോൾ ഈ പുള്ളിയും ഇതേപോലെ ആയിരുന്നു. എനിക്കൊരു കൈ ഇല്ലെങ്കിൽ ഈസ് മൈ യൂസ്ഫുൾനെസ് ദർ. പക്ഷേ അത് പുള്ളി അത് ഓവർകം ചെയ്തു. ഇൻഫാക്ട് പുള്ളിയുടെ നെപ്പോളിയൻ ഒക്കെ ആയിട്ടുള്ള ബാറ്റിൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ഈ ഇംഗ്ലണ്ടിന് ഒത്തിരി വിക്ടറീസ് കൊടുത്തതും ഇമ്പോർട്ടൻറ്റ് വിക്ടറീസ് കൊടുത്തതും ഈ പുള്ളിയായിരുന്നു, ഈ നെൽസൺ ആയിരുന്നു, അഡ്മിറൽ നെൽസൺ. അപ്പം ഈ ഒരു ഇത് വെച്ചോണ്ട് ഈ ഒരു കുറവെന്ന് കൂട്ടിക്കോ, റൈറ്റ് ഹാൻഡിന്റെ ഒരു കുറവ് ഉണ്ടായിട്ട് പോലും പുള്ളി ഇത്രയും ഓവർകം ചെയ്തു. ഇതാണ് ആ ഇൻസ്പിറേഷൻ. എന്നിട്ട് ആ അങ്കിള് എൻ്റെ മമ്മിക്കും പപ്പായ്ക്കും ഈ സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയും ഒരു ബുക്ക് ഉണ്ടായിരുന്നു അയാളുടെ ബയോഗ്രഫി, അത് കൊടുക്കുകയും ആക്ച്വലി ആ ബുക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇന്നും എൻ്റെ കയ്യിലുണ്ട് ആ ബുക്ക്. ആ ബുക്ക് വെച്ച് അപ്പം ഇതെല്ലാം മമ്മി വായിച്ച് പ്രാർത്ഥിച്ചും ദേവേർ യുനോ അത് ഒത്തിരി എൻകറേജ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ദെൻ ആ പുള്ളിയുടെ പേരിൽ ഇത് വെച്ചാണ് എനിക്ക് നെൽസൺ എന്നുള്ള പേരിട്ടത്. ഓക്കെ. സോ അങ്ങനെയാണ് എനിക്ക് ആ നെൽസൺ എന്നുള്ള പേര് വന്നത്. സോ അപ്പം അല്ലായിരുന്നെങ്കിൽ ഐ തിങ്ക് അന്നത്തെ രീതി വെച്ച് നോക്കുവാണെങ്കിൽ നെയിംസ് നോർമലി പേരൻസിന്റെ ജോയിൻ ചെയ്യുവോ ഷോർട്ട് ആൻഡ് ഫോമോ. എൻ്റെ സിസ്റ്ററിന്റെ പേര് ലീബ എന്നാണ്. അപ്പം മേ ബി എല്ലാം വെച്ച് തന്നെ ഒരു റൈമിങ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതാണ് അന്നത്തെ ഒരു രീതി. സോ അങ്ങനെ ഒരു പേര് വന്നാനെ. ബട്ട് നെൽസൺ എന്നുള്ള ഒരു പേര് വന്നതിൻ്റെ റീസൺ ഇതാണ്. ആൻഡ് സോ ആൻഡ് മമ്മിയും പപ്പായും അന്ന് മുതലേ വെൻ ദേ വർ യങ് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്യും. ഐ തിങ്ക് അവരിത് ഈ നെൽസൺ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ഇങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, ഇതിൻ്റെ ഓപ്ഷൻ സൊസൈറ്റിയിലും ഇവന് ഒരു ഫെയിലിയർ ആവത്തില്ല എന്നുള്ളത് അവർ രണ്ടുപേരും അത് ശരിക്കും ദേ ടുക്ക് ഇറ്റ്. അപ്പോൾ ഒന്ന് ദൈവത്തിന് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ. എൻ്റെ പേരൻസ് ദേ ഹാവ് റിയലി ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ്. കാരണം അവരന്ന് ബലപ്പെട്ട് നിന്നില്ലെങ്കിൽ എനിക്കത് കിട്ടത്തില്ല. അപ്പം ആ മാതാപിതാക്കളുടെ ആ ഒരു അവരെ എനിക്ക് ഇമ്പാർട്ട് ചെയ്ത ഒരു വലിയൊരു കാര്യമാണ് ഒരു ശക്തി, ആ ഒരു ഉള്ളിലുള്ള ഒരു ശക്തി. നിനക്ക് എന്തും ചെയ്യാം പറ്റും, നീ ഓവർകം ചെയ്യും. അപ്പം പപ്പായ മമ്മ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എസ്പെഷ്യലി എൻ്റെ മമ്മി ഒത്തിരി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ അന്ന് ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്സ് ഏതേലും സ്റ്റോറി ആരേലും എന്തേലും പോയി ഒരു വിരല് പോയി ബട്ട് അയാൾ എന്തെങ്കിലും ചെയ്താൽ അതെനിക്ക് പറഞ്ഞു തരും. കണ്ടോ മോനെ സി നീ ഇത് എൻകറേജ്മെന്റ് ആയിക്കോട്ടെ, നീ ഒരിക്കലും ആരും നിന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കില്ല, നീ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അതൊന്നും നീ ഒരിക്കലും ചിന്തിക്കില്ല, യു ക്യാൻ ഡു ഓൾ തിങ്സ്. എന്നിട്ട് മമ്മി അന്ന് പറഞ്ഞ ഒരു എനിക്ക് ഫസ്റ്റ് ഞാൻ മെമ്മറൈസ് ചെയ്ത ഒരു പ്രോവർബ് ഉണ്ട്, ഒരു സെയിങ്. പ്രോവർബ് അല്ല, ആക്ച്വലി ഒരു സെയിങ്. നെപ്പോളിയൻ പറഞ്ഞ ഒരു കാര്യമാണ്. നെപ്പോളിയൻ ബൊണാപ്പാർട്ട് പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ്, ഇംപോസിബിൾ ഇസ് ദ വേർഡ് ഓൺലി ടു ബി ഫൗണ്ട് ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. ഇത് എങ്ങനെ മലയാളത്തിൽ പറയുന്നത് എനിക്കറിയത്തില്ല, ബട്ട് ഇതാണ് പുള്ളിയുടെ സെയിങ്. ഇംപോസിബിൾ ഇസ് ദ വേർഡ് ഓൺലി ടു ബി ഫൗണ്ട് ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. അപ്പോൾ ഇത് എൻ്റെ മമ്മി എന്നെ കൊച്ചിലേ മുതലേ ഇത് പഠിപ്പിക്കുമായിരുന്നു. മോനെ ഇത് നീ ഓർക്കണം, ഇംപോസിബിൾ എന്ന് പറയുന്നത് നിന്റെ ഡിക്ഷണറിയിൽ ഇല്ല, നീ ഒരു ഫൂൾ അല്ല, സോ നിന്റെ ഡിക്ഷണറിയിൽ ഇല്ല, നിനക്ക് എന്തും ചെയ്യാൻ പറ്റും, ഇത് ചെയ്യണം, ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് കാത്തലിക് ഇതിലായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. ബട്ട് എങ്കിലും ദൈവത്തോടൊരു സ്നേഹവും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ അറിയത്തില്ല, ബട്ട് ദൈവത്തോട് ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ അന്നത്തെ കാത്തലിക് ചർച്ചിൽ അതിന് ഓൾട്ടർ ബോയ് എന്നാ പറയുന്നത്. ഈ കുരിശൊക്കെ പിടിച്ച് ഈ ഓരോന്നിനും പോകുമല്ലോ ഫാദറിന്റെ ആ പ്രീസ്റ്റിന്റെ കൂടെ. അപ്പൊ ഇതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്, സൺഡേ സ്കൂളിനൊക്കെ പോയിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. നല്ല ജീസസുമായിട്ട് ഒരു ഓക്കെ, ഐ എം നോട്ട് ബാഡ് പേഴ്സൺ അല്ല, ബട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ ഇനീഷ്യൽ ബിഗിനിങ്സ്. ആൻഡ് പിന്നെ സ്കൂളിലും ഇതേപോലെ ദെൽ ബി ചാലഞ്ചസ്. പിള്ളേരെപ്പോഴും ഒരു കാര്യം എപ്പോഴും ഉണ്ടായിരുന്നു, എല്ലാവരും എന്നെ നോക്കുമ്പോൾ അയ്യോ കൈയില്ല, അവനൊരു കൈയില്ല, അയ്യോ മമ്മി കണ്ടോ. കടയിൽ പോയാലും എവിടെ പോയാലും പിള്ളേരെ, എസ്പെഷ്യലി പിള്ളേർ എല്ലാവരും നോട്ട് ചെയ്യും, ബട്ട് പിള്ളേർ അവർക്ക് നമ്മൾ പറയല്ലോ ഫിൽറ്റർ ഇല്ലല്ലോ, അപ്പോൾ അവരെന്തും പറയും. വിച്ച് ഇസ് ഗുഡ്, ഒരു രീതി നല്ല കാര്യമാണ്. അപ്പൊ അവരെപ്പോഴും അയ്യോ മമ്മി നോക്ക് കൈയില്ല, അയ്യോ അതില്ല. അത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ആൾക്കാരിങ്ങനെ എന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പൊ ഞാൻ ചിരിക്കും, ഞാൻ ഒന്നും ഐ ഡോണ്ട് നോ, ചിലപ്പോൾ വിഷമം വരും, ചിലപ്പോൾ ഒന്നുമില്ല, ചില സമയത്ത് അപ്പം ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ദൈവമേ
എനിക്ക് ഈ സത്യം പറഞ്ഞ വലിയ ആഗ്രഹമൊന്നുമില്ല. നമ്മുടെ നോർമൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ, ജീവിക്കുക, നോർമൽ സ്കൂൾ ഗ്രാജുവേറ്റ് ചെയ്യുക, ജോലി എടുക്കുക, ഒരു നോർമൽ ലൈഫ്, ഒരു മേ ബി ഫാമിലി, ഒരു നോർമൽ. എനിക്ക് ഒത്തിരി റിച്ച് ആവണമെന്നുമില്ല, അങ്ങനെ പൂർ ആവണമെന്നും, ഒരു നോർമൽ. അപ്പൊ ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ നോർമൽ, ഞാൻ ഒത്തിരി ഒന്നും ചോദിക്കുന്നുമില്ല, ഒത്തിരി ഒന്നും. അപ്പൊ എന്തുകൊണ്ടാ എന്നെ ഇങ്ങനെ എപ്പോഴും എല്ലാവരും ഈ നോക്കുന്നതും എന്തോ ഈ എടുത്ത് കാണിക്കുന്നത് പോലെ. മേ ബി ഇറ്റ് വുഡ് ഹാവ് ബിൻ ഗുഡ്, യുനോ എന്നെ ഒരു നോർമൽ മനുഷ്യനെ പോലെ മറ്റേ രണ്ട് കൈയും എല്ലാം വെച്ചായിരുന്നെങ്കിൽ ആരും പ്രത്യേകിച്ച് എടുത്ത് നോക്കത്തോ ശ്രദ്ധിക്കത്തുമില്ലല്ലോ. സോ ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ലൈഫിൽ വന്ന എല്ലാവരും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും എല്ലാവരും പറയും, മോനെ നീ ഒന്നിനും വിഷമിക്കണ്ട, ദൈവം ഒത്തിരി നല്ല കാര്യം ചെയ്യും, ദൈവം അറിഞ്ഞുകൊണ്ട് ചെയ്ത് നല്ല കാര്യം ചെയ്യാൻ. അപ്പൊ ഇത് കേട്ടിട്ടുണ്ട്, ബട്ട് എങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഇതാണ് കറക്റ്റ് ആൻസർ, ശരിക്കും പറഞ്ഞാൽ അതാ കറക്റ്റ് ആൻസർ. പക്ഷെ എൻ്റെ ഉള്ളിൽ അതങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഓക്കെ, പക്ഷെ ഞാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ആരെങ്കിലും ചോദിച്ചാലും എൻ്റെ ഉള്ളിൽ ആൻസർ ഇതാണ്, എങ്കിലും നമുക്കുണ്ടല്ലോ ഒരു ഉള്ളിൽ നമുക്കൊരു ഒരു കൺവിൻസിങ് എനിക്കല്ലായിരുന്നു. സോ ഓക്കെ, ഇതാണ് ആൻസർ, എന്ത് പറയാനാ, ഇതാണ് ദൈവം ഇങ്ങനെ ചെയ്തു, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം ഓക്കെ ഓക്കെ. എനിക്ക് ദേഷ്യമൊന്നുമില്ലായിരുന്നു, ബട്ട് എനിക്കൊരു ഇതില്ല. അപ്പൊ ഇതെല്ലാം പിന്നീട് ദൈവം കാണിച്ചു തരുകയും എല്ലാം ചെയ്യുമായിരുന്നു. സോ ബട്ട് എനിവേ, ഇതായിരുന്നു എൻ്റെ ലൈഫ്. മൈ ലൈഫ് വാസ് ദിസ്. സ്കൂളിലും അപ്പൊ എപ്പോഴും എവിടെ പോയാലും ആൾക്കാർ നോക്കുന്നു, പറയുന്നു. പിന്നെ ഒരു കാര്യം, ഐ തിങ്ക് സംഹൗ പഠിത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് നല്ല മാർക്കൊക്കെ കിട്ടുമായിരുന്നു. പഠിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ബുക്സ് വലിയ ഇഷ്ടമാണ്. കൊച്ചിലെ മുതലേ ഒത്തിരി വായിക്കാനൊക്കെ ഇഷ്ടമാണ്. എൻസൈക്ലോപീഡിയാസ് ഒക്കെ കൊച്ചിലെ തന്നെ വായിക്കുമായിരുന്നു. കൊച്ചുനാൾ മുതലേ ഇങ്ങനെ എനിക്ക് പപ്പായും അമ്മയും ആ ഒരു രീതിയിൽ എനിക്ക് ബുക്സ് ഒക്കെ ഒത്തിരി തരുമായിരുന്നു. അപ്പൊ ഞാൻ അത് ഇരുന്ന് വായിക്കുകയും എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി വായിച്ചും ഇത് അതുകൊണ്ട് പഠിത്തത്തിലും ഐ എം ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിൽ ഒന്നെങ്കിൽ ടോപ്പ് റാങ്ക്സിൽ എവിടെയെങ്കിലും ആയിരിക്കും, മാർക്സിലും എല്ലാത്തിലും. സോ ആ രീതിയിൽ ടീച്ചേഴ്സിന്റെ ഒക്കെ ഇടയിൽ ഇച്ചിരി നല്ല നല്ല പയ്യൻ എന്നുള്ള ഒരു ഇതുണ്ട്. ഫ്രണ്ട്സിന്റെ ഇടയിലും ഓക്കെ ഇവൻ പഠിക്കുന്നവനാ, നല്ലവനാ, ആ ഒരു ഇതുണ്ട്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ. വലിയ ചാലഞ്ചസ് ഒന്നുമില്ല. ഇൻഫാക്ട് ഞാൻ 10th എത്തിയപ്പം ഒരു നല്ലൊരു സംഭവം ഉണ്ട്. ദാറ്റ് ഐ തിങ്ക് ഇത് ദൈവത്തിന്റെ ഗ്ലോറിക്ക് വേണ്ടി പറയാൻ നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ കുവൈറ്റിലാണ് പഠിച്ചതെല്ലാം. ആണെങ്കിൽ പോലും എന്താ പറയാ, നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലാണ്, മീനിങ് സിലബസ് എക്സാക്ട്ലി സെയിം CBSE സിലബസ് ആയിരുന്നു, ഇന്റർനാഷണൽ CBSE സിലബസ് ആയിരുന്നു. സോ നമ്മുടെ 10th ഉണ്ടല്ലോ, മാർക്സ് ആർ ഇമ്പോർട്ടൻറ്റ്, ബോർഡ് എക്സാം തന്നെയാ. അപ്പൊ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അന്നത്തെ ഞാൻ പഠിച്ച സ്കൂളിൽ വൺ ഓഫ് ദ ടഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇംഗ്ലീഷ് വാസ് വെരി ടഫ്. ആർക്കും നല്ല മാർക്ക് കിട്ടുന്നില്ല, ഇത് എഴുതി തീരുന്നില്ല. ബിക്കോസ് എസ് എക്ക് ഒത്തിരി പേജസ് ഉണ്ട്, ഇതുണ്ട്. 3 മണിക്കൂറാണ് ടെസ്റ്റിന്, ബട്ട് ഫിനിഷ് ആവുന്നില്ല. സോ അന്നൊരു വലിയ ഒരു ഇതുണ്ടായിരുന്നു, ഇംഗ്ലീഷ് എക്സാം. അപ്പം ആ സമയത്ത് ഇടയ്ക്ക് ഞങ്ങളുടെ സ്കൂളിനകത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 2 ടീച്ചേഴ്സ് ഉണ്ട്, ബിക്കോസ് ഒത്തിരി ക്ലാസ്സസ് ഉണ്ടല്ലോ, പല ഡിവിഷൻസ് ഉണ്ട്, അപ്പോൾ പല ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു സാറ് ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ഭയങ്കര നല്ല ഈ സാറിന്റെ സ്റ്റുഡൻസിനാണ് എല്ലാവർക്കും നല്ല മാർക്കും എക്സ്പെക്ടേഷൻസ് അല്ലാതെ. പക്ഷെ എൻ്റെ ക്ലാസ്സിലെ ടീച്ചർ അതല്ലായിരുന്നു, വേറൊരു ടീച്ചറായിരുന്നു. ആൻഡ് ഞങ്ങൾ ടെസ്റ്റ് എഴുതുമ്പം ഈ ടീച്ചറിന്റെ പിള്ളേർക്കൊക്കെ മാർക്ക് ഇച്ചിരി കുറവ്. അപ്പം ഞാനും ആ ക്ലാസ്സിലായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇത് എൻ്റെ പുള്ളിയുടെ പേരൻസ് ഇവരൊരു പെറ്റീഷൻ എഴുതാൻ തുടങ്ങി, ടീച്ചറിനെ മാറ്റണമെന്നും പറഞ്ഞു. ഇതൊക്കെ നോർമലി നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, ഐ ഡോണ്ട് നോ, ബട്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് എൻ്റെ അടുത്തും വന്നു. എസ്പെഷ്യലി ഞാനൊരു ടോപ്പ് സ്റ്റുഡൻ്റ് ആകുമ്പോൾ എൻ്റെ സിഗ്നേച്ചറിന് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത്, എൻ്റെ മമ്മിയുടെ അടുത്തും ഒക്കെ വന്നു. പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആയപ്പം വന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല, ചെയ്യത്തില്ല, ബിക്കോസ് ഇത് ദൈവം നിശ്ചയിച്ച് ടീച്ചേഴ്സിന് ഒരു പൊസിഷൻ, ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉള്ളതാണ്. അപ്പം ഞങ്ങൾ അവരെ ഒരിക്കലും ഇങ്ങനെ ഈ ഹ്യൂമിലിയേറ്റ് ചെയ്യത്തില്ല, അതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് ചെയ്തില്ല. ചെയ്യാഞ്ഞത് കൊണ്ട് അവർക്ക് ഞങ്ങളോട് നല്ല ദേഷ്യവും ഇത് പ്രശ്നമുണ്ട്. എനിവേ ഒന്നും വന്നില്ല. സോ ആ ടീച്ചർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തതും 10th എല്ലാം. ആൻഡ് എക്സാം എഴുതി. എക്സാം വാസ് നോട്ട് ഈസി. പിന്നെ ഈ എക്സാം എഴുതുമ്പോൾ ഒരു ഇതുണ്ട്, എല്ലാവർക്കും ഒരു പേടി, ഞാൻ നെൽസൺ നല്ലപോലെ പഠിക്കുന്നതാണ്, ടോപ്പർ ആവണം. സോ കോമ്പറ്റീഷൻസ് ഭയങ്കരമാക്കുക, സ്കൂളുകൾ തമ്മിലും. അപ്പൊ ഒരു ഇതുണ്ടായിരുന്നു, നെൽസന്റെ അഡ്വാൻറ്റേജ് പിന്നെ എഴുതി തീരുന്നില്ല, ബിക്കോസ് നല്ല മാർക്കുണ്ട്, ബട്ട് എഴുതി തീരുന്നില്ല. ആൻഡ് ഇൻഫാക്ട് അത് എൻ്റെ കുഴപ്പം മാത്രമല്ല, എല്ലാവർക്കും ഇത് തന്നെയാണ് ചാലഞ്ച്, എഴുതി തീരുന്നില്ല.
അപ്പോൾ അവര് അന്ന് ഒരു ഇതുണ്ടായിരുന്നു, ഹാൻഡിക്യാപ്ഡ് പിള്ളേർക്ക് യു ക്യാൻ ഗെറ്റ് എക്സ്ട്രാ 30 minutes എക്സാമിന്. അത് ബോർഡ് എക്സാമിൻ്റെ ഒരു പ്രൊവിഷനാണ്. ഓക്കെ, ഹാൻഡിക്യാപ്പ് പിള്ളേർക്ക് 30 minutes എക്സ്ട്രാ. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പളും ഇത് വലിയൊരു ഇതായിരുന്നു. ഇത് അപ്പം ഇങ്ങനാണെങ്കിൽ നെൽസന് 30 minutes എക്സ്ട്രാ കിട്ടും, അപ്പം അവന് മാർക്ക് കൂടുതൽ കിട്ടും, സോ ടോപ്പർ ആകുമ്പോൾ ഒന്നുകൂടെ ഇതായിട്ടെന്നുള്ള ഒരിത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട. അവരെന്നെ വിളിക്കുകയൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അവൻ പറഞ്ഞു ഇത്രയും നാളും ദൈവം സഹായിച്ചു, ഇത്രയും എൻ്റെ എക്സാമിനെല്ലാം നിങ്ങൾ എന്നെ ഇതുവരെ ഒരു എക്സാമിന് പോലും എനിക്ക് 30 minutes എക്സ്ട്രാ തന്നിട്ടില്ല, ഇപ്പം എന്തിനാ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം ഇത്രയും നാളും നമ്മൾ വിശ്വസിച്ച ദൈവത്തെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ഇതാണ്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഐ തിങ്ക് എൻ്റെ ടീച്ചേഴ്സും എൻ്റെ പേരൻസിനോട് സംസാരിക്കുക ഏതാണ്ടൊക്കെ സംഭവിച്ചു. എനിവേ, എൻ്റെ ഇഷ്ടത്തിനെതിരെ സംഹൗ ദാറ്റ് കെയിം ഔട്ട്. അത് വന്നു. ഞാൻ പിന്നെ പോയി എക്സാം സെൻറ്ററിൽ പോയി എഴുതാൻ ഒക്കെ ഇരുന്നു. അപ്പോൾ അവിടെ ചെന്ന് എക്സാമിനറിനോട് സംസാരിച്ചും പുള്ളി പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് യു. ഓക്കെ, ഞാൻ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഐ ഹവ് കം, പക്ഷെ ഐ ഡോണ്ട് നീഡ് ഇറ്റ്, ബട്ട് ഞാൻ എൻ്റെ ഒരു ഒബീഡിയൻസിൻ്റെ പേരിൽ ഞാനത് ചെയ്തു, സാരമില്ല എന്ന് പറഞ്ഞ് പോയി എഴുതി. ഇംഗ്ലീഷ് എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഇൻഫാക്ട് എനിക്കായിരുന്നു ടോപ്പ് മാർക്ക്. ഓക്കെ, എൻ്റെ ടോപ്പ് മാർക്ക്. സോ ടോപ്പ് മാർക്ക് നോട്ട് ജസ്റ്റ് ഇൻ എൻ്റെ സ്കൂളിൽ മാത്രമല്ല, ഇൻഫാക്ട് ഇൻ ഓൾ ഇന്ത്യ ലെവലിൽ നല്ല മാർക്ക് കിട്ടുകയും അതിനൊരു പ്രൈസും ഐ തിങ്ക് ദർ വാസ് ഫൈനാൻഷ്യൽ എക്സ്ട്രാ ടൈം പാസ്റ്റർ യൂസ് ചെയ്തില്ല. ഇല്ല, യൂസ് ചെയ്തില്ല, അവർ തന്നില്ല. എക്സാമിനോട് പറഞ്ഞു അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് അറിയത്തില്ലെന്ന് പറഞ്ഞു. ആൻഡ് സോ വി വിൽ നോട്ട് ഗിവ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ ഇത് എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞതുകൊണ്ട് ഐ ഹവ് കം, അല്ലാതെ എനിക്ക് വേണമെന്നുണ്ടായിട്ടല്ല, ഐ എം ഹാപ്പി, സാരമില്ല. ആൻഡ് ഇത് എഴുതി കഴിഞ്ഞപ്പം ഇങ്ങനായിരുന്നു റിസൾട്ട് വന്നപ്പം ടോപ്പ് മാർക്കും അങ്ങനെ. സോ ഇറ്റ് വാസ് വെരി ഗുഡ്. പക്ഷെ അതിൽ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഒന്ന് നമ്മൾ ദൈവത്തെ ആശ്രയിച്ച്, ഞാനപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രിൻസിപ്പളിനോട് പറയും, എൻ്റെ പേരൻസിനോട് പറയുകയും, ദൈവം ഇത്രയും നാളും നടത്തി, ഇനി എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? ലൈക്ക് ആക്ച്വൽ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മാറുന്നു? നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ള ഓപ്ഷൻസ് നോക്കുന്നു? കാരണം എല്ലാം ലൈഫിലെല്ലാം ഓക്കെ ആണെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാൻ എളുപ്പമാണ്. ഷുവർ, കാരണം എല്ലാം പോകുന്നുണ്ട്. പക്ഷെ ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മൾ മാറരുത്. അപ്പോഴാണ് അറിയുന്നത്, എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് ദൈവം തന്നെയാണോ നിന്റെ ലൈഫിൽ നമ്പർ 1. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു. അപ്പം ഞാൻ എനിവേ പറഞ്ഞു. സോ ദൈവം എന്നെ അവിടെ മാനിച്ചു. അത് ദൈവത്തിന് മാത്രം തന്നെ സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് സെക്കൻഡ്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പലരും ഇതിനെക്കുറിച്ച് പറയത്തില്ല, ആ ടീച്ചറിനെ അവർ മാനിച്ചു, ദൈവം മാനിച്ചു. അതാണ് ആ ടീച്ചറിന്റെ കീഴിൽ പഠിച്ചതാണ് ഞാൻ. എന്നിട്ട് ആ ടീച്ചറിന്റെ ഒരു സ്റ്റുഡൻറ്റിന് തന്നെ ഈ ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടുക എന്ന് പറയുന്നത്, അന്ന് നമ്മൾ റെഫ്യൂസ് ചെയ്തു അവരെ മാറ്റാൻ. ആ ഒരു ഓണർ കൊടുത്തു. അതാണ് എനിക്ക് ഇതിലും ഈ സ്റ്റോറിയിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം. നമ്മുടെ ടീച്ചറിനെയും ബഹുമാനിച്ച് ഇത് റെസ്പെക്ട് ചെയ്യുവാൻ ഗോഡ് അവരുടെ പേരും ഉയർത്തി ഈ സ്റ്റോറിയിൽ കൂടെ, റൈറ്റ്? സോ അതാണ് എനിക്കൊരു ഒന്ന് പറയാനൊന്ന് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് നമ്മൾ ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ ഹി വിൽ ഡു തിങ്സ്. അപ്പൊ അത് ഒരു സ്റ്റോറി ആയിരുന്നു. ഇതേപോലെ കുറെ ഉണ്ട് ഇങ്ങനെ, സ്കൂളിലെയും കാര്യം, കോളേജിലെ കാര്യവും. കോളേജിൽ ഞാൻ ഐ വാസ് ആക്ച്വലി കുവൈത്തിൽ പഠിച്ചു വളർന്നുകൊണ്ട്, സോ 12th കഴിയുമ്പം നമുക്ക് അവിടെ നിന്ന് വിട്ടു പോകണം. അവിടെ ഹയർ സ്റ്റഡീസിന് ഇമിഗ്രൻസിന് ഇല്ല, കുവൈറ്റികൾക്ക് മാത്രമേ അവിടെ അന്നത്തെ കാലത്ത് ഉള്ളൂ. സോ ഞാൻ 98-ലെ കാര്യമാണ് പറയുന്നത്. ഇപ്പം 12th ആയി, ഇപ്പം 98 ആയി. സോ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഇല്ല. സോ ഹയർ എഡ്യൂക്കേഷന് നമ്മൾ ടിപ്പിക്കൽ എല്ലാവരും നാട്ടിലോട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞാനും നാട്ടിൽ പോകാനും, എൻജിനീയറിംഗ് ആയിരുന്നു എനിക്ക് താല്പര്യം. ഐ മീൻ അന്ന്, ബിക്കോസ് അതിന് മുമ്പേ ആക്ച്വലി വേറൊരു കാര്യമുണ്ട്, എനിക്ക് ലോയർ ആണോന്നായിരുന്നു. എനിക്ക് ഈ എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്കൊരു സംസാരിക്കാൻ വയ്യെന്നല്ല, ബട്ട് ഒരു ഉണ്ടല്ലോ ഇച്ചിരി പ്രോപ്പറായിട്ട് വോയിസ് ചെയ്ത്, ഈ ഇൻജസ്റ്റിസ് എനിക്ക് വലിയ വിഷയമാണ്. ജസ്റ്റിസ് എപ്പോഴും നടക്കണം. അപ്പോൾ ഇൻജസ്റ്റിസ് വരുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ മുന്നിൽ കയറി നിൽക്കുക, സംസാരിക്കുക, പറയുക, ഇതെനിക്ക് വലിയൊരു വിഷയമാണ്. അപ്പം എനിക്ക് ലോയർ ആണോന്നുണ്ടായിരുന്നു, പാവപ്പെട്ടവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് ലോയർ ആണോന്നായിരുന്നു. ബട്ട് വീട്ടിലും സ്കൂളിലും അവരാരും സമ്മതിച്ചു. കാരണം ലോയർ ആവണമെങ്കിൽ ഇതെടുക്കണം, എന്തുവായിരുന്നു, ആർട്സ് ഗ്രൂപ്പാന്ന് തോന്നുന്നു, എടുക്കണം 10th കഴിഞ്ഞിട്ട്.
എൻ്റെ എല്ലാവരും പറഞ്ഞു നോ നോ നോ, അതൊരു എംബാരസ്മെൻ്റ് ആണ്, നമുക്ക് അങ്ങനെ യുനോ സയൻസ് ഗ്രൂപ്പ് വേണ്ടി എടുക്കാൻ, ഇവരെല്ലാവരും എഞ്ചിനീയറും ഡോക്ടേഴ്സും അല്ലേ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞ്, ലോയേഴ്സ് ആണെങ്കിൽ കള്ളത്തരം പറയണം, അത് വേണം ഇത് വേണം. ഐ വാസ് ലൈക്ക്, ഏത് പ്രൊഫഷൻ ആണേലും യു ക്യാൻ, ദൈവത്തെ നമുക്ക് മാനിക്കാം, ബട്ട് എനിവേ ഒത്തിരി പ്രഷർ. ഇറ്റ്സ് ഓക്കെ, എല്ലാം ദൈവത്തിന് അറിയാം. ആൻഡ് സോ ഫൈനലി എഞ്ചിനീയറിങ്ങിന് പോയി. എഞ്ചിനീയറിങ്ങിന് അന്ന് എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ അറൗണ്ട് 3500 റാങ്കിൽ കിട്ടിയില്ലെങ്കിൽ സീറ്റ് ഇല്ല. അപ്പം ഞങ്ങളുടെ ഹിസ്റ്ററിയിൽ കുവൈറ്റിൽ നിന്ന് പൊതുവെ ആരും ഇങ്ങനെ പെട്ടെന്ന് എൻട്രൻസ് എഴുതി കിട്ടാറില്ല. അത് ദാറ്റ് ഈസ് നോട്ട് ദെയർ. ആ ഒരു ട്രെയിനിങ് ഇന്ത്യയിലാണ് ആക്ച്വലി ബെറ്റർ ട്രെയിനിങ് ഉള്ളത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, ഈ എൻട്രൻസ് എക്സാമിനൊക്കെ. അപ്പം ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. ബട്ട് അന്നും 98 ദൈവം സഹായിച്ച് ഞാൻ എൻട്രൻസ് എക്സാം എഴുതി, റാങ്ക് കിട്ടി. ആൻഡ് ഐ വാസ് ഏബിൾ ടു ഗെറ്റ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. നോർമൽ ഇതിൽ തന്നെ നമ്മുടെ പൈസ മീൻസ് അഡീഷണൽ ഒന്നും കൊടുക്കുകയോ ഒന്നും വേണ്ട, നോർമൽ എൻട്രൻസ് എഴുതി കിട്ടി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. സോ അതും കംപ്ലീറ്റ്ലി ദൈവത്തിൻ്റെ ഒരു ഇതാണ്. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ആരിലും ഒരാൾ ഇങ്ങനെ നോർമൽ ഇതിൽ പോയി എഴുതി എൻട്രൻസ് എഴുതി. ഞാൻ കുറച്ച് നാൾ എൻട്രൻസ് കോച്ചിങ്ങിന് ഉണ്ടായിരുന്നു, 1 month എങ്ങാണ്ട് ടൈം കിട്ടി. അതിനെ ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയി ചെയ്തു. ആൻഡ് കേരളത്തിൽ തിരുവനന്തപുരത്ത് പോയി ചെയ്തു. ആൻഡ് ഇങ്ങനെ ഇത് കിട്ടി. അതായത് നല്ലതായിരുന്നു. സോ അങ്ങനെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അത് എളുപ്പമല്ല. കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ നമുക്ക് താല്പര്യം. എൻ്റെ അന്നത്തെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് അതാ. പക്ഷേ ഇലക്ട്രിക്കലാണ് ചെയ്ത് പഠിച്ചു. 4 years നല്ല ഗ്രേഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ടൈമിലും എന്നോട് എൻ്റെ ടീച്ചേഴ്സ് ചോദിക്കും, എടാ നീ പ്രാക്ടിക്കൽ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ബിക്കോസ് അതിനകത്ത് മെഷീൻസ് ഉണ്ട്, വയറിംഗ് ഉണ്ട്, ഇതുണ്ട് അതുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു പേടി, ഹൗ വിൽ യു മാനേജ് ഇതെല്ലാം ഒറ്റക്കൈയും കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു സാരമില്ല, ദൈവം ഉണ്ട് കൂടെ, നമുക്ക് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാം, ദൈവം ഉണ്ടെന്നൊക്കെ ഇങ്ങനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഉള്ള കാര്യം പറയാം, യഥാർത്ഥ ഒരു ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ദൈവത്തെക്കുറിച്ച് അറിയാം, ദൈവത്തിൻ്റെ ഒരു റൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമാൻഡ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ്. ബട്ട് ദൈവവുമായിട്ട് ഒരു പ്യുവർ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഞാൻ ഇന്നും പറയത്തില്ല. അന്നത്തെ ഇപ്പം ഞാൻ പുറകോട്ട് നോക്കി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അന്ന് എനിക്ക് ഒത്തിരി കുറവായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാം, ദൈവത്തിൻ്റെ നിയമങ്ങളും കമാൻഡ്മെന്റ്സും ഇതൊക്കെ അറിയാം. സോ അതനുസരിച്ച് ഞാൻ ജീവിക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ മെയിൻ തിങ്. പപ്പ മമ്മ ഒത്തിരിയും അതിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. മമ്മായിരുന്നു ഒത്തിരിയും കൊച്ചിനും ബൈബിൾ വായിക്കാനും ഇതൊക്കെ എൻകറേജ് ചെയ്ത്. സോ എനിക്ക് അറിവുണ്ട്, ദൈവത്തെക്കുറിച്ച് അറിവുണ്ട്. ആൻഡ് ഐ യൂസ് ടു ലിവ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയായിരുന്നു കോളേജിലും ഒക്കെ. അപ്പം ദൈവത്തെക്കുറിച്ച് പറയാനൊക്കെ എനിക്കറിയാം. ആൻഡ് ഇത് പക്ഷേ ലൈക്ക് ഞാൻ പറഞ്ഞു വന്ന ആ മെയിൻ ഒരു നമുക്കുണ്ടല്ലോ സ്നേഹബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ്, അതാണ് പിന്നെയും മനസ്സിലായത് അതൊരു കുറവുണ്ടായിരുന്നു. എനിവേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കോളേജിൽ അങ്ങനെ എല്ലാം കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ആയി. അപ്പം ഉണ്ടല്ലോ പ്ലേസ്മെന്റ്, ഇതാണല്ലോ വലിയ കാര്യം, പ്ലേസ്മെന്റ്. അപ്പം ഓക്കെ, എല്ലാവരും വന്നു. അന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സഡൻലി ദേ ചേഞ്ച്ഡ്, ഫോർമാറ്റ് ഒക്കെ മാറി. ഞാൻ കോളേജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റായി, ഗ്രൂപ്പ് ഡിസ്കഷനായി, നമ്മുടെ പെരുമാറ്റം, കാര്യങ്ങൾ, ഇംഗ്ലീഷ്, ഇതൊക്കെയായിരുന്നു അന്നത്തെ വലിയ കാര്യങ്ങൾ. അല്ലാതെ എക്സാമിൻ്റെ മാർക്ക് മാത്രമല്ല, അത് കൂടാതെ ഈ അഡീഷണൽ പല കാര്യങ്ങൾ വേണ്ടി വരുന്നതായിരുന്നു. ആൻഡ് അതിനെല്ലാം ഞാനായിരുന്നു ടോപ്പർ. ഓക്കെ, സോ അക്കാഡമിക്കലി നോക്കുവാണെങ്കിൽ നല്ലതാ. ഇപ്പോൾ എവറി സബ്ജക്റ്റിൻ്റെ മാർക്ക് എനിക്കല്ല ടോപ്പ്, പക്ഷെ ഒരു എല്ലാം കൂടെ നോക്കുമ്പോൾ പ്രസൻറ്റേഷന്, ഇത് ഗ്രൂപ്പ് ഡിസ്കഷന്, ഇത് ഇംഗ്ലീഷും പല കാര്യങ്ങളെല്ലാം കൂടെ നോക്കി വരുമ്പോൾ ഞാനായിരുന്നു പല എക്സാമിനും ടോപ്പറായിട്ട് നിന്ന്. ആൻഡ് ഇൻഫാക്ട് പ്ലേസ്മെൻറ്റിന് കിട്ടിയെന്ന് വെച്ചാൽ സെലക്റ്റഡ് ആയി. ഇനി ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി HR നമ്മൾ പൈസയുടെ കാര്യവും കോമ്പൻസേഷനും മാനേജറും, ഇതാണ് സെലക്ഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ലെവൽ വരെ ഞാൻ എത്തി. ആരും നോബഡി ഈസ് സർപ്രൈസ്ഡ്. എല്ലാവരും പറഞ്ഞു നെൽസൺ ഹി വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫസ്റ്റ് ആണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോളോ ടയേഴ്സ് കമ്പനി, എറണാകുളത്തെ അങ്കമാലിയാന്ന് തോന്നുന്നു, അതോ ആലുവ അങ്കമാലി, അവിടെ എങ്ങാണ്ട് അവരുടെ മെയിൻ ഫാക്ടറി ഉള്ളത്. അപ്പോൾ ആ കമ്പനിയിലേക്കാണ്, അപ്പോളോ ടയേഴ്സിലേക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ചെന്നു, ഇൻ്റർവ്യൂ സന്തോഷമായിട്ടൊക്കെ എല്ലാം സംസാരിക്കുന്നു. ഉടനെ ഞാൻ കണ്ടു, ഞാൻ അകത്തോട്ട് കയറുകയും അവർ എൻ്റർ ചെയ്യുകയും എല്ലാവരും ഇങ്ങനെ നോക്കി, ഒരു 3-4 പേരുണ്ട്, നോക്കുകയും തമ്മിൽ ഇങ്ങനെ നോക്കുക. ലൈക്ക് ഐ തിങ്ക് അവർക്ക് ലൈക്ക് എന്ത് പറ്റിയെന്ന് ഐ ഡോണ്ട് നോ. അപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ്, ഐ എം വെരി ഹാപ്പി ടു സീ യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആസ് യൂഷ്വൽ സംസാരിച്ചൊക്കെ നിൽക്കുക.
അപ്പൊ ഇവര് ഓരോന്നും ചോദിക്കുമ്പോഴേ അറിയാം ഇവര് ലൈക്ക് ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ്. അപ്പൊ ഞാൻ ഇതെന്തോ പറ്റി, സംതിങ് ഹാപ്പൻ, ലൈക്ക് ഇവര് അൺഎക്സ്പെക്റ്റഡ്. അപ്പൊ ഞാൻ ചോദിച്ചു, സർ ഇസ് എവറിത്തിങ് ഓക്കെ, എന്തെങ്കിലും പറ്റിയോ? അപ്പൊ അവർ പറഞ്ഞു, നോ 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 നോ, വി ജസ്റ്റ് ആക്ച്വലി ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നീ എങ്ങനെ ഈ ഒരു കൈയും കൂടെ, ഈ കൈക്ക് എന്ത് പറ്റിയതാ? ഞാൻ പറഞ്ഞു, ജന്മനായില്ലാത്ത. ഓക്കെ, ഇതെങ്ങനെ, ഹൗ ഡിഡ് യു കംപ്ലീറ്റ് നിന്റെ എക്സാംസും നിന്റെ പ്രാക്ടിക്കൽസും നിന്റെ ഇതെല്ലാം, ഹൗ ഡിഡ് യു? ഞാൻ പറഞ്ഞു, ഹൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ മീൻ എന്താ പറയാ, what do I say? Yeah, I mean, if you ഈ കൈയുടെ കാര്യമാണെങ്കിൽ ദൈവം സഹായിച്ചു. ആൻഡ് യുനോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ഇൻഫാക്ട് ഒരു ടീച്ചറും എന്നെ അഡീഷണൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യുവോ, അഡീഷണൽ ടൈം തരുവോ, അല്ലെങ്കിൽ എനിക്ക് ഈസി എക്സ്പെരിമെന്റ്സ് തരുവോ, അങ്ങനെയൊന്നുമല്ല. ഐ ഹവ് കം ത്രൂ ദ നോർമൽ പ്രോസസ്. ഐ എം വെരി കോൺഫിഡൻറ്റ്. ആൻഡ് ഫ്യൂച്ചറിൽ ജോലിയുടെ കാര്യത്തിലും ഐ എം വെരി കോൺഫിഡൻറ്റ്. എനിക്കറിയത്തില്ല നിങ്ങളുടെ കമ്പനിയിൽ എന്തോ എക്സാക്ട് ജോലി എന്ന് എനിക്കറിയത്തില്ല. ബട്ട് സി, ഞാൻ അവരോട് പറഞ്ഞു, ഒരു കൈയും കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ടൂത്ത് പേസ്റ്റ് എടുത്ത് ടൂത്ത് ബ്രഷിൽ ഇട്ടിട്ടുണ്ടോ, പല്ല് വെച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഐ ഡു ഇറ്റ് എവറി ഡേ. ഞാൻ ഒരു കൈയും കൊണ്ട് ആ ഷർട്ടിന്റെ ബട്ടൺ അല്ല ഇടുന്നത്. സോ അതൊന്നും നേരത്തെ ആലോചിച്ചിട്ടല്ല, അത് എങ്ങനെയോ ഐ വിൽ ഫൈൻഡ് എ വേ. ഞാൻ എങ്ങനെയും അത് കണ്ടുപിടിക്കും. അതേപോലെ ഐ ആം കോൺഫിഡൻറ്റ്. നിങ്ങളുടെ കമ്പനിയിൽ എന്തൊക്കെയാ ടാസ്ക് ഉള്ളത്, ചലഞ്ചസ് ഉണ്ടാവാം, ബട്ട് ഐ ആം കോൺഫിഡൻറ്റ്. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതിനുള്ള വിസ്ഡം തരും. അത് ചെയ്തോളാം, അതൊന്നും എനിക്ക് വിഷയമല്ല, യുനോ എന്ന് പറഞ്ഞു. ഷാരു പറഞ്ഞു, ഓ നിന്റെ സ്പിരിറ്റ് കൊള്ളാം, സാരമില്ല, നീ ഒന്ന് പുറത്ത് നിൽക്കുക, ഞങ്ങൾ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. നിന്റെ സ്പിരിറ്റ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് വന്നപ്പോൾ, അതിന്റെ ഫൈനൽ ഔട്ട്കം വന്നപ്പോൾ, അന്ന് സെലക്ട് ചെയ്ത 6 പേരിൽ 5 പേർക്ക് ജോലിയായി, എനിക്ക് മാത്രമില്ല. എന്നിട്ട് ഇതിനകത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് അവർ ഭയങ്കര വിഷമം. അവർ, നെൽസൺ നിനക്ക് എന്ത് പറ്റി? ഞാൻ, സാരമില്ല, അത് ഇങ്ങനെ, യുനോ ഐ ഡോണ്ട് നോ, മേ ബി എൻ്റെ ക്വാളിഫിക്കേഷൻ പറ്റിയില്ല, ഐ ഡോണ്ട് നോ. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഈ കമ്പനി ജോയിൻ ചെയ്തിട്ട് അവരോട് മാനേജറിനോട് ചോദിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട് നെൽസൺ ഉണ്ടായിരുന്നു, എന്ത് പറ്റി? അപ്പോൾ അവർ പറഞ്ഞു, ആക്ച്വലി ആ കൈയുടെ പ്രശ്നം കാരണമാണ് ഞങ്ങൾ എടുക്കാൻ. ആക്ച്വലി നെൽസൺ ആയിരുന്നു ടോപ്പ് സെലക്ഷൻ. പക്ഷെ അതല്ല ഈ പേപ്പറിൽ റിസൾട്ട്, ഇതിന്റെ ഗ്രേഡിംഗ് ഒക്കെ നോക്കുമ്പോൾ ഇവനാണ് ടോപ്പ്. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പം ഇതായി, ഞങ്ങൾ വി ഡിഡ്ന്റ് ഡിസൈഡ്. ആക്ച്വലി നെൽസൺ ആയിരുന്നു ഞങ്ങളുടെ ടോപ്പ് സെലക്ഷൻ. ഇത് അപ്പോളോ ടയേഴ്സിനെ പറ്റി, ഹിന്ദുസ്ഥാൻ ലീവർ കമ്പനിയെ പറ്റി, വേറെ 3 കമ്പനീസിൽ ഇങ്ങനെ എൻ്റെ പ്ലേസ്മെന്റ് ടൈമിൽ എനിക്ക് ജോലി കിട്ടി. എല്ലാം കാര്യം നേരിട്ട് വരുമ്പോൾ, ഇന്റർവ്യൂ വരുമ്പോൾ, ഇവരെന്നെ കണ്ടു കഴിയുമ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ എനിവേ, ഞാൻ കോളേജ് കഴിഞ്ഞ് ആദ്യമായിട്ട് ആക്ച്വലി എനിക്കൊരു ജോലിയില്ല, ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ചിന്ത വരുകയും ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. മമ്മിയുടെ വീട്ടിലാണ്. അപ്പം ഞെക്കനാൽ ഓച്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അങ്കിളും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ഇങ്ങനെ നിൽക്കുക, കോളേജ് കഴിഞ്ഞ് ഉള്ള സമയം. ആദ്യമായിട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, ദൈവമേ, ഇതുവരെ ഞാൻ ഇപ്പം വയസ്സ് 22ആയി, ഇതുവരെ എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. ഞാൻ ഇങ്ങനെ ഓരോ കാര്യവും ഇങ്ങനെ ഇങ്ങനെ നീണ്ടെന്നല്ല, ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ആൻഡ് ഇച്ചിരി ചലഞ്ചസ് വരും, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പോയി ദൈവത്തിനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പം. പക്ഷെ ഇത് ഞാൻ ഇനി എന്ത് ചെയ്യും? 4 വർഷം പഠിച്ചു, പൈസ ഇത് ചെയ്തു, ഇനി ഞാൻ എൻ്റെ ലൈഫ് തന്നെ ലൈക്ക് ആദ്യമായിട്ട് സ്റ്റോപ്പായി. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആദ്യമായിട്ട്. മറ്റേത് എപ്പോഴും ഉണ്ടല്ലോ, എല്ലാവരും സ്കൂളിൽ പോകുന്നു, ഓക്കെ, അന്ന് എല്ലാവരും എഞ്ചിനീയർ എല്ലാം പോയി. പക്ഷെ ആദ്യമായിട്ട്, അപ്പം എനിക്കൊന്ന് റിയൽ വേൾഡുമായിട്ട് ആദ്യമായിട്ട് ഈ കൈയുടെ പ്രശ്നവും എന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥനമേ, മേ ബി ഇത്രയും നാളും ഞാൻ ദൈവത്തെ ശരിക്കും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താ ദൈവം എന്നെ ഒരു കൈ കൊണ്ട് മാത്രം സൃഷ്ടിച്ചതിനും അതിൻ്റെ ഒന്നും എനിക്ക് കറക്റ്റ് അങ്ങോട്ട് മേ ബി ഞാൻ ശരിക്കും അറിഞ്ഞിട്ടില്ല. ബട്ട് ദൈവമേ, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണം ഇനി എനിക്കറിയത്തില്ല. ഈ ഒരു കൈയുടെ പ്രശ്നം പറഞ്ഞ് ഞാൻ ദൈവത്തെ കുറച്ച് പറഞ്ഞില്ല. ബട്ട് ഇനി ഈ കൈയുടെ പ്രശ്നം വന്ന് ഇനി ഒരു നോ കേൾക്കാൻ, ഇനി ഒരു റിജക്ഷൻ കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ദൈവമേ, എനിക്ക് എന്തേലും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഫ്യൂ മന്ത്സ് പോയി. ബട്ട് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ നീ ഇൻഫോസിസിന് ജോയിൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ഇൻഫോസിസ് ഇതൊന്നും കിട്ടുന്ന പോലും അല്ല, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അവർക്ക് കമ്പ്യൂട്ടർ സയൻസാ വേണ്ടേ. സാരമില്ല നീ എഴുത് എന്നും പറഞ്ഞ് ഇൻഫാക്ട് എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത ഫ്രണ്ട് ഞാനല്ല. ഞാൻ അത്രയും ഇച്ചിരി ഒരു ഡിപ്രസ് പോലെ ആയിപ്പോയി. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു, എടാ എനിക്ക് ഇവര് എന്നെ വിളിക്കുകയും ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു ഇന്റർവ്യൂവിനും ടെസ്റ്റിനും ഒക്കെ. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല, ഐ എം നോട്ട് പ്രിപ്പയറിങ്, ഞാൻ അങ്ങ് ആകെ ഒരു ഇച്ചിരി ഇതായിട്ട് നിൽക്കുക. അപ്പൊ ആ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞു,
എടാ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് ശകുന്തള ദേവിയുടെ മാത്സിന്റെ ഒരു ബുക്കുണ്ട്, അത് നീ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ ദൈവമേ, ഒരാഴ്ചയേ ഉള്ളൂ, ഇതുവരെ പ്രിപ്പയർ ചെയ്തില്ല, ഞാൻ ചെയ്യാൻ പോവാന്നും പറഞ്ഞു. ദൈവമേ, ഇത് നിന്റെ ഇതാണെങ്കിൽ എനിക്ക് ഇതുവരെ ഇത് ഇൻഫോസിസിന്റെ അന്നത്തെ എക്സാം എന്ന് പറയുന്നത് 10 പസിൽസ് ആയി തരുന്നത്. ഓക്കെ, 10 പസിൽസ് 1 hour നമ്മൾ ചെയ്തു തീർക്കണം. അല്ലാതെ നമ്മുടെ മാത്സ് എക്സാം ക്വസ്റ്റ്യൻസ് അല്ല, ബട്ട് ദേ ആർ പസിൽസ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനേഷൻ ഇതാണ്, നിനക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യാനുള്ള ഇതാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത്. സോ ആർക്കും കിട്ടാത്തൊരു സംഭവം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ബിക്കോസ് ഞാനും ദൈവം തമ്മിൽ അത്ര അങ്ങോട്ടൊരു ഒരു ഒരു ചെറിയൊരു ഇതിലാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ, എനിക്കിതിൽ ഫുൾ മാർക്ക് വേണം, ആണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ആണെന്നും പറഞ്ഞ് ഞാൻ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്, ആൻഡ് ഇത് നിന്റെ ഹിതമാണെന്നുള്ള രീതിയിൽ, ആൻഡ് ഐ വിൽ മൂവ് ഫോർവേഡ്. ബാംഗ്ലൂരിൽ വെച്ച് പോയി എക്സാം എഴുതി. ഇൻഫാക്ട് 1 hour ഞാൻ 50 minutes തന്നെ തീർത്തു എക്സാം. ആൻഡ് ബിലീവ് ഇറ്റ് ഓൺ ഫസ്റ്റ് ടൈം അവരും പറഞ്ഞു 100%, ആദ്യമായിട്ട് 50 out of 50 എല്ലാ പസിലും സോൾവ് ചെയ്ത്. ഇവൻ ഞാനും തന്നെ ഞെട്ടിപ്പോയി, ദൈവമേ, ഇത് ഇത്രയും ഇങ്ങനെയാണോ, അപ്പം ഞാൻ ഇനി ഇതാണോ എൻ്റെ കരിയർ എന്നും പറഞ്ഞ് അങ്ങനെ എല്ലാം വന്ന് ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ അവരോട് സ്ട്രെയിറ്റ് അവേ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ ചോദിക്കാൻ പോവാ, എൻ്റെ കൈ ഒരു പ്രശ്നമാണോ? ഇത് അവർ പറഞ്ഞു നിനക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ ബാക്കി നിന്റെ അക്കാഡമിക്സ് എല്ലാം വി ആർ ഹാപ്പി, നിനക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഞാൻ പറഞ്ഞു ഓക്കെ, ഈ 5 ഫിംഗേഴ്സും കൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യാം, ഐ വിൽ ഡു വാട്ട് എവർ യു നീഡ്. അപ്പോൾ അവർ പറഞ്ഞു വി ആർ ഫൈൻ, ഞങ്ങളൊരു റിജക്ട് ചെയ്യുന്നൊന്നുമില്ല, വി ആർ ഫൈൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ജോലി കിട്ടും, ദൈവത്തോട് ഞാൻ മൗത്ത് പറയും. ആദ്യമായിട്ട് ടൈത്ത് ഒക്കെ കൊടുക്കാൻ ഒരു അവസരം കിട്ടുകയും അത് ഞാൻ ശരിക്കും വളരെ സന്തോഷത്തോടെ കൊടുത്തു. ബിക്കോസ് ഞാൻ പറഞ്ഞു ദൈവമേ, ഇത് എനിക്ക് ഐ വെന്റ് ത്രൂ എ ഹാർഡ് ടൈം, ഐ ക്വസ്റ്റ്യൻഡ് യു, ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു, അതാ ഇങ്ങനെ പല പ്രശ്നങ്ങളും, ബട്ട് ദൈവം എനിക്ക് ഇങ്ങനൊരു ഇത് ഒരുക്കി. ആൻഡ് അന്ന് 2003 ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ, ഇൻഫാക്ട് 4 മാസം ട്രെയിനിങ്, അന്ന് എനിക്ക് 15,000 rupees സാലറി ആയിട്ട് അത് കിട്ടുക. അന്ന് പ്ലേസ്മെന്റ് കിട്ടിയ പല ജോലിയിൽ അന്ന് 8,000 7,000 ആയിരുന്നു സാലറി അന്ന് ഓഫർ ചെയ്തത്. അപ്പം ഈ വിത്തിൻ 6 months അപ്പം ഒന്നും കിട്ടിയില്ല. പിന്നെ ഇത് കിട്ടി, ഇൻഫോസിസ് കിട്ടി. അന്ന് 15,000 rupees വെച്ച് ഈ പ്രൊബേഷനിലായതുകൊണ്ട് 15,000-ഉം, അത് കഴിഞ്ഞ് 22,000-ഉം, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 27,000. ഇത് 2003 2004, ഇതൊന്നും അന്നൊന്നും കേൾക്കാത്ത എമൗണ്ട്സാ ആൾക്ക്. അപ്പൊ ആസ് എ യങ് മാൻ ദൈവം ഭയങ്കരമായിട്ട് കരുതി. ദൈവത്തെ കൂടെ നിന്നു. യെസ്, സി വൺ തിങ്, ഞാൻ ഈ ഒരു കാര്യം പറയാം. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ബൈബിളില് നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്, ഞാനൊക്കെ വളരുമ്പം ഒത്തിരി കേട്ടിട്ടുള്ള, നീ ഒരിക്കലും തിരിച്ച് ചോദ്യം ചെയ്യരുത്. അതാണ് പാസ്റ്റർ കേട്ടിട്ടുണ്ടോ? മേ ബി യങ് പീപ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ഇതൊരു വലിയ ഇതാ. നിങ്ങൾ തിരിച്ച് മുതിർന്നവരോട് ഒത്തിരി ചോദ്യം ചെയ്യരുത്. അതൊരു ഡോണ്ട് ആൻസർ ബാക്ക്. ഇങ്ങനെ, കാരണം ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരാളാണ് എല്ലാത്തിനും. അതെന്താ ഇങ്ങനെ? അമ്മച്ചിയൊക്കെ എന്തെങ്കിലും പറയുമ്പം എടാ വെളിയിൽ പോകുന്നവരെ തിരിച്ചു വിളിക്കില്ലെന്നോ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ പാസ്റ്റർ? അറിയത്തില്ല. ഇങ്ങനെ കരിമ്പൂച്ച ക്രോസ് ചെയ്യുമ്പോൾ ഇതാണെന്നും ഇങ്ങനെ പല ഉണ്ടല്ലോ. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കും, ഇതെന്താ കാര്യം എന്താ? എന്നിട്ട് അത് എനിക്ക് കൺവിൻസ്ഡ് ബോധം വന്നില്ലെങ്കിൽ ഞാൻ അത് ഫോളോ ചെയ്യത്തില്ല. ഞാൻ പറയും ഇത് മണ്ടത്തരമെന്ന് പറയും. അപ്പം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുതിർന്നവരെ നമ്മൾ ഒത്തിരി ഇത് ചെയ്യരുത് എന്നൊക്കെ. അപ്പം ഞാനും ദൈവത്തെ അങ്ങനെ കണ്ട, ദൈവം ഒത്തിരി നമ്മളെയൊക്കെ സീനിയറും ഒത്തിരി വലിയ ദൈവം, അപ്പം ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്യില്ലെന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ദൈവം എന്താ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച്, ദേഷ്യത്തോടെയല്ല, ബട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോഴാണ് ദൈവം എന്നോട് കാണിച്ചു തന്നൊരു കാര്യമാണ്, ബൈബിളില് എസ്പെഷ്യലി ജീസസിന്റെ ആ ഗോസ്പൽസ് നമ്മൾ വായിക്കുമ്പോൾ മോർ ദാൻ ഹാഫ് ജീസസിന്റെ വേർഡ്സ് ഒരു ക്വസ്റ്റ്യന്റെ മറുപടി ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ജീസസിന്റെ എല്ലാ വാക്കുകളും ഒരു പ്രസംഗമല്ല. നമ്മൾ ചില ബൈബിളിലില്ലേ ഈ റെഡായിട്ട് എഴുതുന്ന ജീസസിന്റെ വാക്കുകൾ റെഡ്, അത് നമ്മൾ വായിച്ചു നോക്കുമ്പം പലതും ഒരു ക്വസ്റ്റ്യന്റെ മറുപടിയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പൊ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാം.
ദൈവം ആക്ച്വലി മറുപടി പറയാൻ വിശ്വസ്തനാണ്. ദൈവം മറുപടി പറയുകയും ചെയ്ത് നമുക്ക് മേ ബി വി ഡോണ്ട് ലൈക്ക് ദ റെസ്പോൺസ്, നമുക്ക് അനുകൂലമായിട്ടായിരിക്കത്തില്ല പറയുന്നത്, പക്ഷെ ആക്ച്വലി അത് ആനുകൂല്യമായിട്ടാണ്. യഥാർത്ഥ സത്യവും നമ്മുടെ നല്ലതിനു വേണ്ടിയാണ് ദൈവം പറയുന്നത്. സോ എനിക്ക് അത് മനസ്സിലായി. അപ്പോൾ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതാണ് ശരിക്കും ഞാനും ദൈവം തമ്മിൽ റിലേഷൻഷിപ്പിന്റെ ഒരു ഫസ്റ്റ് ബിഗിനിങ് എന്ന് പറയുന്നതാണ്. ഏതാ? എനിക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. ദൈവം എന്നെ വെറുക്കത്തില്ല, എന്നെ ഓടിക്കത്തില്ല, മറ്റുള്ളവർ പറയുന്ന പോലെ ചുമ്മാ ഒരു ആൻസറും പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങി. ദൈവത്തെ നമുക്ക് ഓക്കെ ഓക്കെ ഏതാണ്ടൊക്കെ ഇവിടെ അപ്പൊ അങ്ങനെ ഞാൻ തുടങ്ങി ഇൻഫോസിസിലൊക്കെ ജോലിയായി. അങ്ങനെ ഇൻഫോസിസ് വഴിയാണ് ആക്ച്വലി അമേരിക്കയിൽ വന്നത്. 2 years കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ വരാൻ ഇടയായി. എനിക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അന്ന് അമേരിക്കയോടൊന്നും ഇങ്ങനെ വലിയ, നാട്ടിൽ തന്നെ നിൽക്കുക ഇങ്ങനെ ഒക്കെ ആയിരുന്നു. കാരണം അതൊന്നും മലയാളവും എല്ലാം ശരിയായി. ചെന്നൈയിലായിരുന്നു എൻ്റെ ഓഫീസ്. അപ്പം തമിഴും പഠിച്ചു, അതും വന്നു, എല്ലാം വന്നു. അപ്പം പപ്പായുടെ മമ്മായുടെ ഒക്കെ റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് നാട്ടിലൊരു സെറ്റിൽമെന്റ് പോലെ ഇങ്ങനെ എൻ്റെ ഇതേ വരുമായിരുന്നു. കോളേജ് തൊട്ട് എനിക്ക് ഇഷ്ടം, അങ്കിളും ആൻറ്റിമാരും കസിൻസും എല്ലാവരും ഉണ്ട്. സോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നാട്ടിൽ നിൽക്കാനൊക്കെ. അപ്പം എനിക്ക് ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഫുഡിനോടും മലയാളി ഫുഡിനോടും മട്ട റൈസും നമ്മുടെ ഇതൊക്കെയാണ് എനിക്കിപ്പോഴും ഇഷ്ടം. സാമ്പാർ, തോരൻ, പപ്പടമൊക്കെ കിട്ടിയാൽ ഐ എം വെരി ഹാപ്പി. എനിക്ക് ബിരിയാണിനേക്കായൊക്കെ ഇഷ്ടം അതാണ്. സോ ആ സിമ്പിൾ ഫുഡും വീട്ടിലെ അതാണ് ഇപ്പോഴും എനിക്ക് താല്പര്യം. അപ്പോൾ ഇങ്ങനെയായിരുന്നു. എനിക്ക് അമേരിക്കയിൽ പോകണമെന്നില്ലായിരുന്നു. പക്ഷെ ഒരു അവസരം വന്നു ഇവിടെ വന്ന് ഒരു ചർച്ചിൽ വന്ന്, ഈ ഹോപ്പ് സെന്റർ ജേഴ്സി സിറ്റി എന്ന് പറയുന്ന ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ വന്ന് ഞാൻ വന്നു. അവിടെയാണ് ശരിക്കും, കാരണം ഇംഗ്ലീഷിലായപ്പോൾ പല കാര്യങ്ങളും എനിക്ക് ഇച്ചിരി മനസ്സിലാവാൻ തുടങ്ങി. മറ്റേത് ഇതുവരെയുള്ള ചർച്ചിന്റെയോ ബൈബിളിന്റെയോ എല്ലാം കാരണം പറഞ്ഞു തരാനുള്ളവരെല്ലാം മലയാളികളായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഉള്ളിലോട്ട് അത് എനിക്കൊന്ന് പുള്ളി കയറുന്നില്ല. അപ്പൊ ഈ അമേരിക്കയിൽ വന്ന് ഈ ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഇതൊരു അസംബ്ലീസ് ഓഫ് ഗോഡ്, ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ചാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് ഡിനോമിനേഷന്റെ ഒരു ചർച്ചാണ്. അപ്പൊ ഇവിടെ പാസ്റ്റർ പറയുന്നതും എല്ലാം കേട്ടു ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ഇടപെടലും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പലതും മനസ്സിലാവാൻ തുടങ്ങി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എന്നെ ഒത്തിരി ടച്ച് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ. ശരിക്കും ആൾക്കാർ ഇവിടെ എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ഈ ചർച്ചില്, പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി കൾച്ചറലാണ്. അപ്പം ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഐ ലവ് യു. ഞാൻ പറഞ്ഞു ഐ ലവ് യു, ഇത് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ കേൾക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ ഐ തിങ്ക് അത് വൺസ് ഓർ ട്വൈസ്. പിന്നെ അഥവാ ഐ ലവ് യു എന്ന് കേട്ട നമ്മൾ ഈ സിനിമയുടെ ഇതിലും ഈ റൊമാൻറ്റിക് മീനിങ്ങിലേ കേട്ടിട്ടുള്ളൂ, അല്ലാതെ ഇത് യൂസ് ചെയ്ത് കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ആൾക്കാർ ഇതെല്ലാം പറയുന്ന ആൾക്കാർ, പ്രായമുള്ളവരും ചെറുപ്പമുള്ളവരും, വി ആർ സോ ഹാപ്പി ടു സീ യു. ഞാൻ പറഞ്ഞു, വൈ ആർ യു ഹാപ്പി ടു സീ മീ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചർച്ചിൽ ആദ്യമായിട്ട് വരുന്നു, സെക്കൻഡ് ടൈം വരുന്നു, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ബട്ട് നോ, വി ആർ ഹാപ്പി ടു സീ. എനിക്ക് മനസ്സിലായത്, ദൈവത്തിന്റെ സ്നേഹവും ഇതേപോലെ എല്ലാം നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് ഏൺ ചെയ്യുന്ന ഒരു സ്നേഹമല്ല. ദൈവത്തിന് നമ്മളോട് സ്നേഹം ഓൾറെഡി ഉണ്ട്, അത് ഒത്തിരി ഉണ്ട്. ഇങ്ങോട്ട് ഹീസ് ജസ്റ്റ് പോറിങ് ഇറ്റ് ഔട്ട്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനുള്ള മേ ബി ടൈം ഉണ്ട്. പലർക്കും അത് അറിയത്തില്ല. അപ്പം ഇതാണ് എനിക്ക് ഫസ്റ്റ് എല്ലാവരും ഇത് പറയുകയും ചെയ്യുന്നു. പിന്നെ മനസ്സിലായി. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ ശരിക്കും ദൈവത്തിന് എൻ്റെ ലൈഫ് സബ്മിറ്റ് ചെയ്ത്, കാരണം ഇത് മനസ്സിലായി, ഈ ഒരു ട്രൂത്ത് മനസ്സിലായി. ദൈവം ശരിക്കും ഇത് ചെയ്തു, ഞാൻ ശരിക്കും ഒരു പാവിയാണ്. അല്ല ഇത്രയും നാളും പാവം ചെയ്തോ ഇല്ല എന്നുള്ളത് അങ്ങനല്ല, കള്ളം പറഞ്ഞോ അതല്ല. ഞാൻ ആദമിന്റെ ഒരു ഇതും ബിബ്ലിക്കലി അതൊക്കെ ഒന്ന് മനസ്സിലായി വന്നത് ഈ 2006. അപ്പൊ എനിക്ക് 25 years ആയി. ഇപ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുകയും ഇതാണ് ഓക്കെ സാൽവേഷനും അതിൻ്റെ ലൈഫ്. അപ്പം അതനുസരിച്ച് നിൽക്കണമെന്നും ദൈവം ഉണ്ടെന്നല്ല, ദൈവം ഒരു പേഴ്സണാണ്. നമുക്ക് സംസാരിക്കാം, നമുക്ക് ഇതുണ്ട്. ദൈവത്തിന് ഒത്തിരി നമ്മളെക്കുറിച്ച് ആഗ്രഹങ്ങളും ഇതും. ചിലപ്പോഴേ നമുക്കൊരു തെറ്റുപറ്റും. എന്നെ മലയാളത്തിൽ ശരിക്കും പറയാൻ അറിയത്തില്ല, ബട്ട് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, നമുക്ക് നമ്മുടെ വിചാരം നമുക്കൊരു ലൈഫുണ്ട്, ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതെന്ന്. എന്നുവെച്ചാൽ നമ്മുടെ ഗോൾസ്, നമ്മുടെ പ്ലാന് ഒക്കെ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ദൈവം ഒരു അഡീഷണൽ ഒരു ബൂസ്റ്റ് പോലെ. അപ്പോൾ അതാണ് പലരുടെയും നമ്മൾ ജീവിക്കുന്ന രീതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ.
ഓക്കെ, എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, ദൈവം അത് എന്നെ സഹായിക്കുന്നു. പക്ഷെ അതല്ല ആക്ച്വലി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, നമ്മൾ അതിനോട് ചേരുകയാണ്. അപ്പൊ ഈ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് എനിക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങിയതും. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് മാറ്റിയെടുത്ത് ഇങ്ങനെ ആക്ച്വലി ബൈബിൾ വായിക്കാൻ തുടങ്ങി എൻ്റെ ഓൺ ഇഷ്ടത്തിന്. അല്ലാതെ ബൈബിൾ വായിക്കുന്ന ഒരു നല്ല കാര്യം മീൻസ് ഒരു ചിട്ടയായിട്ടെന്നല്ല, എൻ്റെ ഓൺ എനിക്ക് അറിയാൻ വേണ്ടി, ഈ ദൈവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ്. ആൻഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ, അതാണ് ബിഗ്ഗസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, ഈ ഡെയിലി ബൈബിൾ വായിക്കുന്നത് ഒരു ചിട്ടയായിട്ടോ ഒരു ഇതായിട്ടോ ചെയ്താൽ അതിന് യെസ് മെമ്മറി ഉണ്ട്. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ ഒരു കോമ്പറ്റീഷന് കയറും. ഒരു ബ്രദറൻ ഒരു അങ്കിൾ വന്ന് എന്നെ ഏതോ മമ്മി പറഞ്ഞ ഒരു സൺഡേ സ്കൂളിന് കൊണ്ടുപോയി. ഞാൻ അന്ന് 105 വേഴ്സസ് 105 വാക്യങ്ങൾ വിത്ത് റെഫറൻസ് പേരും ഇതെല്ലാം കാണാതെ പഠിച്ചു പോയി ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള. പക്ഷെ അതുകൊണ്ട് ഒരു 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 പ്രയോജനവും ഇല്ല. ബിക്കോസ് ഒരു രീതി നല്ലതാണ്, ബട്ട് വേറൊരു രീതി അത് നമ്മൾ ആക്ച്വലി മനസ്സിലാക്കിയ ലൈഫിൽ അത് അപ്ലൈ ചെയ്യണം. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ല, ദൈവം പറഞ്ഞു എൻ്റെ ആഗ്രഹം ഇതൊരു ബുക്കിൽ എഴുതാനല്ല, എൻ്റെ ആഗ്രഹം എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എഴുതുക, അതനുസരിച്ച് നമ്മൾ ജീവിക്കുക, അല്ലേ? അൾട്ടിമേറ്റ് എയിം അതാണ് ഗോഡിൻ്റെ. അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് പിന്നെ മനസ്സിലായി തുടങ്ങിയത്. സോ എന്നും ബൈബിൾ വായിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ഇതാണ് എൻ്റെ മനസ്സിൽ, ഞാൻ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്ന ആ ത്രോണിൻ്റെ കൂടെ ഞാനും ഉണ്ട്, ഞാൻ ദൈവത്തെക്കുറിച്ച് അറിയാൻ പോവാണ്, ദൈവം എന്നോട് സംസാരിക്കാൻ ഇതൊരു 2-way കോൺവെർസേഷൻ ുമ്പോഴും ഇത് ദൈവം പറഞ്ഞ വാക്കുകളാണ്. ഇതിൽ നിന്നും ഹോളി സ്പിരിറ്റ് എനിക്ക് പലത് പറയാനുണ്ട്, അല്ലാതെ ഞാൻ മാത്രം വായിച്ച് മനസ്സിലാക്കുമല്ല. ഇവിടെ ഒരു സെയിങ് ഉണ്ട്, ദ ബൈബിൾ ഈസ് ദി ഓൺലി ബുക്ക് where the author is with you when you read it. The Bible is the only book where the author is with you. അത് ഭയങ്കര, സോ അതെൻ്റെ ലൈഫിൽ ഒരു വലിയ ഇതാണ്. അപ്പം ഞാൻ ചിലപ്പം വായിക്കുമ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒന്നും വായിക്കത്തില്ല, ചിലപ്പോൾ 2 വാക്യങ്ങളായിരിക്കും, 3 വേഴ്സസ്, എന്നിട്ട് അതിലിങ്ങനെ ഇരിക്കും. കൊച്ചിലെ മുതലേ വായിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ ഞാൻ ഇമാജിനേഷൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ പീറ്റർ ഇങ്ങനെയാണോ പറഞ്ഞത്, അപ്പോൾ പീറ്റർ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ദേഷ്യം കാണത്തില്ലേ, പീറ്റർ അത് ചെയ്തു, അപ്പം ഇങ്ങനെല്ലാം ആലോചിച്ചും ആ സ്റ്റോറിക്ക് അകത്തോട്ട് പോവുക. ഇങ്ങനെ ഞാൻ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യും. അതേപോലെ പ്രാർത്ഥനയിലും. പക്ഷെ ബിഗിനിങ്ങിൽ എനിക്ക് പ്രാർത്ഥനയോട് വലിയ ഇതില്ല. പക്ഷേ എനിക്കെല്ലാം ഈ നോളജ്, ഞാനൊരു അക്കാഡമിക് സ്റ്റുഡൻ്റ് അല്ലേ, അപ്പം എല്ലാ ഈ സയൻസും ഇതും എല്ലാം പഠിച്ച് അപ്പം നോളജ് ഇൻഫർമേഷൻ പാസ്റ്റർ ബിഗിനിങ്ങിലും പറഞ്ഞു, ഒത്തിരി നോളജ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതിൻ്റെ ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു ഞാൻ. ഞാനതങ്ങനെ മൊബൈൽ ഫോണൊന്നും ഇല്ലെങ്കിലും എനിക്ക് നോളജ് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അന്ന് എൻസൈക്ലോപീഡിയ പറഞ്ഞു കൊച്ചിലെ മുതലേ വായിക്കും, ഒത്തിരി ബുക്സ് വായിക്കുമായിരുന്നു. അപ്പോൾ അതേപോലെ ഞാൻ ബൈബിളും ഒത്തിരി വായിക്കാൻ തുടങ്ങി ഈ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി. അപ്പം നോളജ് ഭയങ്കരമായിട്ട്, തിയോളജി പഠിക്കാൻ, സിസ്റ്റമാറ്റിക് തിയോളജി, ഇതും അതും എസ്കറ്റോളജി, ഇത് എല്ലാം പഠിച്ച് ഇങ്ങനെ വായിച്ച് ഞാൻ കണ്ടിന്യൂസ് ഒത്തിരി വായിക്കുമായിരുന്നു. വായിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. ബട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതുക്കെ ഇങ്ങനെ എനിക്ക് മനസ്സിലായി, ഞാൻ ജോലി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ചർച്ചിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ബൈബിൾ സ്റ്റഡി എനിക്ക് തന്നു. അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ വണ്ടർഫുൾ, ഇതുപോലെ കേട്ടിട്ടില്ല, നല്ലതാ. പക്ഷേ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്, ഞാൻ എപ്പോഴും ഈ നോളജ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഉള്ളതെല്ലാം അങ്ങോട്ടങ്ങ് പറയും. ആൾക്കാരുടെ ലെവൽ വെച്ചോ ഒന്നുമല്ല ഈ പറയുന്നത്. പലപ്പോഴും എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ അങ്ങോട്ടങ്ങ് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് നമ്മുടെ എനിക്ക് എല്ലാം അറിയാവുന്നത് കൊണ്ടല്ല ദൈവം നമ്മളെ ചിലപ്പോൾ ഒരു ജോലി ഏൽപ്പിക്കുന്നത്. അത് ഒരു നല്ല കാര്യമാണ്, നമുക്കറിയാം, സോ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നു. ബട്ട് ആക്ച്വലി ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, യു ഷുഡ് സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. അപ്പം അത് സത്യം പറയുന്നത് സ്നേഹവും കൂടെ വേണം. ഐ തിങ്ക് എൻ്റെ പോർഷനിൽ ട്രൂത്ത് ഉണ്ട് ഒത്തിരി, ഞാൻ എല്ലാം പഠിച്ചു മനസ്സിലാക്കി ഇങ്ങനെ എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആൾക്കാരോട് ഒരു യഥാർത്ഥ ഒരു സ്നേഹം, ചില സത്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് വി ഡോണ്ട് ലവ് ദം ഇനഫ്. ജീസസ് ഹി വിൽ സ്പീക്ക് ദ ട്രൂത്ത്. നമ്മളത് പലപ്പോഴും പറയും, ദൈവം സത്യം പറഞ്ഞു. അപ്പം ഞാനും പറയും, നിന്നോട് പറയും, നീ ഒരു കുശുംബനാ, നീ ഒരു ഇത് വാട്ടെവർ, നമ്മളിങ്ങനെ ഇച്ചിരി ഇതായിട്ട് പറയും. പക്ഷെ അതിൻ്റെ യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, ഹി വാസ് റെഡി ടു ഡൈ ഫോർ യു. അത്രയുമാണ് ദൈവത്തിൻ്റെ ലവ്. സോ ദൈവത്തിന് അത്രയും ഡിഫിക്കൽട്ടായിട്ട് ഒരു ട്രൂത്ത് പറയാം, നമ്മളോട് അത് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. വൈ?
ബിക്കോസ് അത്രയും സ്നേഹമുണ്ട് അല്ലേ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് ദേ ക്യാൻ ടെൽ അസ് ഡിഫിക്കൾട്ട് തിങ്സ് ബിക്കോസ് അവർ അത്രയും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്നേഹം കാണിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ആ ഒരു 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 സ്ഥാനമുണ്ട്. ആ സ്നേഹമാണ് ആ ഒരു സ്ഥാനം നമുക്ക് തരുന്നത്, സത്യം പറയാനുള്ളത് അല്ലേ. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം എനിക്ക് ഇതൊക്കെ ഒത്തിരി മനസ്സിലായി. അപ്പം മനസ്സിലായി, ചുമ്മാ ബൈബിൾ പഠിച്ചോ അല്ലെങ്കിൽ എനിക്കറിയാവുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ഥാനം കിട്ടത്തില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ ഒരു നോളജ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ന്യൂസ് കേൾക്കുന്ന പോലെ അങ്ങ് പോകുന്നല്ലാതെ ആൾക്കാർക്ക് അത് യഥാർത്ഥമായി അവരുടെ ഹാർട്ടിൽ അത് റിസീവ് ചെയ്യണമെങ്കിൽ ദൈവത്തിന് അവരോടുള്ള സ്നേഹം പോലെ എനിക്കും വേണം. അതില്ലെങ്കിൽ there's no point. നമ്മൾ ചുമ്മാ ഒരു കാര്യം പറയുന്ന പോലെ. അപ്പം എനിക്കത് മനസ്സിലായി. സോ അതിനുശേഷം ഞാൻ പറഞ്ഞു, ദൈവമേ എന്നെ യു ഹാവ് ടു ചേഞ്ച് മീ. എൻ്റെ ഹാർട്ട് ഇങ്ങനെ ആൾക്കാരെ എനിക്ക് അവരോട് സ്നേഹവും അവരോടൊരു ഒരു കരുതലും ഇതൊക്കെ വേണം. കാരണം അതില്ലെങ്കിൽ ഈ പറയുന്നതും ഈ നമ്മുടെ കയ്യിലുള്ളതെല്ലാം വെറുതെയാണ്. അപ്പം ഇതൊക്കെയാണ് ആ ഒരു ദൈവത്തോട് വളർന്നതിൻ്റെ ഇടയിൽ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ യുനോ പപ്പായും അമ്മയൊക്കെ വരുന്നു. അപ്പം ഐ തിങ്ക് എൻ്റെ പ്രായവും ഗോയിങ്, സോ നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കല്യാണം അത് വരുന്നു. അപ്പോൾ എനിക്ക് ദൈവത്തോടുള്ള ഒരു ഇതും ഇങ്ങനെ ഭയങ്കര ഇൻവോൾവ്മെന്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിനോടൊരു വലിയ ഐ എം നോട്ട് തിങ്കിങ്, എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ഇതൊക്കെ സെൽഫിഷ് കാര്യങ്ങളാണ്. ഏതാ ഈ കല്യാണവും, അത് എൻ്റെ ഒരു ആഗ്രഹമില്ല, അത് എൻ്റെ ഒരു എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് പപ്പായും അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തു. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന്, ഞാനായിട്ട് നമ്മുടെ ഹാർട്ട്, ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഡിസീവ്ഡ് അബവ് ഓൾ തിങ്സ്. നമ്മുടെ ഹാർട്ടിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ പറഞ്ഞു, ദൈവമേ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം എനിക്കൊരു വൈഫിനെ കരുതി വെച്ചിട്ടുണ്ട്. ഞാനായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എസ്പെഷ്യലി എൻ്റെ മനസ്സിൽ ഇതും കിടപ്പുണ്ട്, കൈയുടെ കാര്യം. ഒരു കൈയല്ലേ ഉള്ളൂ. ഇത് ആര് ഹൂ വിൽ അക്സെപ്റ്റ്? പിന്നെ അതിനെ അങ്ങനെ വെച്ചൊരു ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇനി ഒരു ഫാമിലി, ഒരു ഫാദറോ, വാട്ട് എവർ, ഒരു കൈ കൊണ്ടുള്ളപ്പോൾ ഐ ഡോണ്ട് നോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, പിന്നെ അവരുടെ ഫാമിലിക്ക് അതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വിഷമോ. ദൈവമേ, എനിക്കിതൊന്നും ആൾക്കാരെ പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്താനും കൺവിൻസ് ചെയ്യാനും എനിക്ക് വയ്യ. ഐ മീൻ ഐ ഡോണ്ട് വാണ്ട്. എനിക്ക് എൻ്റെ ടൈം ഞാൻ ദൈവത്തെ സേവ് ചെയ്യാം. നമ്മൾ തമ്മിൽ ഓക്കെ അല്ലേ ദൈവമേ? സോ ഇങ്ങനെ ഐ എം ഓക്കെ സിംഗിളായിട്ട് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പപ്പായും അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പപ്പായും അമ്മയ്ക്ക് നല്ല വിശ്വാസമൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ലേ, നിങ്ങൾ തന്നെ ദൈവത്തോട് ചോദിക്കുക. എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻസ് എന്നുള്ള ഇടയിൽ, ഞാൻ അമേരിക്കയിലാണ് നിൽക്കുന്നെങ്കിലും ഇന്ത്യൻസിൻ്റെ ഒരു ഇതുണ്ടല്ലോ, പേരൻസ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നു, അവർ സെലക്ട് ചെയ്യുന്നു, ഒരു നോർമൽ അറേഞ്ച്ഡ് മാരേജ് എന്നുള്ള രീതിയിൽ അവർ കൊണ്ടുവരുന്ന ഒരു അലയൻസ്, അപ്പോൾ അവർക്കും സന്തോഷമുണ്ട് എല്ലാം. അപ്പം എനിക്ക് അതൊരു ഇതുണ്ടായിരുന്നു, അവരെയും ഇൻവോൾവ് ചെയ്ത്. അല്ലാതെ ഇത് എൻ്റെ ഓൺ ഡിസിഷൻ, അവരെനിക്ക് ഫുൾ വിട്ടു തന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വേണ്ട. കാരണം എനിക്കൊന്ന്, ഞാൻ അമേരിക്കയിലൊക്കെ ആയതുകൊണ്ട് ഇനിയും ഫുള്ളി എൻ്റെ ഇഷ്ടത്തിന് വിട്ട് തന്നെ നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലോ വട്ടവർ, ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല, ഐ വോണ്ട് നമ്മുടെ ആ രീതിയിൽ തന്നെ പോവാം. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഞാൻ ഒരു കണ്ടീഷനേ വെക്കുന്നുള്ളൂ, പപ്പായും അമ്മായും പ്രാർത്ഥിച്ച് ദൈവം നിങ്ങൾക്ക് തരുന്ന കാണിച്ചു തരുന്ന പേഴ്സൺ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതിനകത്ത് ഒരു ഇതും വേണ്ട, നിങ്ങളത് പ്രസന്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് യെസ് പറയും. പക്ഷേ പപ്പായും അമ്മയും അപ്പൊ ഒരു രീതിയിൽ അവരാ ജോലി ചെയ്യുന്നത് അല്ലേ, അവരല്ലേ കണ്ടുപിടിക്കാൻ, അവരാ പ്രാർത്ഥിക്കേണ്ടത്, ആ ഒരു രീതിയിലും ചെയ്തു. ആൻഡ് അങ്ങനെയാണ് സംഭവിച്ചത് ആക്ച്വലി. പപ്പായും അമ്മയും ഞങ്ങൾ ഒരു ദിവസം അമേരിക്കയിൽ വന്നു ഒരു പ്രാവശ്യം. ആൻഡ് ഇവിടെ നിന്നപ്പോൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ദൈവം ആക്ച്വലി മമ്മായിക്ക് കാണിച്ചു കൊടുത്തു. ഇൻഫാക്റ്റ് ഫേസും ഒരു മുടിയും എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ആ മുഖം കാണിച്ചു കൊടുത്തു, ഇതാണെന്ന്, ദിസ് ഈസ് യുവർ ഡോട്ടർ ഇൻ ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് മമ്മി രാവിലെ എണീറ്റ് എന്നോട് പറഞ്ഞു, മോനെ ഇങ്ങനെ ആരെങ്കിലും അറിയാവോ, ഡു യു നോ എനിവൺ, ഇങ്ങനെ 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 ഡിസ്ക്രൈബ് ചെയ്തു. ഇച്ചിരി നല്ല വെളുത്തതും ചുരുണ്ട കറുത്ത മുടിയും ഒത്തിരി ചുരുണ്ടതാ, കണ്ണാടി ഉണ്ടെന്നോ ഇങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ചർച്ചിൽ ഇങ്ങനെ ഒരു ലേഡി ഉണ്ട്, ഇതാ ഇന്ന ആളാന്നൊക്കെ പറഞ്ഞ്, നമുക്ക് എന്നാ അന്ന് സൺഡേ മോർണിംഗ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ചർച്ചിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആണോ എന്ന്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മമ്മിക്കും ഇതാണ് പേഴ്സൺ. ഞാൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇനി മമ്മ സംസാരിക്കുമോ, വാട്ട് എവർ, എനിക്ക് ഒന്നുമില്ല,
എങ്ങനെയാന്ന് വെച്ചാൽ ഐ എം ഓക്കെ. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് ബിഗിനിങ്സ്. ഞാൻ എല്ലാം ഡീറ്റെയിൽ പറയുന്നില്ല, ബട്ട് ഇതൊക്കെയാണ് ബിഗിനിങ്. ആൻഡ് അവരോട് സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായത് ഈ പെങ്കൊച്ച്, ഈ ലേഡി, ആക്ച്വലി പുള്ളിക്കാരി ഇന്ത്യൻ അല്ല, അമേരിക്കൻ ആണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എത്നിസിറ്റി നോക്കുവാണെങ്കിൽ സ്പാനിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പം പാനമ ആൻഡ് പോർട്ടോറിക്കോ എന്നൊക്കെ പറയുന്ന കൺട്രീസ് ഇവിടെ സ്പാനിഷ് കോളനീസിൽ നിന്നും അമേരിക്കയിലേക്ക് മാറി വന്ന് US നിന്ന്. അപ്പം പുള്ളിക്കാരിയുടെ പേരൻസും ആണ് അമേരിക്കയിൽ വന്ന്. പുള്ളിക്കാരി ഇവിടെ ഹെർ നെയിം ഇസ് കരീന. അപ്പൊ അതൊരു ഇന്ത്യൻ നെയിം പോലെ ഉണ്ട്, കരീന എന്ന് പറയുന്നത്. ബട്ട് ആള് ഇന്ത്യൻ അല്ല. സോ മൈ വൈഫ് ഇസ് നോട്ട് എൻ ഇന്ത്യൻ. ഈ സ്പാനിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, പക്ഷെ അമേരിക്കയിൽ ജനിച്ച് വളർന്ന് ഫുള്ളി ആ ഒരു രീതിയിൽ അമേരിക്കൻ കൾച്ചറുമായിട്ടൊക്കെ ഉള്ള ഒരു ലേഡിയാണ്. ഞങ്ങളുടെ ചർച്ചിലുണ്ട്, നല്ല വിശ്വാസത്തിലൊക്കെ നിൽക്കുന്നു ആ ടൈമായിരുന്നു. സോ ഞാൻ പറഞ്ഞു, യാ മമ്മി, ലൈക്ക് ഷീ ഈസ് ഗുഡ്. ലൈക്ക് എനിക്കറിയാവുന്നിടത്തോളം ഷീ ഈസ് ഗുഡ്. ഒരു കുറവോ അങ്ങനെയൊന്നുമില്ല. ദൈവത്തെ വിശ്വാസവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇൻഡിവിജ്വൽ ആണ്, അങ്ങനെ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ കല്യാണം അങ്ങനെ നടന്നത്. സോ ഞാൻ നിങ്ങൾ അന്വേഷിച്ച് വന്നപ്പം മനസ്സിലായത് ആ കൊച്ചിന് എന്നെ ഇഷ്ടമായിരുന്നു. ഓക്കെ, ലൈക്ക് പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അവർക്ക് എന്നെ ഇഷ്ടമോ, ഇങ്ങനെ ഈ ഒരു റൊമാൻറ്റിക്കലി ഒരു ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഐ കുഡൻ ബിലീവ് ഇറ്റ്. ഇത് ദൈവത്തിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇത് ഐ എം നോട്ട് ഈവൻ തിങ്കിങ് ആർക്കും എന്നെ ഇഷ്ടപ്പെടുക. ഐ ഡോണ്ട് നോ, മറ്റുള്ളവർക്ക് ഒരു ബേർഡനായിട്ട് ഞാനൊരു ഇങ്ങനെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ഇന്ത്യൻ സൈഡിൽ നിന്ന് പേരൻസ് അലയൻസ് കൊണ്ടുവരുന്നു, എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അമേരിക്കൻ രീതി, ഇവിടുത്തെ രീതി അറിയാലോ, ഫാസ്റ്റർ അറിയാലോ, ഇറ്റ് വിൽ ബി ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടും അങ്ങനെയൊക്കെയാണല്ലോ. അവർക്ക് ഫസ്റ്റ് ഇഷ്ടം തോന്നണം, അത് കഴിഞ്ഞേ ബാക്കി കാര്യങ്ങളൊക്കെ. അതാണ് അവർ ബേസിസ്. അപ്പം ഇത് രണ്ടും കൊണ്ടുവന്ന്, രണ്ട് കൾച്ചറിലെയും രണ്ട് രീതിയിലെയും രണ്ട് പേരുടെയും ഹാർട്ടിന്റെ ഡിസയേഴ്സ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയത് ദൈവത്തിനെയാണ്. സോ ഐ റിയലി വാണ്ട് ടു താങ്ക് ഗാഡ് ബിക്കോസ് ദൈവം നമുക്ക് വേണ്ടി ആക്ച്വലി ഒരു വാക്യമുണ്ട്, പോൾ പറയുന്ന ഒരു വേർഡ്സ് ഉണ്ട്. ആക്സ്, ബുക്ക് ഓഫ് ആക്സ് 17 തോന്നുന്നു, 26 and 27. ഈ പോൾ ഏത്തൻസിലെ ആൾക്കാരോട് പറയുന്ന ഒരു ഇതുണ്ട് അല്ലെ, മെൻ ഓഫ് ഏത്തൻസ് എന്നും പറഞ്ഞ് അവർക്കൊരു സ്പീച്ച് കൊടുക്കും. ആ സ്പീച്ചിനകത്ത് പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഒരു മനുഷ്യനിൽ നിന്നും എല്ലാവരെയും സൃഷ്ടിച്ചിട്ട് അവർ താമസിക്കുന്ന ടൈമും സ്ഥലവും പീരീഡ്, ഏത് ടൈം പീരീഡിലാന്ന് എല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ചതാ, സോ ദാറ്റ് യു ക്യാൻ നോ ഗോഡ് അല്ലെ. അപ്പം എനിക്ക് മനസ്സിലായി, ദൈവമേ, ഞാൻ ഈ സമയത്ത് ഇന്ന സ്ഥലത്ത് ജനിക്കേണ്ടതും ജീവിക്കേണ്ടതും എനിക്ക് എല്ലാം ദൈവം പ്രീ ഡിറ്റർമിൻ ചെയ്ത എല്ലാം ഒരു പ്ലാൻ ഉണ്ട്. ഞാനത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, നമ്മളത് ഡിസ്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന് ഇതെല്ലാം പ്ലാൻ ഉണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഞാൻ ആ സ്ഥലത്ത് ജനിച്ചാൽ മതിയായിരുന്നു, ഞാൻ ഇന്ന കാലത്ത് ജനിച്ചാൽ മതിയായിരുന്നു, അന്ന് ഫ്യൂച്ചറിൽ ജനിച്ചാൽ മതി, പാസ്റ്റ്. നോ, ദൈവം ആക്ച്വലി നമ്മളെ ഈ സമയം ദൈവം പറഞ്ഞു, നെൽസൺ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ പേര് പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കാണുന്ന സേവിയർന്നോ അവർ എനി നെയിം, നമ്മുടെ ബിജു എന്നോ എനി നെയിം, എന്നിട്ട് ദൈവം പറഞ്ഞു എനിക്ക് ഇന്ന ആളിനെ ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ടൈമിലാണ്. എന്നിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്നിട്ടാണ് ആ പേഴ്സണാലിറ്റിയും ആ തന്നതും ആ കഴിവുകളും എല്ലാം. എന്നിട്ട് ദൈവം പറയുന്ന ഒരു രീതിയുണ്ട്, ഐ വെയിറ്റഡ് സോ ലോങ് സോ ദാറ്റ് ദ റൈറ്റ് പേഴ്സൺ കംസ് ഫോർ ദിസ് ടൈം. ഈ ടൈമിലേക്ക് നിന്നെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാ. എന്നിട്ട് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തു, നിന്റെ പേരൻസും നിന്റെ ഗ്രാൻഡ് പേരൻസും അവരെല്ലാം കഴിഞ്ഞ് ഞാൻ ഫൈനലി ഐ ആം വെയിറ്റിംഗ്. എന്നിട്ട് ഇന്ന് നിന്നിൽ ഞാൻ ഇതെല്ലാം തരുന്നു. ഐ പോർ ഔട്ട് മൈ ബ്ലെസ്സിങ്സ്, നിന്റെ ക്രിയേഷൻ, നിന്റെ ക്രിയേറ്റിവിറ്റി, നിന്റെ ടാലൻറ്റ്, ഇതെല്ലാം. ആൻഡ് ഈ ടൈമിലെ, കാരണം എൻ്റെ പ്ലാൻ അനുസരിച്ച് നീയാണ് ഇപ്പോഴാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ചോദ്യമുണ്ട്, ദൈവം എന്താ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, ദൈവം എന്താ എന്നെ ഈ ടൈമിൽ ഈ ഫാമിലിയിൽ കൊണ്ടുവന്നത്, എന്തിനാ എന്നെ ഈ കൺട്രിയിൽ കൊണ്ടുവന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു വാക്കിലൂടെ എനിക്ക് ഒത്തിരി മനസ്സിലായി. ആൻഡ് ദൈവം നല്ലപോലെ എന്നെ കരുതുകയും ആൻഡ് ഈ ടൈമിൽ എനിക്കൊരു വൈഫിനെ തരുകയും, കരീന, ഐ എം സോ ബ്ലെസ്ഡ് ബൈ ഹെർ. ഒരു പാസ്റ്റർ ഒരിക്കൽ പ്രവചനം പറഞ്ഞപ്പം പറഞ്ഞ ഒരു കാര്യമാണ്, ഇവള് നിനക്കൊരു തക്ക തുണയായിട്ട് നിൽക്കുമെന്ന്. അത് ഇറ്റ് ഈസ് ബിൻ 100% ഒരു പ്രൂഫാണ്. ഐ മീൻ പ്രൂഫ് മാത്രമല്ല, അത് സത്യമായിട്ട് എൻ്റെ ലൈഫിലും വന്നിട്ടുണ്ട്. ഷീ ഈസ് എ പില്ലർ ഫോർ മീ. അപ്പം എൻ്റെ വൈഫില്ലാതെ I don't do anything. I am so blessed. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, he who finds a good wife has found a good thing. അങ്ങനെ ഞാനൊരു നല്ല കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, which my wife, she's a true blessing to me.
അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഇതുപോലെ ഒരു ദൈവത്തിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിലൂടെ നടന്നു. ഞാനിങ്ങനെ ഡേറ്റിങ്ങിനോ ഒന്നും പോയില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് അറിഞ്ഞ് പേരൻസ് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് പുറത്തു പോവുകയും തമ്മിൽ അറിയണമല്ലോ, ഇവിടുത്തെ രീതി അനുസരിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ കല്യാണം നടന്നു. കല്യാണം ഇവിടെ US ന്യൂജേഴ്സിയിലായിരുന്നു. പപ്പായും അമ്മയ്ക്കൊക്കെ പങ്കെടുക്കാൻ പറ്റി. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ പാസ്റ്റർ തന്നെയായിരുന്നു എല്ലാം നടത്തുകയും നല്ല ദൈവത്തിൻ്റെ ഒരു നല്ല ബ്ലസ്സിങ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുണ്ട്, വിക്ടറി എന്നാണ് പേര്. ആഫ്റ്റർ 5 years ഞങ്ങൾ തീരുമാനിച്ച പോലെ തന്നെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് മാരീഡ് ലൈഫൊക്കെ എൻജോയ് ചെയ്യുക. ആൻഡ് ദെൻ കൊച്ച് ഷാ ടൈം ആയപ്പോൾ ഒരു അഗൈൻ ഇത് പറയാൻ ഒരു റീസൺ, അഗൈൻ ഗോഡിന് ഗ്ലോറി കൊടുക്കാൻ വേണ്ടിയാണ്, ഒരു ചലഞ്ച് വന്നു. കൊച്ച് ജനിച്ചു കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി, ഇങ്ങനെ വൈഫ് പ്രഗ്നൻ്റ് ആയി ഇങ്ങനെ നിൽക്കുമ്പോൾ 3 monthsന്റെ ഒരു അല്ലെങ്കിൽ 12 weeksന്റെ ഒരു അൾട്രാസൗണ്ട് വന്നപ്പോൾ അവർ ഒരു സ്മോൾ പ്രോബ്ലം പറഞ്ഞു. കൊച്ചിന് സിസ്റ്റിക് ഹൈഗ്രോമ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ട്. അപ്പം അവർ വി ആർ സീയിങ് സംതിങ് അബ്നോർമലായിട്ട് കാണുന്നു. അപ്പം എനിക്കങ്ങ് എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. എൻ്റെ ഉള്ളിലൊരു പേടി, ദൈവമേ ഈ കൊച്ചു കൈയില്ലാതെയാണോ ഞാൻ കൈയില്ലാതെ വളർന്നു ഈ കൊച്ചിന്. അപ്പം ഞാൻ ആദ്യം അൾട്രാസൗണ്ട് ഫസ്റ്റ് നോക്കുന്ന 2 കൈയും 2 കാലും കാണാമോ, ഒക്കെ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്, ഓക്കെ അതെല്ലാം ഉണ്ട്. ഐ വാസ് വെരി ഹാപ്പി. പക്ഷേ ഉടനെ അവർ പറഞ്ഞു ഞാൻ ഡോക്ടറിനെ വിളിക്കാം ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ്, സിസ്റ്റിക് ഹൈഗ്രോമ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, അതൊരു അബ്നോർമൽ ഗ്രോത്ത്. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു ഇതിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, സിസ്റ്റിക് ഹൈഗ്രോമയുടെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചു ജനിക്കുന്നത് ജനറ്റിക് പ്രോബ്ലംസ് കാണും. ചില കൊച്ചിന് ചിലപ്പം ഈ നമുക്കുണ്ടല്ലോ ക്രോമസോംസ് ഒക്കെ ഉണ്ടല്ലോ, 23 ക്രോമസോംസ് ആണ് എല്ലാ ഹ്യൂമൻ ബോഡിക്ക്. അപ്പോൾ ഇത് ചിലപ്പോൾ 22 ഓർ 21 ആവാം, അല്ലെങ്കിൽ 24 ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഇച്ചിരി വ്യത്യാസങ്ങൾ ജനറ്റിക്കലി പ്രോബ്ലം ഉണ്ടാവും കൊച്ചിന്. ഇത് പെങ്കൊച്ചായിരുന്നു. സോ കൊച്ചിന് ഇനിയും ഫെർട്ടിലിറ്റി കാണത്തില്ല, ഇനിയും പിള്ളേരുണ്ടാവാൻ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഇവർ ബിഗിനിങ് ഇങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറയുക, ഓക്കെ സോ നമുക്ക്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്തോ ഇത് ക്യൂർ ആദ്യമായിട്ട് കേൾക്കുമോ ഇതെല്ലാം, ഇത് എന്തോ ഇതിൻ്റെ ക്യൂർ എന്തോ, നമ്മൾ എന്തോ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ സോ വി ക്യാൻ ടെർമിനേറ്റ് അബോർഷൻ ഇസ് ഈസി, ഇവിടെ പോയാൽ. ഞാൻ പറഞ്ഞു വാട്ട് അബോർഷൻ? സി നാട്ടിലിത് ഐ ഡോണ്ട് നോ, ബട്ട് ഇതൊക്കെ ഇറ്റ്സ് ജസ്റ്റ് സോ നമ്മുടെ ഉള്ളിൽ അബോർട്ടോ, കൊച്ച് അനങ്ങുന്നു, മൂവിങ് അല്ലേ. അപ്പം ഞാൻ വാട്ട് ആർ യു സേയിങ്? ഓക്കെ നോ ദർ ആർ ബട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ഇങ്ങനെയാണ്. കൊച്ചിങ്ങനെ ഡൗൺ സിൻഡ്രം അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കാണും, വി ഡോണ്ട് നോ. സോ അഗൈൻ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദാറ്റ് അബോർഷൻ വി കൻ ഈസിലി ഡു ഇറ്റ്. എനിക്കിതങ്ങോട്ടെല്ലാം കൂടെ ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞു ദൈവമേ ടുഡേ. അപ്പം പ്രഗ്നൻ്റ് ആകുമ്പോഴേ നമ്മൾ നേരത്തെ അറിയുമല്ലോ, നമുക്കറിയാമല്ലോ. ആൻഡ് ഈ 3 months ആകുമ്പോഴാണല്ലോ നമ്മൾ ഒരു ഇതുണ്ടല്ലോ എല്ലാവരും അറിയിക്കുക. അപ്പം ഈ അൾട്രാസൗണ്ടിൻ്റെ പിക്ചേഴ്സും കൊണ്ട് എനിക്ക് ചർച്ചിലെ എല്ലാവരും അറിയിക്കേണ്ടത് ദിവസമാണ്. ഞാൻ അങ്ങനെ സന്തോഷിച്ചും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് ഈ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ്. അപ്പം ആകെ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഡോക്ടറിന് പറഞ്ഞു എനിവേ ഞങ്ങൾ അബോർട്ട് ചെയ്യുന്നില്ല, എനിവേ ഇവിടെ ബട്ട് വി നീഡ് സം ടൈം ടു തിങ്ക് എന്നൊക്കെ പറഞ്ഞു. അന്ന് ഒത്തിരി കരഞ്ഞ് ഞാനും വൈഫും ഒത്തിരി കരഞ്ഞ് ലൈക്ക് വീ ഡിഡ്ന്റ് നോ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ് ആവേണ്ടതാണ്, എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു ദിവസമാണ്. ദൈവം എനിക്കൊരു കൊച്ചുണ്ടായിരുന്നു, ഗോഡ് ഹാസ് ബ്ലെസ്ഡ് മീ എന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വാ മൂടിപ്പോയി. ബിക്കോസ് ഹൗ ടു സേ, ഇത് ഞാൻ എന്ത് പറയും, എനിക്ക് ഭയങ്കര വിഷമവും പിന്നെ ഒരു ഇച്ചിരി ദേഷ്യവും. കാരണം എല്ലാം കൂടെ എന്ത് ചെയ്യും, ഇത് ആൾക്കാരോട് പറയണോ? എനിവേ ഞാനും വൈഫും വിചാരിച്ചു ഓക്കെ എനിവേ കുറച്ച് പേരോടെങ്കിലും പറയാം, എല്ലാവരോടും പറഞ്ഞില്ലെങ്കിലും വി വിൽ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഇത് വിഷമായി ഞാൻ അമ്മയോട് പറഞ്ഞു, അറിയാവുന്നവരോടൊക്കെ കുറച്ച് പേരോട് പറഞ്ഞു. അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ മമ്മി ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഇൻ്റർസെഷനൊക്കെ ഒത്തിരി ചെയ്യുന്ന ഒരു മമ്മിയാണ്. അപ്പം പുള്ളി ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഇഫ് ഐ സേ ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്, എല്ലാം സാൽവേഷൻ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, there is nothing else. പക്ഷെ ഇഫ് ഒരു ഹ്യൂമൻ ബീയിങ് നമുക്ക് ഇതിനകത്ത് ദൈവത്തോട് പാർട്ട്ണർ ചെയ്ത് എൻ്റെ ലൈഫിനെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മമ്മിയുടെ പ്രാർത്ഥന മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എവ്രി വൺ ആരെ കേൾക്കുന്നവർ ഐ എൻകറേജ് യു, നമ്മുടെ പ്രെയർ ഇസ് സോ പവർഫുൾ. അമ്മ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കെല്ലാം ലോജിക്കലി മനസ്സിലാവണം, ഇൻ്റലക്റ്റായിട്ട് മനസ്സിലാവണം. അപ്പം ഞാൻ മമ്മയുടെ അതെന്താ ഇങ്ങനെ അങ്ങനെ നോ മമ്മയായിട്ട് ഞാൻ ഒത്തിരി തർക്കവും ഇങ്ങനെയൊക്കെ
ബൈബിളിൻ്റെ കാര്യം വരുമ്പോഴൊക്കെ ഞാൻ തന്നെ മമ്മായിക്ക് എഴുതി കാണിച്ചു കൊടുത്തിട്ടുണ്ട് വൈ ബാപ്റ്റിസം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന്. ബൈബിൾ തന്നെ യൂസ് ചെയ്തു. എൻ്റെ ബൈബിൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോള് പറയുന്നു ദർ ഇസ് നോ ഗ്രീക്ക് ഓർ ജൂ, അതൊന്നുമില്ല. അപ്പൊ ബാപ്റ്റിസം ബാപ്റ്റൈസ് എടുക്കാത്തവരും തമ്മിൽ വ്യത്യാസമില്ല. അതാ ഞാനിങ്ങനെ ചുമ്മാ ഓരോ തർക്കങ്ങൾ പറഞ്ഞ്. അപ്പം എനിക്കറിയാം മമ്മിക്ക് തിരിച്ച് എന്നോട് പറയാൻ ഇല്ലെങ്കിലും മമ്മിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. ആ പ്രാർത്ഥനയുടെ ഫലമാണ് പലതും. അപ്പം എനിക്കറിയാം മമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അറിയാം. സോ ഞാൻ മമ്മയോടും പറഞ്ഞു കാര്യങ്ങൾ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ മമ്മ ഒത്തിരി വിഷമത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, മമ്മയും എൻ്റെ സിസ്റ്ററും എല്ലാവരും പ്രാർത്ഥിച്ച്. ബട്ട് മമ്മ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞ ഒരു വാക്യം മമ്മയ്ക്ക് കൊടുത്തു. സോളമൻ സോങ് ഓഫ് സോളമൻ 4:4 അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നീ ഒരു ഇതും വിത്തൗട്ട് എനി ബ്ലെമിഷ് യു ആർ സോ ബ്യൂട്ടിഫുൾ, നിന്നിൽ ഒരു കുറവും ഇല്ല എന്നുള്ള ഒരു പ്രോമിസ് ആയിട്ട് കൊടുത്തു. അപ്പം മമ്മ പറഞ്ഞു ദൈവം നിന്റെ മോളെ 100% ഹീൽ ചെയ്യുന്നുണ്ട്. ഈ വാക്യമാണ് ദൈവം പ്രോമിസ് ആയിട്ട് തന്ന, യു ആർ സോ ബ്യൂട്ടിഫുൾ, നിന്നിൽ ഒരു കുറവും ഇല്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മമ്മ, അതൊരു വലിയ ആശ്വാസം, ഞങ്ങളെല്ലാവരും പറയുകയും ഒക്കെ അങ്ങനെ ഹാപ്പിയായി. പക്ഷെ ഉണ്ടല്ലോ ചില സമയത്ത് ഞാൻ ജസ്റ്റ് പറയാം, മറ്റുള്ളവരോട് ദൈവം എന്ത് സംസാരിച്ചാലും ഇത് പറഞ്ഞാലും പ്രോമിസ് പറഞ്ഞാലും ഈ നമ്മളോട് പറഞ്ഞില്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ പിന്നെയും ഒരു 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 ഡൗട്ട് പോലെ, ദൈവമേ ഇതെന്താ, ഐ മീൻ ഞാൻ ദൈവത്തെ ഡൗട്ട് ചെയ്യുമല്ല, പക്ഷെ എന്നോടല്ല പറഞ്ഞത്. ഇതാണ് നമുക്ക് പലപ്പോഴും ഉള്ള കുഴപ്പം. ബൈബിൾ വായിക്കുമ്പോഴും ദാവീദിനോട് ഡേവിഡ് ഇങ്ങനെ പറഞ്ഞു, പീറ്ററിനോട് അങ്ങനെ പറഞ്ഞു, അവരോട് ഇങ്ങനെ പറഞ്ഞു, സമരക്കാരിയോട് ഇങ്ങനെ പറഞ്ഞു, അവരോട് ഓക്കെ, പക്ഷെ അത് അവരോട് എന്നോടല്ല പറഞ്ഞത്. പലപ്പോഴും നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ ഐ ആം ഗോയിങ് ടു പ്രേ. ഒരു ദിവസം എനിക്കിതങ്ങ് വയ്യ, ഈ വിഷമം അങ്ങ് വയ്യാഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫിനോടും പറഞ്ഞു, ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പോകും, ഞാൻ ഇച്ചിരി. എന്നിട്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് ഇതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. അങ്ങ് എനിക്ക് ഒന്നും പറയാനും വയ്യ, ഐ ഡോണ്ട് നോ ഇത് ദൈവമേ. പക്ഷെ ഇങ്ങനെ കരഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവമേ ഐസക്ക് ഏബ്രഹാം കൊടുത്തു ദൈവം പറഞ്ഞപ്പം, ഇത് എനിക്ക് ഈ മോനെ യാഗമായിട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തു. അത് ഐ ഡോണ്ട് തിങ്ക് ഏബ്രഹാം സന്തോഷത്തോടെ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി കരഞ്ഞ് ഒത്തിരി ഇതായിട്ട്. പക്ഷെ ദൈവം പറഞ്ഞ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, നിന്റെ സന്തതിയിൽ കൂടെ പല കാര്യങ്ങൾ നടത്താനുണ്ടെന്നുള്ളത്. സോ അത് എങ്ങനെ നടക്കുന്നൊന്നും ഐ ഡോണ്ട് നോ, ബട്ട് ദൈവം അത് ചെയ്തു. ബട്ട് ഏബ്രഹാം ഐസക്കിനെ യാഗം കഴിക്കാൻ റെഡിയായി. എന്നിട്ട് ഈ നൈഫ് ഇങ്ങനെ കുത്താൻ പോയപ്പോഴല്ലേ നിർത്തുക എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറയുന്നത് ഉള്ളിൽ കൊന്നു. ബിക്കോസ് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളിൽ നമ്മൾ അത് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണമല്ലോ. നമ്മുടെ ഉള്ളിൽ ആ പ്രവൃത്തി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ ഒരു രീതിയിൽ ഏബ്രഹാം എത്തിയപ്പോഴാണ് ദൈവം ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാനും ആ ഒരു ലെവലിലെത്തി. ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ എല്ലാം ഫസ്റ്റ് ടൈം ഞാൻ വിട്ടു തരുന്നു. എൻ്റെ ഓൺ എക്സ്പെക്റ്റേഷൻ, എൻ്റെ ചൈൽഡിനെ കുറിച്ച്, ആ ചൈൽഡിന് ഇനിയിപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആയാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് ഇത് നീ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്ന, അത് ശരിക്കും ഉള്ളിൽ ഇങ്ങനെ കരഞ്ഞ് ആദ്യമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദൈവം തന്ന ഒരു വിഷൻ പോലെ തന്നത്, നമ്മുടെ ഷദ്രക് മീശക് അബേദ്നെഗോയെ മറ്റേ ഫയറിനകത്തോട്ട് ഇട്ടപ്പോൾ 3 പേര് അതിനകത്ത് പോയത്. പക്ഷെ പിന്നീട് അവർ നോക്കിയപ്പോൾ 4 പേരെ കണ്ടു. അപ്പം ദൈവം എനിക്ക് അത് കാണിച്ചു തന്നു. ഇതിനകത്ത് ഈ ഫയറിനകത്ത് ഇട്ടേക്കുന്ന നിന്നെയും നിന്റെ വൈഫിനെയും നിന്റെ കുഞ്ഞിനെയാണ് 3 പേര്, പക്ഷെ ഇതിനകത്ത് 4 പേരുണ്ട്. ദൈവം നിന്റെ കൂടെയുണ്ട്. ആൻഡ് അവരും പറഞ്ഞെന്തോ, ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും അല്ലേ, ആ ശദ്രക് മിശക് അബേദ്നെഗോ നെബൂഖദ്നേസറിനോട് പറഞ്ഞത്, ഇനി ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റും, പക്ഷെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ കീഴടങ്ങുന്നില്ല അല്ലെ, ഞങ്ങൾ ഈ നെബൂഖദ്നേസറിന്റെ ഈ സ്റ്റാച്യുവിനോട് ബൗ ഡൗൺ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അതാ ആക്ച്വലി പറഞ്ഞു ഒരു രീതിയിൽ, ദൈവത്തിന് ഹീൽ ചെയ്യാൻ പറ്റും, ബട്ട് ഹീൽ ചെയ്തില്ലെങ്കിലും ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ സിമിലാരിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ദൈവം എനിക്ക് അത് കാണിച്ചു തന്നു ഈ ഒരു വിഷൻ പോലെ. അന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ. എന്നിട്ട് ദൈവം പറഞ്ഞു ഐ വിൽ ആക്ച്വലി ഹീൽ ഹർ. കാരണം എന്തുവാ, ആ സ്റ്റോറിയുടെ ഇതെന്തുവാ, അവരെ തിരിച്ച് ആ ഫർണസിൽ നിന്ന് എടുത്തപ്പോൾ പുകയുടെ പോലും മണമില്ലായിരുന്നു അല്ലെ, സ്മോക്കിന്റെ സ്മെല്ല് പോലും ഇല്ല. ലൈക്ക് ആ ഫയറിൽ ഇട്ടേന്റെ ഒരു അടയാളോ, അത് നമ്മൾ ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ വി വോണ്ട് ബിലീവ് ഇറ്റ് അല്ലെ, ബിക്കോസ് അവിടെ പോയതിന്റെ ഒരു അടയാളോ ഒരു ഇഫക്റ്റോ ഒന്നും, ഒരു കോൺസിക്വൻസ് ഒന്നുമില്ല. അതേപോലെ ആയിരുന്നു ഇതും. ദൈവം പറഞ്ഞു ഇത് നീ ഇനി
നീ ഈ ഫയറിൽ കൂടി പോയതൊന്നും നീ പറയാതെ ആരും അറിയത്തില്ല, ബിക്കോസ് നിന്റെ കൊച്ചിന് ഒരു കുറവ് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് അന്നാണ് നവംബറിൽ ഞാനിത് 2015 നവംബറിൽ ഇത് ഇങ്ങനെ ഐ വാസ് വെരി ഹാപ്പി. ഗോഡ് അത് സ്പീക്ക് ചെയ്തു. അങ്ങനെ കൊച്ചിന് ഞങ്ങൾ വിക്ടറി എന്നാണ് മോളുടെ പേര്, വിക്ടറി. അപ്പോൾ ഒരു ജയം അല്ലേ എന്നുള്ള ഒരു ഇതിൽ പേരിടുകയും ഇന്ന് ഷീസ് 8 years old. വെരി ആക്റ്റീവ്, വെരി ഒരു ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ആൺകുഞ്ഞിന്റെ ഇതാണ് എന്താ പറയാ, എനർജിയും കാര്യങ്ങളും ചാടാനും മറിയാനും എല്ലാം വെരി ദിസ് തിങ്. സോ ഓരോ പ്രാവശ്യം കാണുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഐ റിമെമ്പർ ഈ പ്രാർത്ഥനയും ദൈവത്തിന്റെ വിശ്വസ്തതയും എല്ലാം ഐ റിമെമ്പർ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ദൈവത്തിനോട് ഒത്തിരി ഒത്തിരി എത്ര നന്ദി പറഞ്ഞാലും ഐ തിങ്ക് മതി വരത്തില്ല. ഇങ്ങനെ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പം നമുക്ക് എപ്പോഴും ദൈവം പല എന്താ പറയാ, ഹീസ് എ മാൻ ഓഫ് സോറോസ്. പോൾ പറയുന്നുണ്ട് ഹീസ് എ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ് അല്ലെ. ദൈവത്തിന്റെ ആ സഫറിങ്ങിലൂടെ ദൈവത്തിന് അറിയാം നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. ഐ തിങ്ക് മേരി മറിയ, ബെത്തനി മറിയ ദൈവത്തിന്റെ കീഴിൽ വന്ന് ലാസറസിന്റെ കാര്യത്തിൽ പറയാൻ നേരം പറയും, ദൈവം നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ നേരത്തെ വന്നായിരുന്നെങ്കിൽ ഇത് നടക്കത്തില്ലായിരുന്നു. എന്നിട്ട് ബൈബിളിലെ ജോൺ 11:35 അത് ഇംഗ്ലീഷിലെ സ്മോളസ്റ്റ് വേഴ്സ് ഇൻ ദ ബൈബിൾ, ടു വേർഡ്സ് അല്ലെ, ജീസസ് വെപ്റ്റ്. പക്ഷെ ഇത് പഠിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാർ പറയുന്ന സ്കോളേഴ്സ് അവർ പറയുന്നത് ദിസ് ഇസ് പ്രോബ്ലി ദ ലോങ്സ്റ്റ് ഡ്യൂറേഷൻ. ഓക്കെ, കാരണം ആ കരച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കരയുന്ന പോലെ ചുമ്മാ ഇങ്ങനെ ഒരു കണ്ണുനീര് വന്നെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നോട്ടൊന്നും അല്ല. ഇൻഫാക്ട് ദൈവം കരഞ്ഞു എന്ന് പറയുന്നത്, ഓർ ജീസസ് കരഞ്ഞു എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ലൈക്ക് 30 to 40 minutes കരഞ്ഞു കാണും. ഹി വാസ് വീപ്പിംഗ്. ഉള്ളിൽ നിന്നും അങ്ങ് വിഷമിച്ച് ഹി വാസ് വീപ്പിംഗ്. അപ്പൊ വൈ ഈസ് ജീസസ് വീപ്പിംഗ് അല്ലേ? കാരണം ഇപ്പം ലാസറിനെ ഹീസ് ഗോയിങ് ടു റേസ് ഹിം. ജീസസിന് അറിയാം എല്ലാ കാര്യവും. പക്ഷെ ജീസസ് വീപ്പ് ചെയ്യുന്നത്, നമ്മളും വീപ്പ് ചെയ്യുന്നു, നമ്മുടെ വേദനയും കൂടെ എടുത്ത് നമ്മുടെ കൂടെ കരയുന്ന ഒരു ദൈവം. സോ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പൊ ആ ഒരു ഇതാണ് എനിക്ക് മനസ്സിലായതും ആ എക്സ്പീരിയൻസിലൂടെയും. ആൻഡ് ഇൻഫാക്ട് എൻ്റെ കൊച്ചിൻ്റെ ഡ്യൂ ഡേറ്റ്, വിക്ടറി ജനിക്കുന്ന ഡ്യൂ ഡേറ്റ് ഏപ്രിലായിരുന്നു. ബട്ട് നവംബറിൽ ഞങ്ങൾക്ക് ഇവിടെ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്, ഒരു ഡേ ഉണ്ട്, ഒരു ഹോളിഡേ, US ഹോളിഡേ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് നവംബറിൽ. അപ്പോൾ ചർച്ചിൽ ഞങ്ങൾ ഒരു സർവീസ് നടത്തും. ആ സർവീസിൽ ദൈവത്തിന്റെ ടെസ്റ്റ് മണീസ് പറയാൻ ഒരു അവസരം കൊടുക്കും. അപ്പോൾ ഒരു നോർമൽ സർവീസ് അല്ല, ജസ്റ്റ് ടെസ്റ്റ് മണി പറയാൻ, ദൈവത്തോട് നന്ദി പറയാം എന്ന്. ഇപ്പൊ 2015 നവംബറിൽ ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സർവീസിൽ പോയി ഞാൻ പറഞ്ഞു. നോർമലി എല്ലാവരും ടെസ്റ്റ് മണി പറയുമ്പോൾ കാര്യം നടന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു, ദൈവത്തിന് നന്ദി കൊടുക്കുന്നു. ഞാൻ ഇവിടെ വരുന്നത് പാർട്ട് ചില കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിലാണ്, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ ഫ്രൂട്ട് അറിയണമെങ്കിൽ അത് ഫ്യൂച്ചറിലേ അറിയത്തുള്ളൂ. അപ്പൊ മേ ബി ഐ ആം എ ഫൂൾ ഇതിങ്ങനെ നേരത്തെ നിങ്ങളോട് പറയുന്ന പോലെ. അപ്പൊ ഞാൻ ഈ സ്റ്റോറി എല്ലാം പറഞ്ഞു, കൊച്ചിന്റെ കാര്യം, എന്നിട്ട് പറഞ്ഞു ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു. സോ ഞാൻ ഇന്ന് ഐ എം സ്റ്റാൻഡിങ് ഹിയർ ബിഫോർ യു. ഒരു എവിഡൻസും ഇല്ല എൻ്റെ കയ്യിൽ, ദൈവം പറഞ്ഞെന്നല്ലാതെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ബട്ട് ഐ ബിലീവ് ഇറ്റ്. ആൻഡ് നിങ്ങൾ കാണും എൻ്റെ കൊച്ച് ഇവിടെ ഓടി നടക്കുന്നത് നിങ്ങൾ കാണും. അല്ലാതെ ഒരു വെജിറ്റബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇതുമായിട്ടോ അല്ല, നിങ്ങൾ കാണും. ആൻഡ് ഐ താങ്ക് യു. ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ആൻഡ് ഐ താങ്ക് യു. നിങ്ങളെല്ലാവരും ഇത് കാണുന്നു, നിങ്ങളൊരു വിറ്റ്നസ് ആണ് ഈ മിറക്കിളുടെ എന്നൊക്കെ പറഞ്ഞ് പോയി. അതുപോലെ തന്നെ വിക്ടറി ചർച്ച കഴിഞ്ഞ് എപ്പോഴും ഇപ്പൊ കാണുന്ന ഒരു സംഭവം, എല്ലാ പിള്ളേരും അതുപോലെ ആയിരിക്കും, എപ്പോഴും അവിടെ ഓടുന്നു, ചാടുന്നു, മറിയുന്നു. സോ ഞാൻ അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും, വിക്ടറി അടങ്ങിയിരിക്കും പറയുമ്പോഴും. പക്ഷെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, ഞാൻ തന്നെയാ പറഞ്ഞ് നിങ്ങൾ കാണും ഇങ്ങനെ ഓടി നടക്കുന്നു എന്നുള്ളത്. സോ ഗോഡ് എപ്പോഴും എന്നെ അത് റിമൈൻഡ് ചെയ്യും. സോ അഗൈൻ വെരി ഫെയ്ത്ത്ഫുൾ ഗോഡ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഫാസ്റ്റർ ഞാൻ ഇത്രയും പറഞ്ഞു. സമയമുണ്ടോ കുറച്ചുകൂടെ പറയാൻ? അതോ ഫാസ്റ്ററിനെ അതനുസരിച്ച്? One second, Pastor. You can take a little more time, Pastor. അല്പം കൂടെ സമയം എടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു, എനിക്ക് പാസ്റ്റർ എടുത്ത് കേട്ടോ, പിന്നെ നമുക്ക് ചോദിക്കാം. ഓക്കെ. ആൻഡ് ദെൻ എനിക്ക് പറയാനുള്ള മെയിൻ തിങ്, റിയലി എൻ്റെ ലൈഫിൽ പാസ്റ്ററായിട്ടൊക്കെ ഒന്ന് വരാൻ ഉള്ള ആ ഒരു ഇതാണ് എനിക്ക് വെരി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത്രയൊക്കെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ബട്ട് ഐ തിങ്ക് റിയലി ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുകയൊക്കെ ചെയ്തത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
2019-ലാണ് ആദ്യമായിട്ട് അത്. സോ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞു, 16-15 ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒത്തിരി ഞാൻ വായിക്കാനും പഠിക്കാനും, ഞാനൊരു ടീച്ചറായിട്ട്, അപ്പം എൻ്റെ ചേർച്ചിൽ ഞാനൊരു ബൈബിൾ ടീച്ചറായിട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇതൊക്കെയാണ് പോകുന്നു, എല്ലാം പോകുന്നു, ജോലിയിലും കുഴപ്പമൊന്നുമില്ല, എല്ലാം വർദ്ധിച്ചു വരുന്നു, ആൻഡ് ഓൾ ദീസ് തിങ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഐ തിങ്ക് എനിക്ക് ഒരു കുറവുണ്ട്. ഓക്കെ, അന്നും പപ്പായും അമ്മയും ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ വരികയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, പാപ്പ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ എൻ്റെ ചർച്ചിലൊക്കെ വന്നല്ലോ, ഇംഗ്ലീഷ് ചർച്ചും ഞങ്ങളുടെ വർഷിപ്പ് ടീമും ഒക്കെ കണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, ഇറ്റ്സ് ഗുഡ്, എല്ലാം നല്ലതാ മോനെ, പക്ഷെ ഒരു കാര്യം ഞാൻ എന്താ, അപ്പം പറഞ്ഞെന്തുവാ, ഇവിടെ പ്രാർത്ഥന ഇച്ചിരി കുറവാന്ന് പറഞ്ഞു. പ്രെയർ ഇച്ചിരി കുറവാണ്. എനിക്കത് ഇച്ചിരി വിഷമായി. എൻ്റെ ചർച്ചിൽ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ ഓക്കെ അവർ പറഞ്ഞു, നല്ല കാര്യം. അപ്പം ഞാനത് പറഞ്ഞു വന്നതിൻ്റെ ഒരു എസ്പെഷ്യലി ഞാൻ പറഞ്ഞു അത് കൾച്ചറലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ ചർച്ചിലൊക്കെ ഇങ്ങനെ ആയിരിക്കും, നാട്ടിലെ ചർച്ചിലൊക്കെ ഇങ്ങനെ ആയിരിക്കും, ഞങ്ങൾ ഇങ്ങനെയാണെന്നുള്ള ഒരു കാരണം ഞാൻ കാണുന്നതെല്ലാം അത് തന്നെയാണ് നമ്മുടെ ചർച്ചിലെ രീതി. അപ്പം എൻ്റെ ചർച്ച് മറ്റുള്ള ചർച്ചുമായിട്ട് ഞാൻ വലിയ വ്യത്യാസമായിട്ട് കണ്ടില്ല. അറ്റ്ലീസ്റ്റ് US-ൽ ഞാൻ വലിയ വ്യത്യാസമായിട്ട് കാണുന്നില്ലായിരുന്നു. സോ ഞാൻ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞും എല്ലാം ഒതുക്കി. എനിവേ, പക്ഷേ ഉണ്ടല്ലോ, അതൊരു സത്യമാണെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാവുന്നത്. ആൻഡ് 2018-ൽ എനിക്കിങ്ങനെ ഒരു ലൈക്ക് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. എന്തോ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ബൈബിൾ സ്റ്റഡി ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാവരും പറയുന്നു എൻ്റെ ബൈബിൾ സ്റ്റഡി ഒത്തിരി നല്ല, ശരിയാ, ബട്ട് ഐ ഡോണ്ട് നോ, എനിക്കെന്തോ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പം എൻ്റെ വൈഫ് ഇങ്ങനെ ഒരു പ്രീച്ചിങ് എനിക്ക് തന്നു. ഞാനിങ്ങനെ പൊതുവെ മറ്റുള്ളവരുടെ പ്രീച്ചിങ്ങിനോട് അങ്ങനെ കേൾക്കാറൊന്നുമില്ലായിരുന്നു. ഐ ഡോണ്ട് ലിസൺ. പക്ഷെ ഇനി ഇത് തന്നിട്ട് പറഞ്ഞ് ഇത് ലിസൺ ചെയ്. ഞാൻ പറഞ്ഞു ഓക്കെ. ഇത് ജെയിംസ് അലാഡ്രൻ എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. ഐ ലവ് ഹിം സോ മച്ച്. പുള്ളി ഒരു നൈജീരിയൻ ആണ്, ബട്ട് ഹി ഈസ് ഇൻ ദ UK-യിലാണ് ഇപ്പോൾ മിനിസ്ട്രി എല്ലാം പുള്ളിയുടെ. പുള്ളി ഒരു നൈജീരിയൻ ആളാണ്. പുള്ളിയുടെ ഒരു ഇതെന്ന് പറയുന്നത് ഫുൾ പ്രാർത്ഥന, അല്ലാതെ മിറക്കിൾസും അല്ല, ഒന്നും ടീച്ചിങ്, പ്രെയറിൻ്റെ ഒരു മനുഷ്യനാണ്. ഓക്കെ, സോ പുള്ളി വന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇംഗ്ലീഷിൽ ഇപ്പം ഞാൻ പറയാം, പുള്ളി പറഞ്ഞ വേർഡ്സ് അത് പറഞ്ഞ്, യു ഡു നോട്ട് നോ യു ആർ അസ്ലീപ് അൺടിൽ യു വേക്ക് അപ്പ്. ഞാൻ പറഞ്ഞേ, ഇതെന്തോ ഈ പറയുന്നത്, നമ്മൾ ഉറങ്ങുവാന്ന് അറിയത്തില്ല, നമ്മൾ ഉണരാതെ നമുക്ക് അറിയത്തില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞ, നിങ്ങളുടെ ലൈഫിൽ നിന്റെ സ്പിരിറ്റ് പല കാര്യങ്ങളിലും ഉറങ്ങിക്കിടക്കുക. അപ്പൊ നിനക്കിത് അറിയത്തില്ല, നിന്നെ ഉണർത്തണം. ആരെങ്കിലും ഉണർത്തിയാലേ നിനക്ക് അറിയത്തുള്ളൂ, ഞാൻ ഇത്രയും നാൾ ഉറങ്ങിക്കിടക്കുക, സോ ഐ ഡിഡ് നോ സർട്ടൻ തിങ്സ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഞാനും ഇത് ദൈവമേ, ഓക്കെ, ഐ എം ഫോർ സം റീസൺ എൻ്റെ സ്പിരിച്വലി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഇനി ഞാൻ ഇതുപോലെ ഉറങ്ങിക്കിടക്കോ വല്ലോ ആണോ ദൈവമേ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴും വലിയ ഓക്കെ, ശരി, ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങി. ഓക്കെ, എൻ്റെ പ്രാർത്ഥന ലൈഫ് അത്രയും വലിയ ഒരു ഇതൊന്നും അല്ലായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ എൻ്റെ വൈഫ് പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ഫാസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഫാസ്റ്റിംഗ് എന്നെ കൊണ്ട് നത്തിങ്, ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. കൊച്ചിലെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, ഈ കാത്തലിക് ഇതിലൊക്കെ ആയിരുന്നപ്പോൾ ഗുഡ് ഫ്രൈഡേ അന്ന് ഞാൻ ഫാസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി 3 മണിയാകുമ്പോൾ വിശക്കുന്നു, 2 മണിയാകുമ്പോൾ വിശക്കുന്നു, 10 o'clock ഒന്നും നടന്നിട്ടില്ല. ഇത് സക്സസ്ഫുൾ അല്ല. ഞാൻ മാക്സിമം അതുവരെ ഫാസ്റ്റ് ചെയ്തിട്ടുള്ളത് 24 hours. അതും കരഞ്ഞു വിശന്നും ദേഷ്യം പിടിച്ച് എങ്ങനെയും ഈ സർവീസ് ഒന്ന് തീർന്നിട്ട് വേണം പോയി എന്തെങ്കിലും ഒന്ന് പോയി കഴിക്കാൻ. അപ്പം ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ട്രൂ മീനിങ്ങിലൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ മാക്സിമം 24 hours. എന്നിട്ട് എൻ്റെ വൈഫ് അന്ന് സജസ്റ്റ് ചെയ്തൊരു കാര്യം, നമുക്ക് 40 ദിവസം ഉപവസിക്കാം. ഞാൻ പറഞ്ഞു 40 ദിവസമോ? ഇതൊക്കെ അത് കേട്ടിട്ട് പോയി, ഇതൊക്കെ ബൈബിളിലെ കാര്യമാണ്, ഇതൊന്നും നമ്മുടെ ഇതൊന്നും പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യാമെങ്കിൽ ചെയ്യും, ഇറ്റ് വിൽ ബി വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ. അവസാനം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ 24 hours and 1 minute ചെയ്താൽ തന്നെ ഒരു സക്സസ്സാണ്. ബിക്കോസ് ഞാൻ ഇതുവരെ 24 ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 24 hours and 1 minute ചെയ്താൽ ഐ ആം ഹാപ്പി. അത് കഴിഞ്ഞ് അത് ഫെയിൽ ആയി പോയാലും ഇതൊരു സക്സസ്സാണ്. ദൈവത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അറ്റ്ലീസ്റ്റ് 1 സ്റ്റെപ്പ് മുമ്പോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ദൈവമേ പ്ലീസ്, ഞാൻ ആദ്യമായിട്ട് ചെയ്യുക, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് ഞാൻ അന്ന് 2018 സെപ്റ്റംബറിൽ തുടങ്ങിയത്. ബിലീവ് ഇറ്റ് ഓർ നോട്ട് പാസ്റ്റർ, എങ്ങനെയോ ദൈവകൃപയാൽ ആക്ച്വലി 40 days ഒന്നും കഴിക്കാതെ ജസ്റ്റ് വാട്ടർ ഓർ ഇങ്ങനെ എന്തെങ്കിലും കുടിച്ച് സ്മോൾ തിങ് കോഫിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കുടിക്കുക, അല്ലാതെ വിശപ്പ് ഒതുക്കാനല്ല. ആദ്യമായിട്ട് ഐ വെന്റ് ഫ്രം 24 hours മാക്സിമം ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള ഞാൻ എങ്ങനെയോ 40 days 40 ദിവസം
ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. അതും കുറെ കഴിയുമ്പോൾ വിശപ്പൊന്നുമില്ല, ജസ്റ്റ് പിന്നെ പ്രാർത്ഥിക്കാനും, പിന്നെ ഫാസ്റ്റിംഗ് മാത്രമല്ലല്ലോ, പ്രയറും ഉണ്ട്. അത് ദാറ്റ് ചേഞ്ച്ഡ് മീ പാസ്റ്റർ. ഇറ്റ് റിയലി, സത്യം പറഞ്ഞ, ഓ, ദൈവത്തെ അറിയാൻ ഒരു ഒരു ഇറ്റ് ഈസ് ലൈക്ക്, ആ ജെയിംസ് അലാഡറും പറഞ്ഞ സത്യമാ. ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. ലൈക്ക് ഞാൻ എണീറ്റ് എന്തോ എന്നെ ഉണർത്തി. ഓ, ഇതാണ് പ്രെയർ എന്ന് പറയുന്നത്. നമ്മൾ ഈ വിഷയങ്ങൾ പറയുമല്ല, പ്രെയർ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് സംസാരിക്കുക, ആ ത്രോൺ റൂമിൽ ചെല്ലുക. അവിടെ ഒത്തിരി ക്രീച്ചേഴ്സ് ഉണ്ട്, അവിടെ എൽഡേഴ്സ് ഉണ്ട്, ദേ ആർ ഓൾ ബോവിങ് ഡൗൺ, അവരെല്ലാം ഹോളി 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 എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ദൈവം ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. പക്ഷേ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും. നമ്മൾ വാ തുറന്ന് പറഞ്ഞാൽ ദൈവം, അതൊക്കെ അവിടെ ചുറ്റും നടക്കുന്നുണ്ട്, പക്ഷെ ദൈവം കേൾക്കുന്നുണ്ട്. ഹീസ് ലൈക്ക്, ഓ, യു ആർ കമ്മിങ് ടു സ്പീക്ക് ടു മീ. ദൈവവും ജീസസും എക്സൈറ്റഡ് ആണ്. ഓ മൈ ഗോഡ്, ഇതൊക്കെ എനിക്ക് അങ്ങോട്ട് എന്ത് പറയണമെന്ന്, എങ്ങനെ, ഐ കാണ്ട് എക്സ്പ്ലെയിൻ ദിസ്. അപ്പൊ ഇത് ദൈവം ഇങ്ങനെ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുമോ? ഓ, ആ പ്രെയർ അങ്ങനെ അങ്ങ് മാറി. ആ കംപ്ലീറ്റ് ആ കോൺസെപ്റ്റേ മാറി. ഓ, പ്രെയർ എന്ന് പറഞ്ഞാൽ ഞാനും ദൈവവും, ദൈവവും ഞാനും, വേറെ എന്തൊക്കെ നടന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ടൈമിങ്, ഈ ഒരു സംസാരം, അങ്ങനെ എൻ്റെ പ്രെയർ ലൈഫ് അങ്ങ് മാറി. ഞാൻ രാവിലെ ചെയ്യുന്ന ഒരു കാര്യമല്ല, വൈകിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, ബൈബിള് വായിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമല്ല. ദൈവമായിട്ട് എനിക്ക് എപ്പോഴും സംസാരിക്കാം. ദൈവമായിട്ട് എനിക്ക് എപ്പോഴും ഒരു ഒരു അറിവ് ദൈവം ഉണ്ട്. ഇങ്ങനെ ഒരാളുണ്ട്, ഞാൻ പറഞ്ഞാൽ, ഞാൻ വാ തുറന്നാൽ ദൈവം ഉടനെ ശ്രദ്ധിക്കും. ഇതൊക്കെ ബൈബിൾ പലപ്പോഴും ഉണ്ട്. ജെറമിയ 33:3 ഇതെല്ലാം ഉണ്ടല്ലോ. കോൾ അൺ ടു മീ ആൻഡ് ഐ വിൽ ആൻസർ യു. ഓ, ശരിയാ, സമയവും കാര്യവും ഒന്നും പറഞ്ഞിട്ടില്ല. ഓ, സോ ഈ വാക്കുകളൊക്കെ റിയലായി എൻ്റെ ലൈഫിൽ. ഓ, ഇത് ചുമ്മാ ഒരു ഒരു ഇതായിട്ടല്ല. നമ്മൾ പലരും പറയല്ലോ, ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഇത് അതുപോലെ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. ദൈവം ഇങ്ങനല്ല. അപ്പൊ ഇതൊക്കെയാണ് ലൈഫ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റർ, അപ്പൊ ഇതാണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ചേഞ്ച് ഉണ്ടായത്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് വന്നു കഴിഞ്ഞപ്പോൾ വിത്തിൻ എ ഫ്യൂ മന്ത്സ്, ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റർ, ഞങ്ങളുടെ മെയിൻ ക്യാമ്പസ് ജേഴ്സി സിറ്റിയിലും ഹാക്കറ്റ്സ് ടൗണിലൊരു ക്യാമ്പസ് ഉണ്ടായിരുന്നു. അത് തുടങ്ങി. അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ 2019 ആയപ്പോൾ ഈ പാസ്റ്റർ, അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് യങ് പാസ്റ്ററാണ്. പുള്ളിക്ക് വൈഫും 3 മക്കളും, കൊച്ചുമക്കള്. അപ്പൊ അവർക്കൊരു സബാറ്റിക്കൽ വേണം. സബാറ്റിക്കൽ അറിയാലോ, സബാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ അവർക്കൊരു ബ്രേക്ക് വേണം, 3 months എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മെയിൻ പാസ്റ്റർ, ഞങ്ങളുടെ 2 ക്യാമ്പസിന്റെ മെയിൻ പാസ്റ്റർ, പാസ്റ്റർ മാരിയോ എന്നാണ് പേര്. പുള്ളി വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, സോ വാട്ട് ഡു വി ഡു? അപ്പം ഞാൻ പറഞ്ഞു, അപ്പൊ ഞാനിപ്പം ഈയിടെയായിട്ട് പ്രെയറിലൊക്കെ ഇച്ചിരി ഇതായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത്, അപ്പൊ ഞാനുടനെ എൻ്റെ മനസ്സിൽ, ഇത് പ്രശ്നമുണ്ടോ? നോ പ്രോബ്ലം, ഞാൻ പോവാം. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല, ബിക്കോസ് വൈഫിനോടും കൂടെ സംസാരിച്ച്, കാരണം എൻ്റെ ഇതൊരു, പിന്നെ ഹാക്കറ്റ്സ് ടൗൺ എന്ന് പറയുന്നത് വെച്ചാൽ ദൂരം. ഇപ്പം ഈ ജേഴ്സി സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ അടുത്ത 17 minutes, 20 കിലോമീറ്റർ ഇല്ല. സോ പെട്ടെന്ന് പോയി വരാം, ഒരു കുഴപ്പമൊന്നുമില്ല. മറ്റേതെന്ന് പറയുന്നത് 65 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും എടുക്കും അവിടെ അങ്ങോട്ട് എത്താൻ. അപ്പോൾ പോയി വരാൻ എന്ന് പറയുന്നത് 160 കിലോമീറ്റർ എങ്കിലും ഇതാണ്. വണ്ടിക്ക് ഒബ്വിയസ്ലി പെട്രോള്, പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ ലൈഫ്, വിക്ടറി 2 വയസ്സേ ഉള്ളൂ, സോ 2-3 years ആയിട്ടുള്ളൂ. അപ്പം ഇത് ഇച്ചിരി എളുപ്പമല്ല. അപ്പം ഞാൻ വിചാരിച്ചു, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ വൈഫിനോട് സംസാരിച്ചു, പക്ഷെ ഉള്ളിൽ ഇതെന്താ പ്രശ്നം, നമുക്ക് പോകാമല്ലോ എന്ന്. അപ്പം ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നു, പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീണ്ടും നമ്മുടെ ഒരു നോർമൽ ഒരു സ്പിരിച്വൽ ലൈഫിലെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. ആ രീതിയിലേക്കായി. പണ്ട് ഈ ഫാസ്റ്റിംഗ് ഒന്നും ഞങ്ങളുടെ ലൈഫിലില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നു. ഞങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഒരു ഞങ്ങൾക്കൊരു ഗ്യാരണ്ടി കിട്ടി. ആക്ച്വലി ഒരു ലേഡി ഗസ്റ്റ് സ്പീക്കർ വന്ന് ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പുള്ളിക്കാരി പ്രൊഫസി പറഞ്ഞു. പ്രത്യേകിച്ചും ഞങ്ങളോട് 2 പേരോടും പറഞ്ഞ് ഞങ്ങൾ അതിനോട് യെസ് എന്ന് പറഞ്ഞു. ആ പ്രൊഫസിയിലൂടെ ആണ് ഞങ്ങളുടെ കൺഫർമേഷൻ കിട്ടി. ഞങ്ങൾ പാസ്റ്റേഴ്സിനോട് പോയി പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ വില്ലിങ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ രസം എന്തുവെന്ന് വെച്ചാൽ, വില്ലിങ് എന്ന് പറഞ്ഞ എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവരും ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഓ, ദാറ്റ്സ് ഗുഡ്, പക്ഷേ പാസ്റ്ററിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ബൈബിൾ സ്റ്റഡി കൂട്ടല്ല. ഒത്തിരി നിന്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ, കാരണം ഞാൻ ഈ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ആളല്ല. ഐ എം നോട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയുന്നത്. എല്ലാവരോടും പോയി ഹലോ പോയി ഞാനിങ്ങനെ മാറി നിന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കൂട്ടത്തില.
അപ്പം സോ യുനോ ദേ വർ ലൈക്ക് ഓക്കെ ബട്ട് യുനോ ഒരു ചർച്ച് വളർന്ന് വരണമെങ്കിൽ പീപ്പിൾ ഷുഡ് സീ പീപ്പിളോട് ഒത്തിരി മിങ്കിൾ ചെയ്യുന്ന ഒരാളായിരിക്കണം. അങ്ങനെ പല ഇതൊക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പാസ്റ്റർ സി ഐ എം ഓൺലി ഹിയർ ടു ഹെൽപ്പ്. ഞാൻ അവിടുത്തെ മെയിൻ ആളോന്നൊന്നുമല്ല. നിങ്ങൾ എന്നോട് ഹെൽപ്പിന് ചോദിച്ചു, ഐ എം ജസ്റ്റ് സെയിങ് യെസ്, ഞാനും എൻ്റെ ഫാമിലിയും വി ആർ റെഡി എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. സോ അങ്ങനെ തുടങ്ങിയതാ. അപ്പൊ അന്ന് ഐ തിങ്ക് ഒരു 16 പീപ്പിൾ, പിള്ളേരെയും കൂടെ കൂട്ടിയാൽ അറ്റൻഡൻസ് ഉള്ള ഒരു ചർച്ചായിരുന്നു. അത് കുഞ്ഞൊരു കോൺഗ്രിഗേഷൻ. 16 പേര് മാക്സിമം ഒരു സൺഡേയിൽ ഒക്കെ വരും. അങ്ങനെ അധികം പേര് വരത്തില്ല. ഇച്ചിരി യുനോ ടഫ് നെയ്ബർഹുഡാണ്. ഈ ഇതിന്റെ മലയാളം എനിക്കറിയത്തില്ല കറക്റ്റ്. വിച്ച് ക്രാഫ്റ്റ് എൻ്റെ ഐ എം നോട്ട് ഷുവർ മലയാളം എന്തോന്ന്. സം ഐ ഡോണ്ട് നോ. എനി അതാണ് അവരുടെ അപ്പോൾ ആ ഏരിയയിൽ ഈ വിച്ച് ക്രാഫ്റ്റ് ഒക്കെ ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ്. ആ ഏരിയയിൽ ഇങ്ങനെ ഈ ഉണ്ടല്ലോ ഈ ഗ്രാമം എന്നല്ല ബട്ട് എനിവേ ഒത്തിരി ഉള്ള. സോ സ്പിരിച്വലി അത് ഭയങ്കര ആരും നിൽക്കത്തില്ല. ആൻഡ് ഇൻഫാക്ട് ഞാനിത് പിന്നെ അറിഞ്ഞത്, ഞങ്ങളുടെ ഫാസ്റ്റർ, ഞാൻ യെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അറിയുന്നത്, ഞങ്ങളുടെ ഫാസ്റ്ററിന്റെ ഒക്കെ ഇടയിൽ ആൾക്കാർക്ക് ഇടയിലുണ്ടല്ലോ ഓരോ സഭയ്ക്ക് അതിന്റെ ഹെഡ് കൗൺസിലോ അല്ലെങ്കിൽ ഹെഡ് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ ചർച്ചിൽ ഈ എത്ര 36 ഇയേഴ്സുമായിട്ട് 30 ഇയേഴ്സിൽ 18 പാസ്റ്റർമാരാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് 30 ഇയേഴ്സിൽ 18 പാസ്റ്റേഴ്സ് ഇങ്ങനെ വന്നും പോയി. കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദ സ്പിരിച്വൽ ഒപ്രഷൻ. ഡെവിളുടെ ഒരു വർക്കും ആ ഒരു വിച്ച് ക്രാഫ്റ്റിന്റെ ഒക്കെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇതൊന്നും അറിയാം. എന്നിട്ട് ആ സ്ഥലത്തിന്റെ ഒരു ഇരട്ടപ്പേരുണ്ട്, അല്ലെങ്കിൽ ഒരു ആൾക്കാർ ആ ചർച്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഏരിയയെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ പാസ്റ്റേഴ്സ് ഗ്രേവ് യാർഡ്. പാസ്റ്റേഴ്സ് ഗ്രേവ് യാർഡ്. കാരണം അവിടെ ഫേമസ് പാസ്റ്റേഴ്സ്, ഞങ്ങളുടെ ഈ റീജിയനിലെ ഫേമസ് പാസ്റ്റേഴ്സ് അവിടെ പോയിട്ട് അവർ ഫെയിലായിട്ട് പിന്നീട് അവർ പോകുന്ന ചർച്ച് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ചർച്ചസ് ഇൻ ന്യൂജേഴ്സി. അപ്പം അവരുടെ കുറവല്ല, മനസ്സിലായി, ആ പാസ്റ്ററിന്റെ കേപ്പബിലിറ്റിയുടെ കാര്യമല്ല ഈ പറയുന്നത്. ബട്ട് ബിക്കോസ് അവർ ഇപ്പം ആ ചർച്ച് ഇസ് ദ ലാർജസ്റ്റ് ചർച്ച് ഇൻ ന്യൂജേഴ്സി. ഫൈനാൻഷ്യലി മെമ്പേഴ്സും എല്ലാം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്ന് ഫെയിൽ. അപ്പം ഞാൻ ഇതെല്ലാം കേട്ട് ദൈവമേ, ബട്ട് എൻ്റെ മനസ്സിലൊന്നേ ഉള്ളൂ, ഓക്കെ ദൈവമേ, ഐ നോ, ഐ ഹേർഡ് നിന്റെ വോയിസ്. സോ ഞങ്ങൾ വരുന്നു. അങ്ങനെ 16 പീപ്പിൾ. പിന്നെ പെട്ടെന്ന് ആ പാസ്റ്റർ തിരിച്ചു വന്നു. സബാറ്റിക്കലിന് ഞങ്ങൾ ചെയ്തു, വി ഡിഡ് സം വർക്ക്. അപ്പം ആ പാസ്റ്റർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഐ ആം റിസൈനിങ്, എനിക്കിവിടെ നിൽക്കണ്ട. അങ്ങനെ അപ്പം മാർച്ച് 2020 പുള്ളി അങ്ങനെ പറഞ്ഞു. എനിക്ക് ഒത്തിരി കഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഈ ദൈവത്തോട് യെസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വീട്ടിലെ റൂഫ് ഒരു പ്രശ്നം ഉണ്ടായി. അതിന് $50,000 പെട്ടെന്ന് കടത്തിലായി. അതേപോലെ ജോലിയിലും പ്രശ്നങ്ങളായി. പെട്ടെന്ന് ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ജോലിയിലൊക്കെ വന്ന് എനിക്ക് എൻ്റെ സാലറി കുറച്ചു ബൈ എ ഹ്യൂജ് എമൗണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ, ഞാൻ നിന്നോട് യെസ്സാ പറഞ്ഞ്, പക്ഷേ ഇതെന്തുവാ, ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്, ഞാൻ എന്തോ ചെയ്തു. ഞാൻ ഒന്നാമത് സാലറിയിലൊന്നും സേവിങ്സ് ഒന്നും ഇല്ല. ബട്ട് ഇനിയിപ്പോൾ ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ ഹൗ വിൽ ഐ ലിവ്? ഞാനങ്ങ് കരഞ്ഞ്, അങ്ങനെ ഞാനും പപ്പായും അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു, ഞാൻ കരഞ്ഞ്, ഞങ്ങൾ പ്രാർത്ഥിച്ച്. ജോലിയിലും പ്രശ്നം, ഇവിടെയും പ്രശ്നം, പൈസയും എല്ലാം. ബട്ട് പ്രാർത്ഥന, ദൈവം ഓൾവേസ് ഞാൻ നേരത്തെയും പറഞ്ഞു, എല്ലാം ഈസി, എല്ലാം നന്നായി പോകുമ്പം ഇറ്റ്സ് ഈസി. അത് ഹാർഡ് ആവുമ്പം എന്ത് ചെയ്യും? സോ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം പപ്പായും അമ്മായി ഇങ്ങനെ പറഞ്ഞു, നീ പേടിക്കണ്ട, ഒരു വിഷൻ പോലെ അവർ കണ്ട്, ദൈവം നിന്നെ ജോലി സ്ഥലത്തും ഒരു കയറ്റം വരും. കയറ്റം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഹി വിൽ ഹെൽപ്പ് യു. ആൻഡ് അതേപോലെ ഈ ചർച്ചിൻ്റെ കാര്യത്തിലും നീ പേടിക്കണ്ട. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഈ ചർച്ചിൽ ഞങ്ങൾ ഹാക്കറ്റ്സ് ടൗണിൽ പോകുമ്പം ഫാസ്റ്റ് ഐ ഡോണ്ട് നോ ഹൗ ടു ഡിസ്ക്രൈബ്, പക്ഷേ എനിക്ക് സന്തോഷമില്ല, ഒരു സന്തോഷമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആളില്ല, ഒരു ഇരുട്ട്, ഒരു ഗ്ലൂമി. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കങ്ങ് ദേഷ്യവും ഉള്ളിൽ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ഒരു സ്പിരിച്വൽ ഒപ്രഷനാണ്. ലൈക്ക് ഇതൊരു നമ്മളെ അങ്ങ് ഇതാക്കുന്നു. ബട്ട് ഐ ഡോണ്ട് നോ, അന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് ടൈം ഇതെല്ലാം എനിക്ക് അങ്ങോട്ട് പോകാനൊരു സന്തോഷം. ഞാൻ ക്വിറ്റ് ചെയ്യുന്നില്ല, ഐ എം നോട്ട് സെയിങ് നോ, പക്ഷേ ഒരു സന്തോഷമില്ല. പണ്ടൊക്കെ ചർച്ചിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു വർഷിപ്പിൻ്റെ ഞങ്ങൾക്ക് വർഷിപ്പ് ടീമില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല. സോ ഞങ്ങൾ ചെയ്യുന്നത് റെക്കോർഡിങ്, മറ്റേ ചർച്ചിൻ്റെ വർഷിപ്പ് ഞങ്ങളുടെ ജേഴ്സി സിറ്റിയുടെ വർഷിപ്പ്
ലൈവ് സ്ട്രീമിൽ കൂടെ പ്രൊജക്ടറിൽ കൂടെ കണ്ട് അതിനോടൊക്കെ അങ്ങനെയൊക്കെയാണ് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഫെസിലിറ്റീസ് അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. എനിവേ ചെയ്തു. പിന്നെ പ്രാർത്ഥിക്കാൻ വരുന്നവരെല്ലാം പറയുന്നത് ഇവിടെ പിശാചിന്റെ ഒരു ഇതുണ്ട്, ഐ ഫീൽ ഈവിൾ പ്രസൻസ് ഇവിടെ. അപ്പൊ ഞാൻ പറയുന്നത് ദൈവമേ വൈ, ഞാൻ ഇതിനെ ഇങ്ങനത്തെ നത്തിങ് ഞാൻ ജേഴ്സി സിറ്റിയെ കുറിച്ച് കേട്ടിട്ടില്ല. അവിടെ പിശാചിന്റെ ഇതോ അപ്പൊ ഞാൻ ഓർത്തു, ഇവിടെ വൈ, ഞാനൊരു എന്ത് സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്? ഇവിടെ പിശാചിന്റെ പ്രസൻസ്, ഇവിടെ ഈവിൾ പ്രസൻസ്, അവിടെ ഇത്. പിന്നെ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന, ഓ നിനക്കെതിരെ അറ്റാക്ക് ഉണ്ട്, സൈറ്റന്റെ അറ്റാക്ക് ഉണ്ട്, അവർ ഡ്രീം ചെയ്തു, ഇവർ ഡ്രീം ചെയ്തു. അപ്പൊ എനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്കങ്ങ് ഒരു പേടിയെന്നല്ല, ബട്ട് ഒരു ഡിസ്കറേജ്മെന്റ്. ക്വിറ്റ് ചെയ്യാനും തോന്നുന്നില്ല. ബട്ട് എനിവേ ഞാൻ എൻ്റെ വൈഫും കൂടെ കണ്ടിന്യൂ പ്രേയിങ്. എൻ്റെ പേരൻസ്, എൻ്റെ മദർ ഇൻ ലോ ഇസ് ഓൾസോ വെരി, എൻ്റെ വൈഫിൻ്റെ മദറും ഒരു നല്ല പ്രെയർ വാറിയറാണ്. സോ ഞങ്ങൾ പ്രാർത്ഥിച്ച് ജസ്റ്റ് വേഗം പറയാം, യുനോ ടുഡേ അറൗണ്ട് 70 പീപ്പിൾ ഉണ്ട്. അപ്പോൾ അറൗണ്ട് 5 years ആയി ഞങ്ങൾ അവിടെ ചെയ്യുന്നു. 70 പീപ്പിൾ. ആൻഡ് ഇപ്പോൾ ആൾക്കാർ വരുമ്പോൾ പറയുന്ന, ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയുക, വാട്ട് ഐ ഹിയർ ബാക്ക് ഈസ് ദാറ്റ്, ആൻഡ് അവർ ഭംഗിവാക്ക് പറയുമല്ലെന്ന് എനിക്കറിയാം, ബട്ട് അവർ പറഞ്ഞു വരുന്ന ഈ ഒരു സ്വീറ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. ദർ ഇസ് എ സ്വീറ്റ് പ്രസൻസ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. നിങ്ങളെല്ലാവരും നല്ലപോലെ വർഷിപ്പ് ചെയ്യുന്നു. നല്ലപോലെ ഞങ്ങൾ ഇന്നും പാസ്റ്ററെ ഞങ്ങൾ വർഷിപ്പ് ചെയ്യുന്നത് ഒരു സ്ക്രീനിൽ കൂടെയാണ്. ഇന്നും ഞങ്ങൾക്ക് വർഷിപ്പ് ടീമില്ല. അത് എനിക്ക് വലിയൊരു വിഷയമായിരുന്നു. ഓ വർഷിപ്പ് ടീമില്ല, ഹൗ ഡു യു വർഷിപ്പ് വിത്തൗട്ട് മ്യൂസിക് ഓർ ഇത്. അപ്പം ദൈവം എന്നോട് പറഞ്ഞു, നിനക്കൊരു കുറവാണ്. യു ആർ ടെല്ലിങ് മീ ഓൾ റീസൺസ് വൈ യു ഡോണ്ട് ഹാവ്. നിനക്കില്ല, എനിക്ക് മ്യൂസീഷ്യനില്ല, പാട്ടുകാരനില്ല, കീബോർഡ് ഇല്ല, അതില്ല, ഇതില്ല, നീ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ നിനക്ക് വേണ്ടത് ഒരേ ഒറ്റ കാര്യം. ദർ ഇസ് ഓൺലി വൺ തിങ് യു നീഡ് മീ. ദൈവം ഉണ്ടെങ്കിൽ യു ക്യാൻ വർഷിപ്പ്. ഞാൻ മ്യൂസിക്കും ഇതൊന്നും ചോദിച്ചില്ലല്ലോ. നീ വർഷിപ്പ്. ഞാൻ എന്നിട്ട് ചർച്ചിന്റെ മുമ്പിൽ ഞാൻ എണീറ്റ് നിന്ന് ഞാൻ കൺഫസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ നിങ്ങളെ ലീഡ് ചെയ്ത് വർഷിപ്പിൽ ഒരു കുറവുണ്ടായിരുന്നു. സോ ഇങ്ങനെ വേണം നമുക്ക് വർഷിപ്പ് ചെയ്യാനെന്നും പറഞ്ഞു. അതിനുശേഷമാണ് ആക്ച്വലി ഐ ഹവ് സീൻ വലിയ ഗോഡിന്റെ മൂവ്. ആൾക്കാരൊക്കെ ഒരു സ്ക്രീനെന്നോ ഒരു ഇതൊന്നോ ഒന്നുമില്ല, വി ആർ വർഷിപ്പിംഗ് ഗോഡ് അവിടെ ഉണ്ടെന്നും ഒരു നല്ല വിശ്വാസവും. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു ഇതാണ് 2 Chronicles 6. ശലോമോൻ പ്രാർത്ഥിക്കുമല്ലോ, ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പറയും, ദൈവമേ നിന്റെ പ്രസൻസ് ഇവിടെ വേണം. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരാൾ പ്രാർത്ഥിച്ചാൽ, കൺഫസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നീ കേൾക്കണം, നീ അത് ഫൊർഗീവ് ചെയ്യണം, ബ്ലസ് ചെയ്യണം. ഞാനിതാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി 2-3 വർഷമായിട്ട്. ദൈവമേ നിന്റെ ഒരു പ്രസൻസ് ഇവിടെ വേണം, നിന്റെ പേര് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇത് എൻ്റെ ഒരു ഇതായിട്ട് കാലം, ഇത് നിന്റെ ആലയമാണ്. നിനക്ക് സ്വർഗത്തിൽ ജീവിക്കാം. ദർ ഇസ് എ ഗുഡ് പ്ലേസ്, ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ ഇവിടെ നീ ഒന്ന് വന്ന് ഞങ്ങൾക്കും കൂടെ ഒരു ടു ഡ്വെൽ വിത്ത് മാൻ, നിന്റെ ആഗ്രഹം പോലെ ഗോഡും മാനും ഒന്നിച്ച് നിന്ന് അങ്ങനെ ഒന്ന് ക്യാൻ യു ഡു ദിസ്, ഇങ്ങനെ പ്രാർത്ഥിച്ച്. സോ ഞങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അഗൈൻ ഓൾ ഗ്ലോറി ടു ഗോഡ്. ഞങ്ങൾക്ക് നല്ലൊരു പ്രെയർ ടീമുണ്ട് ഇപ്പോൾ. ഞാനും പാസ്റ്ററും മാത്രമല്ല പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഇടയിലും വി ആർ ബിൽഡിംഗ് ദാറ്റ് കൾച്ചർ ഓഫ് പ്രയർ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പം ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് എവരി വൺ. ബൈബിൾ വായിക്കുന്ന ഇമ്പോർട്ടൻറ്റ്, ബട്ട് പ്രാർത്ഥന വിഷയം വെച്ചുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കുക എന്നല്ല, ദൈവത്തോട് സംസാരിക്കുക, നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും പറയാൻ. ബട്ട് തിരിച്ച് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ നിന്റെ ആഗ്രഹം എന്തുവാ? വാട്ട് ഈസ് യുവർ ഡിസൈർ? ഐ വോണ്ട് ടു നോ യു, അല്ലേ? എല്ലാം ദൈവത്തെക്കുറിച്ച്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചും അതാണ് പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങൾ ചെയ്യുന്ന. സോ ഇറ്റ്സ് സംതിങ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഇത് ഒരു ടെസ്റ്റ് മണിയായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് പോയിന്റ്, ഈ കഴിഞ്ഞ സൺഡേ 5 വർഷമായി, എക്സാക്ട്ലി 5 വർഷമായി ഞങ്ങൾ അവിടെ പോയിട്ട്. അപ്പം ഈവനിങ്ങിൽ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ സർവീസ് ഉണ്ടായിരുന്നു. അതിലൊരു ലേഡി വന്ന് ഇങ്ങനെ അവർ പ്രൊഫസിയൊക്കെ പറയാമായിരുന്നു. അപ്പം ആ ലേഡി, ഞാൻ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ മീൻസ് എല്ലാം കഴിഞ്ഞ്, അവർ എൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രസംഗം ഇങ്ങനെ എൻഡ് ചെയ്യുന്നത് വിത്ത് എ പ്രൊഫസി ഫോർ യു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി. എന്നിട്ട് പറഞ്ഞ വാക്കുകൾ ആക്ച്വലി 2 Chronicles 7 നിന്ന്. സോ 2 Chronicles 6 ശലോമോന്റെ പ്രാർത്ഥനയാണ്. 2 Chronicles 7 ദൈവത്തിന്റെ മറുപടിയാണ്. ദൈവം ശലോമോനോട് മറുപടി പറയുന്നു. അപ്പൊ അവിടെ പറയുന്നത്, നീ എൻ്റെ ആൾക്കാർ, എൻ്റെ പേരിലുള്ള ആൾക്കാർ എന്നെ ഇത് ചെയ്താൽ നീ പറഞ്ഞ പോലെ തന്നെ ഐ വിൽ ഫോർഗിവ് ദം, ഐ വിൽ ഹീൽ, അതൊക്കെ ഉള്ളു. പക്ഷെ അത് കഴിഞ്ഞ് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ആലയം ഇത് തെരഞ്ഞെടുക്കുന്നു, അല്ലെ? ഐ ഹാവ് സെലക്ടഡ് ദിസ് പ്ലേസ് ആസ് എ ഹൗസ് ഓഫ് സാക്രിഫൈസ്. എൻ്റെ പേര്
ഇവിടെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ള ഒരു മറുപടിയാണ് ദൈവം ശലോമോന് കൊടുക്കുന്നത്. അത് ഈ ലേഡി ഒരു പ്രൊഫസി ആയിട്ട് ഞങ്ങൾ ചർച്ചിനോട് കഴിഞ്ഞ സൺഡേയിൽ പറഞ്ഞു. അത് യെസ്, ഓൺലി ഗ്ലോറി ടു ഗോഡ്. ഞാൻ 2 years കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം. ഇതൊന്നും ഈ ലേഡിക്ക് അറിയത്തില്ല. ആൻഡ് ഈ ലേഡി പറയുന്നത്, ഇത് ഞാൻ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇതൊരു ആലയമാണ്, ദൈവത്തിൻ്റെ ഒരു ആലയവും, ആൻഡ് ഇത് God is going to use it and he has chosen this place as a house of sacrifice and he will be with here എന്നുള്ള. അപ്പം ഇതാണ്. അപ്പം ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നത്. ആൻഡ് ഞാൻ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. I think എൻ്റെ ലൈഫിൽ there are many problems. I don't think ഇതൊരു പെർഫെക്റ്റ് ലൈഫ് ഒന്നും അല്ല. ഒരു കൈയില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. But ultimately ദൈവമില്ലാതെ ഒന്നും, ഐ തിങ്ക് എനിത്തിങ്, പോള് പറഞ്ഞ പോലെ എവ്രിതിങ് ഈസ് എ ലോസ്. ഐ കൗണ്ട് എവ്രിതിങ് ഇൻ ലോസ് ഇഫ് നോട്ട് ഫോർ ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ഉണ്ടെങ്കിൽ എനിത്തിങ്, ഉണ്ടേലും ഇല്ലേലും ഇറ്റ് ഈസ് ഗുഡ്. അത് മതി, അതൊന്നും ഇത് വേണ്ട. ആൻഡ് വേറൊരു വിഷയമുള്ളത് ഇത്രയേ ഉള്ളൂ. ഗോഡ് ലവ്സ് യു സോ മച്ച്. ഹി ലവ്സ് യു, എവ്രി വൺ ഓഫ് യു സോ മച്ച് ദാറ്റ് ദൈവം നല്ലതിന് വേണ്ടിയാണ് നമ്മളോട് മാറാനോ ചേഞ്ച് ചെയ്യാനോ പോലൊന്നും പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഫോർ എനിത്തിങ് എൽസ്. ആൻഡ് അതിൻ്റെ ഒരു വിറ്റ്നസ് ആയിട്ട്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നു വിത്ത് സോ മെനി തിങ്സ് ഇൻ മൈ ലൈഫ്. ആൻഡ് ദൈവത്തിന് എല്ലാത്തിനും നന്ദി, ഇൻക്ലൂഡിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫോർ എവറിത്തിങ്. സോ ജസ്റ്റ് താങ്ക് യു. അത് പറഞ്ഞ് ഞാൻ ലെറ്റ് മീ സ്റ്റോപ്പ് മൈ വേർഡ്സ് ഹിയർ. ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, പാസ്റ്ററുടെ ലൈഫിലെ ചെറിയ പ്രായം മുതൽ നമ്മുടെ സ്റ്റെപ്സിനെ മുഴുവൻ ദൈവമാണ് കൺട്രോൾ ചെയ്തത്. ഒരു കൈയില്ലാതെ ജനിച്ചതും ദൈവത്തിൻ്റെ വലിയൊരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. കാരണം ആ ക്രിയേഷനിലെ ഒരു ഗ്ലോറി അതാണ്. ഒരുപക്ഷെ പാസ്റ്റർക്ക് 2 കൈയും ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്ററുടെ ലൈഫ് വേറൊരു റൂട്ടിൽ, അല്ലേ, ഇന്നത്തെ സ്റ്റോറി ആയിരിക്കത്തില്ലായിരുന്നു. ദാറ്റ് വിൽ ബി സംതിങ് എൽസ്. സോ പാസ്റ്റർ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൊക്കെ വന്ന ഒരു ചിന്ത, ദൈവം എല്ലാം പെർഫെക്റ്റായിട്ടാണ് ചെയ്തത്. നമ്മൾ പ്രത്യേകിച്ചും ആ ഒരു ഏഥൻസിലെ പ്രസംഗത്തിൽ നിന്ന് പാസ്റ്റർ കോട്ട് ചെയ്തില്ലേ, പൗലോസിൻ്റെ ആക്ട്സ് ചാപ്റ്റർ 17. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് നമ്മൾ എവിടെ ആയിരിക്കണം, ഏത് സ്ഥലത്തായിരിക്കണം, എവരിത്തിങ് ഈസ് ഡിസൈഡഡ് ആൻഡ് ഇറ്റ്സ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമത. ഇന്ന് നമ്മൾ 2 പേരോട് ഇങ്ങനെ സംസാരിക്കുന്നു, യുവാടെ കുറേ കുഞ്ഞുങ്ങൾ കേൾക്കുന്നു. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാനിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്റ്റെപ്സിനെയും, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ചാനലിൽ മോർണിംഗ് ഡ്യൂവിൻ്റെ അകത്ത് പറഞ്ഞു, നമ്മുടെ ഹൃദയം നമ്മുടെ വഴികളെക്കുറിച്ച് പ്ലാൻ ചെയ്യും, പക്ഷെ നമ്മുടെ കാലിനെ ദൈവമാണ് കൊണ്ടുവന്നത്. ഹൃദയം പറയുന്നിടത്ത് കാല് പോകത്തില്ല. പ്രായമായി കഴിയുമ്പോൾ ആളുകൾ പറയും, മനസ്സ് പറയുന്നിടത്ത് ശരീരം എത്തുന്നില്ലെന്ന് പറയും. പക്ഷെ പ്രായമായി കഴിഞ്ഞല്ല, നമ്മുടെ ലൈഫ് അതാ ഒരു കംപ്ലീറ്റ്ലി സറണ്ടേഡ് ലൈഫ്, കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കപ്പെട്ട ലൈഫ്. അങ്ങനെ മനസ്സ് പറയുന്നിടത്ത് കാലെത്തത്തില്ല, ദൈവം കാലിനെ കൊണ്ടുപോയിക്കോളൂ. എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മളറിയാത്ത പാതകളിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു പാസ്റ്റർ. അതുപോലെ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് ഈ ശലോമോൻ്റെ പ്രാർത്ഥന. ദൈവമേ, ഈ സ്ഥലത്ത് നിൻ്റെ ജനം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അവിടേക്ക് ടേൺ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ടവർക്ക് ഉത്തരം കൊടുക്കണം. ഞങ്ങളുടെ വർഷിപ്പ് പ്ലേസിലേക്ക് പോകുമ്പോഴൊക്കെ, ചിലപ്പോഴൊക്കെ, റെഗുലറായിട്ടല്ല കേട്ടോ ഫസ്റ്റ്, വല്ലപ്പോഴും വൺസ് ഇൻ എ വൈൽ ഐ യൂസ് ടു പ്രേ ഇൻ ദാറ്റ് വേ. ഐ യൂസ് ടു പ്രേ, ലോർഡ് കർത്താവ്, ഈ സ്ഥലത്ത് വരുന്ന നിൻ്റെ ജനം അവർ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഞാൻ കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കും. പക്ഷേ ഇന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്കതൊരു ഇൻസ്പിറേഷനായി, എനിക്കിങ്ങനെ ഫീലായി അത് റെഗുലറായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു, വൺസ് ഇൻ എ വൈൽ ഓർമ്മ വരുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അതെനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനായി, അത് റെഗുലറായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ഇങ്ങനെയും പ്രാർത്ഥിച്ചു, കർത്താവ് അങ്ങനെ ഞങ്ങൾക്കിവിടെ റെൻറ്റഡ് പ്ലേസാണ്, അപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥലം തരണം കർത്താവ്, ഇത് നിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ്. കഴിഞ്ഞ ഒരു കപ്പിൾ ഓഫ് മന്ത്സ് അഗോ ചർച്ചിലൊരു വചനം ദൈവം എനിക്ക് തന്നു. ദൈവത്തിൻ്റെ ഗ്ലോറിയെക്കുറിച്ച് മോശ ദൈവത്തിൻ്റെ ഗ്ലോറി കാണണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഹിയർ ഐ ഹാവ് എ പ്ലേസ്, ഹിയർ ഐ ഹാവ് എ പ്ലേസ്. അപ്പം ഞാൻ ദൈവത്തോട് ആ വചനം വെച്ച് പറഞ്ഞ, കർത്താവേ, മോശയ്ക്ക് ഗ്ലോറി വെളിപ്പെടുത്തി കൊടുക്കുവാൻ നിനക്കൊരു സ്ഥലമുണ്ടായിരുന്നു, അതുപോലെ ഈ ദേശത്ത് ഞങ്ങൾ പാർക്കുന്ന സിറ്റിയിൽ നിൻ്റെ ഗ്ലോറി വെളിപ്പെടുത്തുവാൻ ഞാൻ വിശ്വസിക്കുന്നു നിനക്കൊരു സ്ഥലമുണ്ടെന്ന്. അത് നീ എനിക്കൊന്ന് കാണിച്ചു തരണം. ദൈവം പറഞ്ഞു, ഹിയർ ഐ ഹാവ് എ പ്ലേസ്, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ സിറ്റിയിൽ നിൻ്റെ ഗ്ലോറി വെളിപ്പെടുത്താൻ ഒരു സ്ഥലം നീ ഒരുക്കിയിട്ടുണ്ട്, അതെനിക്ക് കാണിച്ചു തരണം.
അപ്പോൾ ഞാനിങ്ങനെ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പലതും എനിക്ക് ആഡ് ചെയ്ത് എനിക്ക് റിസീവ് ചെയ്യാനിടയായി തീർന്നു. പാസ്റ്റർ പറഞ്ഞു, യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. ദൈവം ഒരിക്കലും പണങ്ങത്തില്ല. ദൈവം നമ്മൾ ചോദ്യം ചോദിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ അത് ദൈവത്തെ കൊടുക്കാനല്ലോ, നമ്മുടെ സിൻസിയാരിറ്റിയിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളില്ല. നമ്മളെല്ലാം ദൈവത്തെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയല്ലല്ലോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളുടെ നടുവിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതിന് ദൈവം ഉത്തരം നൽകും. കുഞ്ഞുങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഞാൻ ഈ യുവായിൽ പലപ്പോഴും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാസ്റ്റേഴ്സിൻ്റെ അടുക്കൽ പോയി ചോദ്യം ചോദിച്ചാൽ അവർ വഴക്ക് പറയും. നമ്മളെ റിബലിയസ് ആണെന്ന് അവർക്ക് തോന്നും. അവർക്ക് ഫീൽ ചെയ്യുന്നത് ചെറുക്കം ഭയങ്കര റിബലിയസ് ആണെന്ന്. പക്ഷേ അങ്ങനല്ല. ഞങ്ങളുടെ ചർച്ചിൽ ഉള്ള കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദ്യം ചോദിക്കുന്നത് എനിക്കിഷ്ടമാണ്. അവർ റിബലിയസ് ആയതുകൊണ്ടല്ല, ദേ ആർ ക്യൂരിയസ്. ഇഫ് ദേ ഹാവ് ക്വസ്റ്റ്യൻസ്, നമ്മൾ പാസ്റ്റേഴ്സിന് ആൻസർ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവൻ റിബലിയസ് ആണെന്ന്. പാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ആൻസർ ഉണ്ട്, പ്രശ്നമില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഉത്തരം മതി. അപ്പം നമ്മളും എക്യുപ്പൈഡ് ആയിരിക്കണം. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമ്മൾ എക്യുപ്പൈഡ് ആയിരിക്കണം. പക്ഷേ സ്റ്റിൽ യു ആർ വർക്കിംഗ് ഓർ യു ആർ ഇൻ ഫുൾ ടൈം മിനിസ്ട്രി? എങ്ങനെയാ ഇപ്പം? അല്ല, ഞാൻ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഞാൻ അത് മമ്മയുടെ ഒരു പ്രയറും ഒരു ഇതുമായിരുന്നു. ഇത് മോനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് വേല ചെയ്യണമെന്നായിരുന്നു. അതിൻ്റെ വാല്യൂ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ചർച്ചിലൊന്നും അങ്ങനെ ഫണ്ടിങ് ഒന്നും ഇല്ല. സോ എല്ലാം സാലറിക്കോ അങ്ങനെയൊക്കെ പോകാതെ പകരം ബെറ്റർ ഇറ്റ് ക്യാൻ ഗോ ഇൻ ടു ദ വർക്ക്, ആക്ച്വൽ മിനിസ്ട്രി വർക്ക്. അപ്പോൾ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ബാങ്ക് ഓഫ് അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഇതെന്ന് ഡെസിഗ്നേഷൻ ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഡെസിഗ്നേഷൻ ക്വാണ്ടിറ്റേറ്റീവ് അനലിസ്റ്റ്. അപ്പം നമ്മൾ നോർമൽ ഒരു ബാങ്കിൽ പോയാൽ ഇടപെടുന്ന എംപ്ലോയി ആയിട്ടല്ല, കോർപ്പറേറ്റ് ഓഫീസിൽ ബേസിക്കലി ഇതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളിലൊക്കെ ഒത്തിരി ചെയ്യുന്ന ഒരു ജോലിയാണ്. അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ ഇപ്പം 16 വർഷമായിട്ട് ബാങ്ക് ഓഫ് അമേരിക്കയിലായി. ബട്ട് ടോട്ടലി അറൗണ്ട് 20 years ആയി വർക്ക് ചെയ്യുന്നത്. 2003 ഫസ്റ്റ് ജോലി ചെയ്ത് തുടങ്ങിയത് ഇൻഫോസിസിൽ. സോ ഇൻഫോസിസിലായിരുന്നു, പിന്നെ അമേരിക്കയിൽ ചെന്നു അല്ലേ? എല്ലാം വലിയൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി ഐ ആം ഓൾസോ ഫ്രം IT ഫീൽഡ്. ഐ വാസ് എ പ്രോഗ്രാമർ. ഞാനൊരു IT കമ്പനി ബോംബെയിൽ തുടങ്ങി കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? ഇൻഫോസിസിനെക്കാട്ടും വലിയ കമ്പനി ഉണ്ടാക്കണം എന്നായിരുന്നു. I used to dream in that way. I used to say, ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. എൻ്റെ കമ്പനിയിൽ കോള് വരുമ്പോൾ ആൻസറിങ് മെഷീൻ പറയണം, യു ആർ കോളിംഗ് ഇൻ ടു ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് IT കമ്പനി. അതായിരുന്നു എൻ്റെ ഡ്രീം. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വിഫ്റ്റ് ഇൻഫോ സൊല്യൂഷൻസ് എന്നായിരുന്നു എൻ്റെ കമ്പനിയുടെ പേര്. SIS. ഒത്തിരി ഡ്രീംസ് ഉണ്ടായിരുന്നു. SIS ഇന്ത്യ ലിമിറ്റഡ് ആകുമ്പോൾ സിസിൽ എന്ന് എൻ്റെ കമ്പനിക്ക് പേര് വരുന്നൊക്കെ ഞാൻ ഡ്രീം ചെയ്തതാണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവം എൻ്റെ കാലിനെ മറ്റൊരു ദിശയിലേക്ക് നടത്തി. നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ വഴികളിലല്ലല്ലോ. ഒരു കാര്യം കൂടെ, ഒത്തിരി കാര്യം പറയാനുണ്ട്, എന്നാൽ 1-2 കാര്യം കൂടെ. അമേരിക്കയിലെ ഒരു അറേഞ്ച്ഡ് മാരേജ് അല്ലേ, അതും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നോർമലി both of you are from a different ethnic background. അപ്പം അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആണ്. ഇത് പലർക്കും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇൻഫാക്ട് എൻ്റെ വൈഫ് അന്ന് ഇങ്ങനെ വന്നപ്പം അവർക്ക് തന്നെ കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അവരെന്നോട് ചോദിച്ചു, ഓക്കെ ഈ പപ്പായും അമ്മായും സംസാരിച്ചല്ലോ, അത് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, ഓക്കെ സോ നിന്റെ കാരണം നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ച്, സോ ഞാനും എൻ്റെ വൈഫും കൂടെ അന്ന് സംസാരിക്കുക. അപ്പം പറഞ്ഞു, സോ ഡു യു ലവ് മീ എന്നോട് ചോദിക്കുക. എൻ്റെ വൈഫ് ചോദിക്കുക. കാരണം പുള്ളിക്കാരിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഐ ഹാവ് നോട്ട് ഡൺ. എന്നോട് ചോദിച്ചു, ഡു യു ലവ് മീ? അപ്പം ഞാൻ പറഞ്ഞു, അന്ന് എനിക്ക് ദൈവം പറഞ്ഞു തന്ന ഒരു ഇതാണ്, ലവ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 things. ഒന്ന് കമ്മിറ്റ്മെന്റ്. ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാരണം ലവ് ചുമ്മാ ഇമോഷനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് നടക്കത്തില്ല. ദാറ്റ് ഈസ് നോട്ട് ലവ്. ദാറ്റ് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് ലവ്. അപ്പം ലവിനകത്ത് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതിനകത്തൊരു പ്രോമിസ് ഉണ്ട്. എന്ത് വന്നാലും ഞാൻ വിടുകയില്ല, വാട്ട് എവർ. അതിൻ്റെ ആ കമ്മിറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, ദാറ്റ് ഐ ഹാവ് 100%. എൻ്റെ മദർ ഇത് ഗോഡിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഹാർട്ടിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്തു. സോ യു ആർ കമ്മിറ്റഡ്. നിന്റെ ദ പ്രൊട്ടക്ഷൻ, ദ പ്രൊവിഷൻ, നിനക്ക് എന്ത് ഇത് ഒരു ഹസ്ബൻഡിൽ നിന്നും, ഒരു ഗോഡ്ലി ഹസ്ബൻഡിൽ നിന്നും പ്രതീക്ഷിക്കുക, യു ക്യാൻ എക്സ്പെക്ട് ഇറ്റ് ഫ്രം മീ. പക്ഷെ സെക്കൻഡ് തിങ്, ലവ് ഈസ് ഓൾസോ ആൻ ഇമോഷൻ, ഒരു ഫീലിംഗ്. അതാണ് നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഒരു ഇതും നമ്മുടെ ഉള്ളിലൊക്കെ ഓരോ ഫീലിങ്സ് ഒക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു, സത്യമായി പറഞ്ഞു, അത് ഐ ഹാവ് 0 ഫോർ യു.
ഞാൻ പറഞ്ഞു. അപ്പൊ ആ പുള്ളിക്കാരിയുടെ യുനോ, കാരണം ഇവിടെ അതാണല്ലോ മനസ്സിലാക്കുക. സോ ഐ സെഡ് ഐ ഹാവ് സീറോ ഫോർ യു. പക്ഷേ ഐ ആം നോട്ട് വറീഡ് ബിക്കോസ് ഗോഡ് ആണ് ഇത് പറഞ്ഞെങ്കിൽ ഹി വിൽ ഗിവ് മീ ദ ലവ്. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ആൻഡ് യുനോ, ഐസക്കും റബേക്കയുടെ സ്റ്റോറി ഇൻ ജെനിസിസ് 24 അത് അങ്ങനെ ആയിരുന്നു. ഐസക്ക് ഇങ്ങനെ ഈ വാസ് പ്രേയിങ് ആൻഡ് നോക്കുമ്പോൾ റബേക്കയെ കൊണ്ടുവന്നു. The servant brought her in. And അവരിൽ നിന്നുമാണ് the 12 tribes of Israelum ഇതുമെല്ലാം, you know, the full later അവരുടെ ഹിസ്റ്ററി എല്ലാം നോക്കുമ്പോൾ it is good. God അത് it was planned. അപ്പം ഞാൻ പറഞ്ഞു, so I am not worried. എൻ്റെ ഈ ഫീലിങ്സ് ഇറ്റ് വിൽ കം, ഡോണ്ട് വറി. പക്ഷേ ഇതാണ് എൻ്റെ ഇതെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി ഇത് ആകെ പേടിച്ചു, മദർ പേടിച്ചു. മദർ പോയി പാസ്റ്ററുമായിട്ട് എസ്കലേറ്റ് ചെയ്തു, ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററോട്, ഹി ഈസ് പ്ലാനിങ് ടു മാരി മൈ ഡോട്ടർ ബട്ട് ഹി സേസ് ഹി ഡസൻ ലവ് ഹർ. അപ്പം എൻ്റെ ഫാസ്റ്റർ ഫുൾ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ആക്ച്വലി ദിസ് ഇസ് ബിബ്ലിക്കൽ. ഇത് കൾച്ചറൽ അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ബിബ്ലിക്കൽ. കമ്മിറ്റ്മെന്റ് ഈവൻ ബിഫോർ ഫീലിങ്സുമായിട്ടല്ല ഇവന്റെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് വേണമെന്നും പറഞ്ഞാൽ അങ്ങനെയാണ് അത് പിന്നെ മുമ്പോട്ട് പോയത്. ബട്ട് പക്ഷെ പാസ്റ്റർ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് അൺഹേർഡ് ഓഫ്. അപ്പോൾ ഇവിടെ പലരും അതിനകത്ത് പ്രത്യേകിച്ച് നത്തിങ്. ഇതുപോലെ പാസ്റ്ററൽ ഓർഡിനേഷൻ ഡിസംബർ 6 2020 അതും ഇതേപോലെ അവര് ദേ ആസ്ക്ഡ് എന്നെ പാസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ എൽഡർ ആയിട്ട്. അപ്പൊ ഞാൻ ജോലി ഈ ഹാക്കർസ്റ്റോണിൽ പോയപ്പോഴും ഐ വാസ് കണ്ടിന്യൂയിങ് ആസ് എ എൽഡർ എന്നുള്ള ഒരു പൊസിഷനായിരുന്നു, അല്ലാതെ പാസ്റ്റർ എന്നുള്ള ഒരു പൊസിഷനിലല്ലായിരുന്നു. ബട്ട് ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ മറ്റേ പാസ്റ്റർ അവിടെ നിന്ന് റിസൈൻ ചെയ്തു അങ്ങനെ. അപ്പം ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു വർക്ക് എല്ലാം. ആൻഡ് ദെൻ ഞങ്ങളുടെ പാസ്റ്റർ വന്ന് പറഞ്ഞു, വി ആർ ഗോയിങ് ടു ഓർഡെയിൻ യു ആസ് എ പാസ്റ്റർ. അപ്പം ഞാൻ പറഞ്ഞു, വൈ? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഐ മീൻ ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇറ്റ്സ് ഫൈൻ. എനിക്ക് ഈ ടൈറ്റിലിനോടൊന്നും ഇതൊന്നും വേണ്ട, കുഴപ്പമില്ല. പുള്ളി പറഞ്ഞു, നോ, നിന്റെ കോളിംഗ് ഇതാണ്, നിന്റെ ദൈവം ഇതിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിന്റെ വിസ്ഡം, നിന്റെ ഇതെല്ലാം നല്ലതാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ആൻഡ് അന്ന് എൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ പാസ്റ്റർ. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ ബട്ട് എൻ്റെ വൈഫ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു തക്ക തുണയായിട്ട് നിൽക്കുക. സോ പാസ്റ്റർ മാരിയോ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോ വൈഫിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. സോ ഐ വാസ് ലൈക്ക്, ഓക്കെ പാസ്റ്റർ, എൻ്റെ വൈഫ് ഇല്ലാതെ ഐ കാൺട്ട്, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതെങ്ങനെ എന്തുവാ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് എൻ്റെ വൈഫിനെ ഒരു എൽഡർ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡറി പൊസിഷൻ എങ്കിലും ഉണ്ടല്ലോ. കാരണം ഇപ്പൊ പാസ്റ്റർ പറയുന്ന ഫോർ ദ സെയിം റീസൺസ് എന്നെ പാസ്റ്റർ ആക്കുവാണെങ്കിൽ ഐ തിങ്ക് ദ ട്രൂ ബെനിഫിറ്റ് ഇങ്ങനെ വൈഫും കൂടെ ഉള്ളപ്പോൾ. എൻ്റെ വൈഫാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തത് മിനിസ്ട്രി ഓഫ് ലീഡർഷിപ്പിലൊക്കെയാണ്. അപ്പം ഇതെല്ലാം എടുത്ത് പഠിച്ചിങ്ങനെ ഇരിക്കുക. ആൻഡ് മൈ വൈഫിന്റെ വിസ്ഡം എന്നൊക്കെ പറയുന്നത് പല ചർച്ച തുടങ്ങുന്നതും അതിന്റെ പല കാര്യങ്ങളും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ ഇങ്ങനെ പറഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു, ഓ ആക്ച്വലി വി വാണ്ടഡ് ഹർ ടു ബി എ പാസ്റ്റർ. ഞാനത് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു, ഓ ഇല്ല, ഓക്കെ, ഐ ഡിഡ് നോ. ആൻഡ് ഇറ്റ്സ് അങ്ങനെ ആയിരുന്നു. സോ December 6, 2020 ആ കോവിഡ് ഇയറിൽ ആയിരുന്നു ഞങ്ങളുടെ ഓർഡിനേഷൻ. ഇതായിട്ട് ഞങ്ങളെ ഓർഡിനേഷൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ ഇതാ, ഹാക്കറ്റ്സ്റ്റൗണിലെ പാസ്റ്ററായിട്ടല്ല, ആക്ച്വലി ക്യാമ്പസ് പാസ്റ്റേഴ്സ് ഓഫ് ക്യാമ്പസ് ഡെവലപ്മെന്റ്. ഇതിന്റെ അർത്ഥം ആക്ച്വലി ഈ ഹോപ്പ് സെന്റർ, അവരുടെ ഉദ്ദേശം ഹോപ്പ് സെന്റർ, ഓക്കെ, ബട്ട് അതിന്റെ പല ഇതേപോലെ ഹാക്കറ്റ്സ്റ്റൗൺ പോലെ സ്ഥലങ്ങളിൽ നമ്മൾ വേണം പോയി അവിടെ എന്തുവാ ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുവരിക. അല്ലാതെ അത് തന്നെ നടത്തിക്കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ മാത്രമല്ല, ബട്ട് പല ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്യുക, ഈ പ്രവൃത്തി കൊണ്ടുവരിക. ദൈവത്തിന്റെ പീപ്പിളിനെ ഒന്നിച്ച് ഗ്യാദർ ചെയ്യുക. അവിടെ പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ഐ ഹാവ് എ പ്ലേസ് ഫോർ യു, മോസസിനോട് പറഞ്ഞ പോലെ ആ പ്ലേസിനെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ ഒരു ചർച്ച വരുത്തുക. അപ്പം ഞങ്ങളുടെ ആക്ച്വൽ ഓർഡിനേഷൻ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റേഴ്സ് ഓഫ് ക്യാമ്പസ് ഡെവലപ്മെന്റ് എന്നാണ്. സോ അത് അങ്ങനെ ഒരു ഇതുണ്ടായി. റെഫറൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. റേച്ചൽ ആൻറ്റി നമ്മുടെ ഓൺലൈൻ സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആൻറ്റിയുടെ ഒക്കെ പ്രാർത്ഥന, സപ്പോർട്ട് ആൻറ്റി ഒത്തിരി എൻകറേജ് ചെയ്ത് ചെറിയ പ്രായം മുതലേ അത് പാസ്റ്റർ പറയുകയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ റിജക്ഷനെ ഫേസ് ചെയ്യുമ്പോഴല്ലേ, ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം എല്ലാവരും അങ്ങ് റിജക്റ്റ് ചെയ്യുക. പക്ഷേ നല്ല പേരൻസ്, നല്ല ചർച്ചൊക്കെ ഉണ്ടെങ്കിൽ
നമ്മളെ എൻകറേജ് ചെയ്യാൻ പ്രൈസിലോട്ട് ആൻറ്റി, പ്രൈസിലോട്ട് ആൻറ്റി പറഞ്ഞ അനുഭവത്തിൻ്റെ ബാക്കി നമ്മൾ കേൾക്കുകയായിരുന്നു. വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം കേൾക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ പറയാൻ വാക്കുകളില്ല. എനിക്ക് തോന്നുന്നു ഞാൻ പറയാൻ ആഡ് ചെയ്ത ഒരു കാര്യം കൂടെ, അത് റേച്ചൽ ആൻറ്റി വന്നുകൊണ്ട് കൂടെ ഒന്നുകൂടെ ഒന്ന് എംഫസൈസ് ചെയ്ത് പറയുക. അതായത് നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ ആർഗ്യുമെൻറ്റ്സിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആർഗ്യൂ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ വേറെ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ചെയ്തിട്ടൊരു പ്രയോജനമില്ല. ആൻറ്റി വാസ് പ്രേയിങ്. സോ റിയലി ദ പ്രെയർ ഇസ് ദ കൗണ്ടർ ആർഗ്യുമെൻറ്റ്. പ്രെയറാണ് ശരിക്കും നമ്മൾ കുഞ്ഞുങ്ങളുടെ ആർഗ്യുമെൻറ്റിന് തിരിച്ചു കൊടുക്കുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്. അത് ഭയങ്കര പവർഫുള്ളാണ്. ദൈവം അതുപോലെ തന്നെ വിക്ടറിയുടെ കാര്യം പറഞ്ഞു, മോളുടെ കാര്യം പറഞ്ഞു. അപ്പം നിങ്ങൾ കടന്നുപോയ ആ സ്ട്രഗിൾസൊക്കെ ശരിക്കും ദൈവം നിങ്ങളെ എക്യുപ്പൈ ചെയ്യുമായിരുന്നു. അവിടെ നിങ്ങൾക്ക് കിട്ടിയ വിക്ടറിയാണ് നിങ്ങൾ പോയി മിനിസ്ട്രി ഫീൽഡിലും പലരെയും ശത്രു നിർത്തുവാൻ സമ്മതിക്കാത്ത ഒരു സ്ഥലത്ത് നിങ്ങളെ ദൈവം നിർത്താനുള്ള ഒരു ജയത്തിൻ്റെ ഒരു ട്രെയിനിങ് ആയിരുന്നു. ദൈവം ചെറിയ 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 ഇൻസ്റ്റൻസിലൂടെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. അതെ, നമ്മുടെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുക, ഈ സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ പറയുന്നത് ഇതൊരു ഇമാജിനേഷൻ ഒന്നുമല്ല, ഇത് ചുമ്മാതെ ആരെങ്കിലും പറയുന്നൊന്നുമല്ല. ഇറ്റ്സ് എ റിയൽ സിസ്റ്റർ. എന്തായാലും ദൈവം അനേക സ്ഥലങ്ങളിൽ നമ്മളെ ഡിഫിക്കൽട്ടായിട്ടൊരു സ്ഥലത്ത് ദൈവം ട്രെയിൻ ചെയ്തു. ഇനി ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ രാജ്യം പണിയാനൊക്കെ ഉപയോഗിക്കട്ടെ. മറ്റ് പല പാസ്റ്റർമാർ അവിടുന്ന് പോയവരെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ എസ്റ്റാബ്ലിഷ് ആയി അല്ലേ. ബിക്കോസ് ദേ ഗോട്ട് ട്രെയിൻഡ് ഇൻ എ ഡിഫിക്കൽട്ട് പ്ലേസ്. അവരും ട്രെയിൻ ചെയ്യപ്പെടുമായിരുന്നു. അവരെ അതിനകത്ത് കൊണ്ട് ദൈവം വിട്ട് അവരുടെ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പിശാചിനോട് ഫൈറ്റ് ചെയ്യുന്നതോട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുകയാണ്. നമുക്ക് ഈ രോഗം വന്ന് ഇമ്മ്യൂണിറ്റി കൂടുന്നത് പോലെ വെൻ യു ഡു ദ വാർഫെയർ നമ്മൾ അറിയാതെ നമ്മുടെ സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി കൂടുക. പിന്നെ ചെറിയ പിശാചിനൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ ഞാനിതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു റലം മനസ്സിലാകാത്തവർ പറയും എന്തോ ഇവൻ പറയുന്നെന്ന് ചോദിക്കും. കാരണം ഈ സ്പിരിച്വൽ റലത്തെ അത്രയും ആളുകൾക്ക് അറിയത്തില്ലല്ലോ, അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഡു നോട്ട് വാണ്ട് ടു പ്രൊലോങ് ദാറ്റ് ടോപ്പിക്. ഓക്കെ, ക്യാൻ യു പ്ലീസ് പ്രേ ഫോർ അവർ വ്യൂവേഴ്സ്? നമ്മുടെ യുവയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ അടുത്ത ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ദൈവമക്കൾക്ക് വേണ്ടി പാസ്റ്റർ ക്യാൻ യു പ്ലീസ് പ്രേ? Yeah, sure. Pastor, ഞാൻ just ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാം because മലയാളം എനിക്ക് വരത്തില്ല. So ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് പ്രാർത്ഥിക്കാം. Okay. Yeah. But thank you, Lord. Heavenly Father, we come before you, God. We thank you. Thank you so much, God. Hallelujah, hallelujah. We worship you. We praise you. Lord, we thank you, God, that you are God. Hallelujah. Lord, we do not move from the reality that you are God and that you exist, oh God, that you are there, and that you, oh Lord, did not want a heaven without us. You did not want, oh Lord, because when man sinned, you came and you made a way. I thank you so much, oh God, that you didn't stay far. You didn't just create us and leave us, that you are a God and your name is Father, that you chose the most significant name to reveal yourself, Father. So I thank you for that privilege, that God, you are a Father to us. You are near and dear to us. I thank you so much for that, oh Lord. Hallelujah. I thank you that, God, your revelation continues to go even in this time. You didn't just reveal yourself in old times, in ancient times, and through the Bible. You continue to be a God today. You continue to be an interesting God. You care about your people. And so you make yourself known through the works of the Holy Spirit, and you make yourself known through your leaders that you've established on earth, oh Lord, through pastors, through other churches, through even lay people, sometimes through mothers and fathers, through people who pray, through people who intercede. They don't need titles. They just need a relationship with you, oh God. And you reveal yourself. Oh, hallelujah. You reveal yourself. The heaven opens and you reveal yourself to people. Oh my God. Hallelujah. I thank you. I thank you that you are a God who reveals. I thank you. You are a God who searches for us, oh Lord. Hallelujah, Father. Father, I just pray, oh Lord, so much for this particular ministry, for the people who are viewing, the people who are joined on Zoom, but also who will eventually listen to this broadcast on YouTube, oh God. God,
everything we do is for your glory, oh God. Everything we do is, oh Lord, a work, oh Lord, to make your name known. Lord, you've said, oh Lord, hallelujah, in Psalm 46, be still and know that I am Lord, but I will exalt myself among the nations. I will exalt myself over all the earth. And I thank you that, oh Lord, the Pastor Finney and the Azadi and the ministry and everything else that he's working with, oh Lord, is working to that second part, the first part, that they be still and know that you are God. They know you. And I'm just in hearing his words, oh Lord, I just am so blessed by the words that he shared, oh Lord. It is an inspiration to me. But I pray, God, you would continue to bless him with your presence in such a powerful way, that you would make him choose. Lord, you chose him for such a time as this, oh Lord, as to all the individuals and the youth that are listening. Lord, they are not leaders of tomorrow. They are leaders of today, God, because the enemy is attacking even the children. He is attacking even the young ones. So God, your army is an end time army. Lord, in Joel 2:28, you said that you would pour out your spirit upon all flesh, young and old. God, you care about the young. So Lord, I pray a Joel 2:28 anointing upon Pastor Finney and his ministry and everybody who's listening to this, Lord, that they would be filled with the Holy Spirit, that there would be a revelation of the Holy Spirit, that there would be a fire of the Holy Spirit. The two disciples, oh God, in Luke 21, Lord, when they went the road to Emmaus, it said, hallelujah, it said, oh Lord, that they were burning, oh, as you opened up scriptures to them. So Lord, I pray, as people read the scriptures, God, you are present, and that you would explain it to them, and that there would be a burning inside people as they hear your word, oh Lord, hallelujah. I pray that you would be so real to them through difficult times, through good times and the bad times, oh Lord, just like David prayed. Like, I pray this for everyone here, Lord, that they would be able to say it like David prayed, that even when I walk through the valley of shadow of death, I will fear no evil, because God, you are with me. Hallelujah. We serve a God who is with us. Hallelujah. You didn't just leave us somewhere, you are with us. So thank you so much, oh God, for everyone. Again, just a personal prayer and blessing for Pastor Finney and his family, oh Lord, that you would take care of they've made so many sacrifices. So Father, even their smallest desires, I pray you hear it. God, he gives it into your hands, oh Lord. In time, your word says, oh Lord, he who loses his life for your sake and the gospel's will find it. So I pray that the dreams, the desires, and the wishes of Pastor Finney and his family, oh Lord, that it would be in your time, it would come to life, that they would find fulfillment in every possible way, oh Lord. All their hardships, all their concerns, oh Lord, I just pray a protection and a covering for every individual, every youth, every person who is hearing this testimony of God. I pray, God, that they would receive from you, not because it is coming from me, oh Lord, but it is from you. It is by the blood of the Lamb, the word of the testimony, and for people who did not love their lives unto themselves, we defeat the enemy. So, Father, may the power of this testimony, oh Lord, may the power of your work, hallelujah, Father, reach people, and it breaks down the strongholds. It breaks down the enemy. Let people begin to start saying yes to you and no to the enemy as a result of this ministry of what is going on, oh Lord. Thank you, Father, for everything that you're doing. We worship you. We praise you. We love you, Jesus. Thank you once again for God. Thank you once again, Holy Spirit, for what you're doing. Thank you once again, Abba, Father, for who you are and giving us this partnering work, oh Lord. We love you, God. Thank you, Jesus. In thy precious name we pray. Amen. 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 May the love of Heavenly Father, grace of our Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen. 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 താങ്ക് യു പാസ്റ്റർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ Sure. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. റേച്ചൽ ആൻറ്റിയോടുമുള്ള നന്ദി പറയുന്നു, യുവാട് എല്ലാ കൂട്ടുകാരോടുള്ള നന്ദി പറയുന്നു. നെക്സ്റ്റ് വീക്ക് വി വിൽ ബി ഗ്യാതറിങ് അറ്റ് 9 o'clock Tuesday evening, same time. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. God bless you. Thank you. Thank you for watching. Praise the Lord.